ഹരിയും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശ്രീ ഹനുമത് കവചമാണ്. ഹനുമാൻ സ്വാമിയുടെ മാഹാത്മ്യത്തെ വ്യക്തമാക്കുന്ന നാമങ്ങളെ സ്മരിച്ചുകൊണ്ട് രക്ഷയെ സമ്പാദിക്കുന്ന മന്ത്രങ്ങൾ അടങ്ങിയിട്ടുള്ള സ്തോത്രമാണ് ഹനുമത് കവചം. കവചം എന്ന വാക്കിന് പോർച്ചട്ട എന്നാണ് അർത്ഥം. യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്ന പോരാളി തൻ്റെ ദേഹത്തിന് രക്ഷ നൽകാനായിട്ട്, അസ്ത്രങ്ങളിൽ നിന്നും ശസ്ത്രങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ട് ധരിക്കുന്നതാണ് കവചം. അതേപോലെ ജീവിതമാകുന്ന യുദ്ധക്കളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സാധാരണ ഭക്തൻ അവൻ്റെ ദുഃഖങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അവൻ അനുഭവിക്കുന്ന ആപത്തുകളിൽ നിന്നുമെല്ലാം അവന് നിത്യമായ രക്ഷ സമ്പാദിക്കാൻ വേണ്ടി, ഹനുമാൻ സ്വാമിയുടെ കൃപയെ സമ്പാദിക്കാൻ വേണ്ടി, ആ കൃപയെ തന്നെ തനിക്ക് ചുറ്റും ഒരു കവചമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു സ്തോത്രമാണ് കവചസ്തോത്രം. ഹനുമാൻ സ്വാമിയുടെ ഈ ദിവ്യമായ കവചസ്തോത്രം ബൃഹന്നാരദീയ പുരാണത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ ശ്രീരാമസ്വാമി സനത്കുമാരൻ ഉപദേശിക്കുന്നതായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് സനത്കുമാരൻ ഒരിക്കൽ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ അടുത്ത് ചെന്നെന്നും അദ്ദേഹത്തോട് രാവണ യുദ്ധത്തെക്കുറിച്ച് അറിയണമെന്ന് ജിജ്ഞാസ രേഖപ്പെടുത്തിയെന്നും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കണ്ട് മനസ്സിലാക്കിയ രാമചന്ദ്ര മഹാപ്രഭു അദ്ദേഹത്തിന് അത് വിവരിച്ചു കൊടുത്തുവെന്നും അദ്ദേഹത്തിൻ്റെ ഭക്തി പൂർണ്ണമാണെന്ന് അതിലൂടെ ഗ്രഹിച്ചപ്പോൾ, കാരണം താൻ പറഞ്ഞു കൊടുക്കുന്നത് എത്ര ശ്രദ്ധയോടെയാണ് അദ്ദേഹം കേൾക്കുന്നതെന്ന് നിരീക്ഷിച്ചു മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഭക്തി പൂർണ്ണമാണെന്ന് അറിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് എല്ലാവിധ രക്ഷയും ലഭിക്കാൻ വേണ്ടി സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് നൽകിയതാണ് ഈ ശ്രീ ഹനുമത് കവചം. 42 മന്ത്രങ്ങളാണ് ഇതിലുള്ളത്, 42 ശ്ലോകങ്ങൾ. അതിലൂടെ ഹനുമാൻ സ്വാമിയുടെ പൂർണ്ണ മാഹാത്മ്യം സ്മരിച്ചുകൊണ്ട് നമ്മളൊരു കവചത്തെ തീർക്കുകയാണ്. കാരണം ഹനുമാനെ സ്മരിക്കുന്നത് തന്നെ ഹനുമാന്റെ രക്ഷയ്ക്ക് കാരണമാകും. ഹനുമാൻ സ്വാമി സദാ എല്ലായിടത്തുമുണ്ട്. എവിടെയെല്ലാം ഭക്തിയുണ്ടോ അവിടെയെല്ലാം ഹനുമാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സ്മരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം നമ്മുടെ അടുത്ത് വസിക്കുന്നു. കാരണം ചിരഞ്ജീവിയാണ് അദ്ദേഹം, എല്ലായിടത്തും ഉള്ളവനാണ്. അപ്പോൾ ആ സ്മരണ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ രക്ഷ കിട്ടും. അപ്പോൾ അത് വളരെ വ്യക്തമായ രീതിയിൽ സാക്ഷാത് ശ്രീരാമചന്ദ്ര മഹാപ്രഭു തന്നെ ദർശിച്ച് ഉപദേശിച്ചു കൊടുത്തത് കൊണ്ട് ഈ സ്തോത്രത്തിന് മാഹാത്മ്യം വളരെയധികം വർദ്ധിക്കും. ഭഗവാൻ ഭക്തന്റെ കവചത്തെ രചിക്കുന്നത് അത്യപൂർവമായിട്ടാണ്. അത്രയും മഹിമ ഈ കവചത്തിനുണ്ട്. ഭഗവാൻ സദാ വസിക്കുന്നത് ഭക്തന്റെ ഹൃദയത്തിലാണ്. ഭക്തന്മാരിൽ വെച്ച് അഗ്രഗണ്യൻ എന്നും ഹനുമാൻ സ്വാമി തന്നെയാണ്. ശ്രീരാമ ഭക്തിയിൽ ഹനുമാനെ കടത്തിവിടാൻ ആരുമില്ല. അത്രയും വലിയ ഭക്തനാണ്. അതുകൊണ്ട് ശ്രീരാമൻ സദാ വസിക്കുന്നത് ഹനുമാന്റെ ഹൃദയത്തിലാണ്. അപ്പോൾ ഹനുമാനെ ഏറ്റവും നന്നായി അറിയുന്നത് ശ്രീരാമസ്വാമി തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കവചസ്തോത്രത്തെ, തൻ്റെ ഭക്തന്റെ മഹിമയെ ലോകം മനസ്സിലാക്കട്ടെ എന്ന് കരുതി ഈ കവചസ്തോത്രത്തെ ലോകത്തിന് പ്രദാനം ചെയ്തത്. അതുപോലെ ഹനുമാന്റെ ഹൃദയത്തിൽ രാമനുണ്ടെന്ന് പറയുമ്പോൾ ഹനുമാന്റെ രക്ഷയെ സമ്പാദിച്ചാൽ രാമന്റെ രക്ഷയും നമുക്ക് ലഭിക്കും. ഹനുമാൻ ആരിൽ സന്തോഷിക്കുന്നുവോ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവും അവരിൽ സന്തോഷിക്കും. അതുപോലെ ശ്രീരാമ തത്വത്തെ ഗ്രഹിക്കാനും ഹനുമാൻ സ്വാമി നമ്മെ സഹായിക്കും. അതുകൊണ്ടെല്ലാം തന്നെ വളരെ ശ്രേഷ്ഠപ്പെട്ട ഒരു സ്തോത്രകൃതിയാണ് ശ്രീ ഹനുമത് കവചം. 42 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. നമുക്ക് ഈ ശ്ലോകങ്ങൾ ഓരോന്ന് ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ഒന്ന് വിചിന്തനം ചെയ്യാം. ഓം അഥ ശ്രീ ഹനുമത് കവചം. ഹനുമാൻ പൂർവതഃ പാതു ദക്ഷിണേ പവനാത്മജഃ പാതു പ്രതീച്യാമക്ഷഗ്നഃ സൗമ്യേ സാഗരതാരകഃ. ഇവിടെ ആദ്യം പറയുന്നു ഹനുമാൻ പൂർവതഃ പാതു. പൂർവ ദിക്കിൽ നിന്നും, അതായത് കിഴക്ക് ദിക്കിൽ നിന്നും ഹനുമാൻ സ്വാമി എന്നെ രക്ഷിക്കട്ടെ. ഹനു എന്ന ശബ്ദത്തിന് താടിയെല്ല് എന്നാണ് അർത്ഥം. നല്ല താടിയെല്ല് ആർക്കുണ്ടോ അവനാണ് ഹനുമാൻ. അദ്ദേഹത്തിൻ്റെ ബലിഷ്ഠമായ ശരീരമാണെന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിശേഷണമാണ് ഈ ഹനുമാൻ എന്ന പ്രയോഗം. അതുകൊണ്ട് ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ അത്രയും ബലിഷ്ഠനാണ് അദ്ദേഹം എന്ന സ്മരണയോടുകൂടിയാണ് അദ്ദേഹത്തെ ആദ്യം വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഹനുമാൻ എന്ന് തന്നെ അദ്ദേഹത്തെ വിളിക്കുന്നത്. ആ ഹനുമാൻ പൂർവ്വ ദിക്കിൽ നിന്നും, അതായത് കിഴക്ക് ദിക്കിൽ നിന്നും എന്നെ രക്ഷിക്കട്ടെ. അടുത്തതായി ദക്ഷിണേ പവനാത്മജ. ദക്ഷിണ ദിക്കിൽ നിന്നും പവനാത്മജൻ പാതു എന്നെ രക്ഷിക്കട്ടെ. പവനന്റെ ആത്മജൻ മകൻ
അതായത് വായു ഭഗവാന്റെ പുത്രനാണ് ഹനുമാൻ സ്വാമി. ആ ഹനുമാൻ സ്വാമി ദക്ഷിണം, അതായത് തെക്ക് ദിക്കിൽ നിന്നും എന്നെ രക്ഷിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. പാതു പ്രതീച്യാം അക്ഷഘ്ന. അക്ഷഘ്നൻ എന്നാൽ അക്ഷനെ വധിച്ചവൻ. അക്ഷൻ എന്നാൽ രാവണന്റെ പുത്രൻ. രാവണന്റെ മകനെ ഹനുമാൻ സ്വാമി ലങ്കയിൽ ചെന്ന സമയത്ത് യുദ്ധം ചെയ്ത് വധിക്കുന്നുണ്ട്, സീതാദേവിയെ കാണാൻ ചെന്ന സമയത്ത്. അതുകൊണ്ട് ഹനുമാൻ സ്വാമിയെ അക്ഷഘ്നൻ എന്ന് വിളിക്കുന്നു. ആ അക്ഷഘ്നൻ പ്രതീചി ദിക്കിൽ നിന്നും, അതായത് പടിഞ്ഞാറേ ദിക്കിൽ നിന്നും എന്നെ രക്ഷിക്കട്ടെ. പാതു സൗമ്യേ സാഗര താരക പാതു. സൗമ്യ ദിക്കിൽ നിന്ന്, സൗമ്യം എന്ന് പറഞ്ഞാൽ വടക്ക് ദിക്കാണ്. വടക്ക് ദിക്കിൽ നിന്നും സാഗര താരകനായ ഹനുമാൻ സ്വാമി എന്നെ രക്ഷിക്കട്ടെ. സാഗരത്തെ വളരെ എളുപ്പത്തിൽ തരണം ചെയ്തവനാണ് സാഗര താരകൻ. സാഗരത്തെ തരണം ചെയ്യിപ്പിക്കുന്നവനുമാണ് സാഗര താരകൻ. കാരണം ഹനുമാൻ സ്വാമി ഒറ്റ ചാട്ടത്തിലാണ് ലങ്കയിൽ ചെന്നത്, ശ്രീരാമന്റെ കാര്യം നടത്തി മടങ്ങി വന്നത്. അതുപോലെ രാമന് പോകാൻ വേണ്ടി ആ പാലം പണിയാൻ വളരെയധികം ശ്രദ്ധാലുവായി പ്രവർത്തിച്ചതും ഹനുമാൻ സ്വാമിയാണ്. ഹനുമാന്റെ സാന്നിധ്യം കൊണ്ടാണ് ആ പ്രവൃത്തി വളരെ നന്നായി നടന്നത്. അതുകൊണ്ട് സാഗര താരകനുമാണ് ഹനുമാൻ സ്വാമി. സംസാരമാകുന്ന സാഗരത്തിൽ നിന്നും സാധാരണ ഭക്തരെ തരണം ചെയ്യിക്കുന്നവനാണ് എന്നുള്ളത് കൊണ്ടും സാഗര താരകനാണ്. അപ്പൊ അങ്ങനെയുള്ള ഹനുമാൻ സ്വാമി എന്നെ 4 ദിക്കിൽ നിന്നും രക്ഷിക്കട്ടെ എന്നാണ് ആദ്യത്തെ മന്ത്രത്തിൽ ചോദിക്കുന്നത്. അതായത് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, ഈ 4 ദിക്കിൽ നിന്നും 4 ഭാവത്തിലുള്ള ഹനുമാൻ സ്വാമിയെ സ്മരിച്ചുകൊണ്ട് രക്ഷ ചോദിക്കുകയാണ്. ഹനുമാൻ പൂർവതഃ പാതു ദക്ഷിണേ പവനാത്മജ പാതു പ്രതീച്യാമക്ഷഘ്ന സൗമ്യേ സാഗര താരക. അടുത്തത് രണ്ടാമത്തെ മന്ത്രമാണ്. ഊർധ്വം പാതു കപിശ്രേഷ്ഠ കേസരി പ്രിയനന്ദന അധസ്താദ് വിഷ്ണുഭക്തസ്തു പാതു മധ്യേ ച പാവനി. 4 ദിക്കിൽ നിന്നുമുള്ള രക്ഷ ചോദിച്ചതിന് ശേഷം മുകളിൽ നിന്നും താഴെയിൽ നിന്നുമുള്ള രക്ഷ ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ ആദ്യം പറയുന്നു ഊർധ്വം പാതു കപിശ്രേഷ്ഠ കേസരി പ്രിയനന്ദന. കേസരി എന്ന വാനരശ്രേഷ്ഠന്റെ പുത്രനായിട്ടാണ് ഹനുമാൻ സ്വാമി അവതരിച്ചത്. അതുകൊണ്ട് കേസരിക്ക് ഏറ്റവും പ്രിയമുള്ള പുത്രനാണ് അദ്ദേഹം. അതാണ് കേസരി പ്രിയനന്ദന. പോരാത്തതിന് കപിശ്രേഷ്ഠനാണ്. വാനരന്മാരിൽ വെച്ച് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ അത് ഹനുമാൻ സ്വാമി തന്നെയാണ്. മറ്റെല്ലാ വാനരന്മാർക്കും അദ്ദേഹം മാതൃകയാണ്. വാനരന്മാർക്ക് എത്താൻ പറ്റുന്ന പൂർണ്ണത അത് ഹനുമാൻ സ്വാമിയാണ്. അതുകൊണ്ട് അദ്ദേഹം കപിശ്രേഷ്ഠനാണ്. അങ്ങനെ കേസരി പ്രിയനന്ദനായ കപിശ്രേഷ്ഠനായ ഹനുമാൻ സ്വാമി ഊർധ്വം പാതു, എന്നെ മുകളിൽ നിന്നും രക്ഷിക്കട്ടെ. മുകൾ ഭാഗത്തിൽ നിന്നുമുള്ള രക്ഷ ആ ഭഗവാൻ എനിക്ക് പ്രദാനം ചെയ്യട്ടെ. അധസ്താദ് വിഷ്ണു ഭക്തസ്തു പാതു മധ്യേ ച പാവനി. താഴെ നിന്നും വിഷ്ണു ഭക്തനായ ഹനുമാൻ സ്വാമി എന്നെ രക്ഷിക്കട്ടെ. വിഷ്ണു ഭക്തൻ, വിഷ്ണു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ. ആ പരബ്രഹ്മമൂർത്തിയെ ഹനുമാൻ സ്വാമി രാമഭാവത്തിലാണ് സദാ ഉപാസിക്കുന്നത്. അതുകൊണ്ട് രാമഭക്തനായ വിഷ്ണുഭക്തനായ ഹനുമാൻ സ്വാമി താഴെ നിന്നും എന്നെ സദാ രക്ഷിക്കട്ടെ. മധ്യേ പാതു ച പാവനി. പാവനിയായ ഹനുമാൻ സ്വാമി മധ്യഭാഗത്ത്, ആദ്യം മുകളിൽ പറഞ്ഞു, പിന്നെ താഴെ പറഞ്ഞു, പിന്നെ അതിനിടയിലുള്ള ഭാഗത്ത് പാവനി എന്നെ രക്ഷിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പാവനി എന്നാൽ പവനന്റെ മകൻ എന്നൊരർത്ഥമുണ്ട്. എല്ലാവരെയും പവിത്രീകരിക്കുന്നവൻ എന്നൊരർത്ഥവുമുണ്ട്. ഈ 2 പ്രകാരത്തിലും പാവനിയായിരിക്കുന്ന ഹനുമാൻ സ്വാമി മധ്യത്തിൽ എന്നെ രക്ഷിക്കട്ടെ. ഇതാണ് രണ്ടാമത്തെ മന്ത്രം. അതായത് ഊർധ്വം പാതു കപിശ്രേഷ്ഠ കേസരി പ്രിയനന്ദന അധസ്താദ് വിഷ്ണു ഭക്തസ്തു പാതു മധ്യേ ച പാവനി. അടുത്തത് മൂന്നാമത്തെ മന്ത്രമാണ്. ലങ്കാ വിദാഹക പാതു സർവാപദ്ധ്യോ നിരന്തരം സുഗ്രീവ സചിവ പാതു മസ്തകം വായുനന്ദന. സർവ ആപദ്ഭ്യോ നിരന്തരം, എല്ലാ ആപത്തുകളിൽ നിന്നും നിരന്തരമായി പാതു രക്ഷിക്കട്ടെ. ആര്? ലങ്കാവിദാഹക, ലങ്കയെ ദഹിപ്പിച്ചിട്ടുള്ള ഹനുമാൻ സ്വാമി എല്ലാ ആപത്തുകളിൽ നിന്നും നിരന്തരം എന്നെ രക്ഷിക്കട്ടെ. നിരന്തരം എന്നെടുത്തു പറയുന്നത് കൊണ്ട് ആപത്ത് എപ്പോഴെപ്പോൾ വരുന്നുവോ അപ്പോഴപ്പോൾ അവതരിച്ച് ആ ആപത്തിനെ ഇല്ലാതെയാക്കുക എന്ന പ്രാർത്ഥനയാണ് ഇവിടെയുള്ളത്. സുഗ്രീവ സചിവ പാതു മസ്തകം വായുനന്ദന. വായുവിന്റെ മകനായിരിക്കുന്നവൻ വായുനന്ദനൻ. ആ വായുനന്ദനായ സുഗ്രീവ സചിവ, സുഗ്രീവന്റെ അമാത്യനായിരിക്കുന്നവൻ. ഭഗവാൻ സുഗ്രീവന്റെ അമാത്യഭാവത്തിലാണ് സുഗ്രീവനോടൊപ്പം ഇരുന്നത്. അദ്ദേഹത്തിന്റെ മന്ത്രിയായിട്ടാണ് ഇരുന്നത്. അതുകൊണ്ട് സുഗ്രീവ സചിവനാണ്. അപ്പൊ വായുവിന്റെ മകനാണ്, സുഗ്രീവന്റെ സചിവനുമാണ്. അങ്ങനെയിരിക്കുന്ന അദ്ദേഹം എന്റെ മസ്തകത്തെ രക്ഷിക്കട്ടെ.
ഇതാണ് മൂന്നാമത്തെ മന്ത്രം. ലങ്കാവിദാഹകഃ പാതു സർവാപദ്ഭ്യോ നിരന്തരം സുഗ്രീവ സചിവഃ പാതു മസ്തകം വായുനന്ദനഃ. ഭാലം പാതു മഹാവീരോ ഭ്രുവോർമധ്യേ നിരന്തരം നേത്രേ ഛായാപഹാരീ ച പാതു നഃ പ്ലവകേശ്വരഃ. നാലാമത്തെ മന്ത്രമാണിത്. ഭാലം പാതു മഹാവീരോ ഭ്രുവോർമധ്യേ നിരന്തരം. മഹാവീരൻ എന്നെ രക്ഷിക്കട്ടെ. മഹാവീരൻ എവിടെയാണ് ഇരിക്കുന്നത്? ഭ്രുവോർ മധ്യേ, രണ്ട് പുരികങ്ങളും കൂട്ടിമുട്ടുന്ന ഇടം, ഭ്രൂമധ്യത്തിൽ, അതായത് ആജ്ഞാചക്രത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന, കാരണം ഇത് മനസ്സിന്റെ സ്ഥാനമാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന മഹാവീരനായിട്ടുള്ള, ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നവനാണ് ഹനുമാൻ സ്വാമി. അതുകൊണ്ട് മഹാവീരനാണ്. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമി ആ ഭ്രുവോർ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് നിരന്തരം ഭാലം പാത്തു, എൻ്റെ നെറ്റിയെ നിരന്തരം രക്ഷിക്കട്ടെ. നേത്രേ ഛായാപഹാരീ ച പാതു നഃ പ്ലവകേശ്വര. പ്ലവകം എന്നാൽ വാനരൻ, പ്ലവകന്മാരുടെ ഈശ്വരൻ ഹനുമാൻ സ്വാമി, പ്ലവകേശ്വരൻ. അങ്ങനെ പ്ലവകേശ്വരനും ഛായാപഹാരിയും ആയിരിക്കുന്നവൻ. ഛായയെ അപഹരിക്കുന്നവളുടെ അരിയായിരിക്കുന്നവൻ ഛായാപഹാരി. ഛായയെ അപഹരിക്കുന്നതാരാ? അത് സിംഹികയാണ്. അതായത് ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് ചാടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നിഴലിനെ പിടിച്ച് അദ്ദേഹത്തെ നിർത്താൻ ശ്രമിച്ച ഒരു രാക്ഷസിയാണ് സിംഹിക. അവളെയാണ് ഛായാപഹ എന്നിവിടെ വിളിക്കുന്നത്. അവളുടെ ശത്രുവായിരിക്കുന്നവൻ ഛായാപഹാരി, കാരണം അവളെ ഭഗവാൻ വധിച്ചു. അപ്പോൾ അങ്ങനെ അവളെ വധിച്ചിട്ടുള്ള പ്ലവകേശ്വരനായ ഹനുമാൻ സ്വാമി നേത്രേന പാതു, ഞങ്ങളുടെ കണ്ണുകളെ രക്ഷിക്കട്ടെ. രണ്ട് കണ്ണിനെയും ഹനുമാൻ സ്വാമി ഈ ഭാവത്തിൽ രക്ഷിക്കട്ടെ എന്നിവിടെ നാലാമത്തെ മന്ത്രത്തിൽ ചോദിക്കുന്നു. ഭാലം പാതു മഹാവീരോ ഭ്രുവോർ മധ്യേ നിരന്തരം നേത്രേ ഛായാപഹാരീ ച പാതു നഃ പ്ലവകേശ്വര. അടുത്തത് അഞ്ചാമത്തെ മന്ത്രമാണ്. കപോലൗ കർണമൂലേ ച പാതു ശ്രീരാമ കിങ്കര നാസാഗ്രമഞ്ജനാസൂനു പാതു വക്രം ഹരീശ്വര. കപോലം അതായത് കവിൾത്തടം, കർണമൂലം ചെവിയുടെ അറ്റം, ഈ രണ്ട് ഭാഗങ്ങളെയും ശ്രീരാമ കിങ്കരൻ രക്ഷിക്കട്ടെ. കിങ്കരൻ എന്നാൽ കിങ് കരോമി എന്ന് സദാ ചോദിച്ചുകൊണ്ടിരിക്കുന്നവൻ. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് സദാ പ്രഭുവിനോട് ചോദിച്ചിരിക്കുന്ന സേവകൻ, ദാസനാണ് കിങ്കരൻ. ശ്രീരാമന്റെ കിങ്കരനാണ് ഹനുമാൻ സ്വാമി. രാമന്റെ കാര്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ജീവിക്കുന്നത്. അതുകൊണ്ട് ശ്രീരാമ കിങ്കരനായ ഹനുമാൻ സ്വാമി ഞങ്ങളുടെ കവിൾത്തടങ്ങളെയും കർണമൂലത്തെയും രക്ഷിക്കട്ടെ. നാസാഗ്രമഞ്ജനാസൂനു പാതു വക്രം ഹരീശ്വര. നാസത്തിന്റെ അഗ്രം, നാസം എന്നാൽ മൂക്ക്, മൂക്കിന്റെ അഗ്രഭാഗത്തെ അഞ്ജനയുടെ മകനായ ഹനുമാൻ സ്വാമി രക്ഷിക്കട്ടെ. കേസരിയാണ് അച്ഛൻ, അഞ്ജനയാണ് അമ്മ. ഇവര് രണ്ടുപേരുടെയും മകനായിട്ടാണ്, കപീശ്വരനായിട്ടാണ് ഹനുമാൻ സ്വാമി ജനിച്ചത്. അതുകൊണ്ട് അഞ്ജനയുടെ മകനായിരിക്കുന്ന ഹനുമാൻ സ്വാമി മൂക്കിന്റെ അറ്റത്തെ രക്ഷിക്കട്ടെ. പാതു വക്രം ഹരീശ്വര. ഹരി ശബ്ദത്തിന് വാനരൻ എന്നർത്ഥം. അപ്പോൾ വാനരന്റെ ഈശ്വരനായിരിക്കുന്നവൻ ഹരീശ്വരൻ. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമി എൻ്റെ വക്രത്തെ രക്ഷിക്കട്ടെ, എൻ്റെ വായയെ രക്ഷിക്കട്ടെ. ഹരി ശബ്ദത്തിന് ഹരിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. അപ്പൊ എല്ലാ പാപങ്ങളെയും ഹരിക്കുന്നവർ ഹരികൾ. അങ്ങനെയുള്ള പാപങ്ങളെ ഹരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായവൻ ഹരീശ്വരൻ. അതുകൊണ്ട് അദ്ദേഹം എൻ്റെ വക്രത്തെ സംരക്ഷിക്കട്ടെ. അങ്ങനെ ഹരീശ്വരനായിരിക്കുന്ന ഹനുമാൻ സ്വാമി എൻ്റെ വക്രത്തെ സംരക്ഷിക്കട്ടെ എന്നിവിടെ യാചിക്കുന്നു. ഇതാണ് അഞ്ചാമത്തെ മന്ത്രം. കപോലൗ കർണമൂലേ ച പാതു ശ്രീരാമ കിങ്കര നാസാഗ്രമഞ്ജനാസൂനു പാതു വക്രം ഹരീശ്വര. അടുത്തത് ആറാമത്തെ മന്ത്രമാണ്. പാതു കണ്ഠേ തു ദൈത്യാരി സ്കന്ധൗ പാതു സുരാരിജിത് ഭുജൗ പാതു മഹാതേജ കരൗ ച ചരണായുധ. ദൈത്യന്മാരുടെ അരിയായിരിക്കുന്നവൻ, ശത്രുവായിരിക്കുന്നവൻ ദൈത്യാരി. അങ്ങനെ ദൈത്യാരി ആയിരിക്കുന്ന ഹനുമാൻ സ്വാമി പാതു കണ്ഠേതു, എൻ്റെ കണ്ഠത്തെ രക്ഷിക്കട്ടെ. സ്കന്ധൗ പാതു സുരാരിജിത്, സുരന്മാരുടെ അരി, ശത്രുവാരോ അവൻ സുരാരി. ആ സുരാരിയെ ജയിച്ചവനാരോ, യുദ്ധത്തിൽ തോൽപ്പിച്ചവനാരോ അവൻ സുരാരിജിത്ത്. അപ്പോൾ അസുരന്മാരെ ജയിക്കുന്നവനാണ്, അസുരന്മാരെ വധിക്കുന്നവനാണ് ഹനുമാൻ സ്വാമി. അതുകൊണ്ട് അദ്ദേഹം സുരാരിജിത്താണ്. ആ സുരാരിജിത്തായിരിക്കുന്ന ഹനുമാൻ സ്വാമി എൻ്റെ സ്കന്ധങ്ങളെ രക്ഷിക്കട്ടെ. സ്കന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ തോളുകൾ. രണ്ട് തോളിനെയും ഹനുമാൻ സ്വാമി സുരാരിജിത്ത് എന്ന ഭാവത്തിൽ രക്ഷിക്കട്ടെ. ഭുജൗ പാതു മഹാതേജ കരൗ ച ചരണായുധ.
എൻ്റെ 2 ഭുജങ്ങളെയും മഹാതേജസ്വിയായിരിക്കുന്ന ഹനുമാൻ സ്വാമി രക്ഷിക്കട്ടെ. തേജസ്സിന്റെ ഉറവിടം തന്നെ എന്ന് വിശേഷിപ്പിക്കാവുന്ന തേജസ്സോടൊത്തവനാണ് മഹാതേജ. അങ്ങനെ ഇരിക്കുന്ന ഹനുമാൻ സ്വാമി എൻ്റെ 2 ഭുജങ്ങളെയും രക്ഷിക്കട്ടെ. അതുപോലെ എൻ്റെ കരങ്ങൾ എന്ന് പറയുമ്പോൾ കൈപ്പത്തി, അപ്പൊ എൻ്റെ 2 കൈപ്പത്തികളെയും ചരണായുധൻ രക്ഷിക്കട്ടെ. ചരണത്തെ ആയുധമാക്കിയവൻ ചരണായുധൻ. ഹനുമാൻ സ്വാമിക്ക് ബാഹ്യമായ അസ്ത്രങ്ങളോ ശസ്ത്രങ്ങളോ ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ അംഗം തന്നെ അതിന് പര്യാപ്തമാണ്. അതുകൊണ്ട് തൻ്റെ ശരീരത്തിലെ ഓരോ അംഗത്തെയും അദ്ദേഹം ആയുധമായിട്ട് ഉപയോഗിക്കുന്നു. വജ്രസമാനമായ ദേഹത്തോടൊത്തവൻ, ബജരംഗ ബലി എന്ന് ഹിന്ദിയിൽ പറയും. അങ്ങനെ അദ്ദേഹത്തെ വിളിക്കാൻ കാരണം വജ്രസമാനമായ ദേഹമാണ്, അത്രയും കാഠിന്യമാണ് ദേഹത്തിൽ. അപ്പൊ ദേഹത്തിലെ ഓരോ അംഗങ്ങളും ആയുധങ്ങളാണ്. അതുകൊണ്ട് തുടർന്നുള്ള നാമങ്ങളിലും ഇങ്ങനെ ഓരോ അംഗത്തെ ആയുധമാക്കിയവൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ചരണത്തെ ആയുധമാക്കിയവനാണ് ഹനുമാൻ സ്വാമി. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമി എൻ്റെ കൈപ്പത്തികളെ രക്ഷിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ചരണത്തെ ആയുധമാക്കിയവനെ കൈപ്പത്തി എന്ന് പറയുമ്പോൾ ആ കൈ കൊണ്ട് ഞാൻ അങ്ങയുടെ ചരണത്തെ സ്പർശിച്ച് അനുഗ്രഹം നേടുന്നു എന്ന ധ്വനിയും ഉണ്ട്. ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന ധ്വനിയുമുണ്ട്. അതുകൊണ്ട് കരൗച ചരണായുധ എന്നിവിടെ പറയുന്നു. ഇതാണ് 6ാമത്തെ മന്ത്രം. അതായത് പാതു കണ്ഠേതു ദൈത്യാരി, സ്കന്ധൗ പാതു സുരാരിജിത്, ഭുജൗ പാതു മഹാതേജ, കരൗച ചരണായുധ. അടുത്തത് 7ാമത്തെ മന്ത്രമാണ്. നഖാൻ നഖായുധ പാതു, കുക്ഷൗ പാതു കപീശ്വര, വക്ഷോ മുദ്രാപഹാരി ച പാതു പാർശ്വേ ഭുജായുധ. എൻ്റെ നഖങ്ങളെ നഖായുധൻ രക്ഷിക്കട്ടെ. നഖത്തെ ആയുധമാക്കിയവൻ, നേരത്തെ പറഞ്ഞു ശരീരത്തിലെ ഓരോ അംഗങ്ങളെയും ആയുധമാക്കിയിട്ടുള്ളവനാണ്. അദ്ദേഹത്തിന് അത്രയും ബലമുണ്ട്. അതുകൊണ്ട് മറ്റൊരായുധം ധരിക്കേണ്ട ആവശ്യം പോലും പലപ്പോഴും വരാറില്ല. അപ്പോൾ നഖത്തെ ആയുധമാക്കിയിട്ടുള്ള ഹനുമാൻ സ്വാമി എൻ്റെ നഖങ്ങളെ രക്ഷിക്കട്ടെ. കുക്ഷ ഉപാതു കപീശ്വര, കപികൾക്ക് ഈശ്വരനായിരിക്കുന്ന, കപികളെ മുഴുവൻ ഭരിക്കുന്ന, കപികൾക്ക് മാതൃകയായിരിക്കുന്ന കപീശ്വരനായ ഹനുമാൻ സ്വാമി എൻ്റെ കുക്ഷത്തെ, എൻ്റെ കുക്ഷിയെ, അതായത് എൻ്റെ വയറിനെ രക്ഷിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. വക്ഷോ മുദ്രാപഹാരീച പാതു. മുദ്രാപഹാരി എന്ന് പറഞ്ഞാൽ ശ്രീരാമന്റെ മോതിരത്തെ സീതാദേവിക്ക് കൊണ്ടുപോയി കൊടുത്തു, അതാണ് മുദ്ര. ആ മുദ്രയെ ഒരിടത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക്, അതായത് ഒരാളുടെ അടുത്ത് നിന്ന് കൊണ്ടുപോയി മറ്റൊരാൾക്ക് കൊടുത്തത് കൊണ്ട് അദ്ദേഹം മുദ്രാപഹാരിയാണ്. ഭഗവാൻ ഉണ്ടെന്ന സൂചന ഭക്തന് നൽകുന്നവനാണ് അദ്ദേഹം. അതായത് ഗുരുതുല്യനാണ്. ഗുരുവാണ് ഭഗവാനിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ശ്രീരാമനെ അന്വേഷിക്കുന്ന എല്ലാവർക്കും ഒരേ ഒരു ഗുരു ഹനുമാൻ സ്വാമിയാണ്. ആ ഗുരുഭാവത്തിൽ ഇരിക്കുന്നവനായതുകൊണ്ട് മുദ്രാപഹാരി എന്ന് വിളിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അദ്ദേഹം എൻ്റെ വക്ഷസ്ഥലത്തെ, എൻ്റെ മാറിടത്തെ രക്ഷിക്കട്ടെ. പാർശ്വേ ഭുജായുധ, ഭുജത്തെ, ഭുജങ്ങളെ ആയുധമാക്കിയിട്ടുള്ളവൻ ഭുജായുധൻ. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമി എൻ്റെ 2 വശങ്ങളെയും സംരക്ഷിക്കട്ടെ. അതാണ് പാർശ്വേ എന്നിവിടെ പറയുന്നത്. ഇതാണ് 7ാമത്തെ മന്ത്രം. നഖാൻ നഖായുധ പാതു, കുക്ഷൗ പാതു കപീശ്വര, വക്ഷോ മുദ്രാപഹാരി ച പാതു പാർശ്വേ ഭുജായുധ. അടുത്തത് 7ാമത്തെ മന്ത്രമാണ്. ലങ്കാ നിഭർജന പാതു, പൃഷ്ഠദേശേ നിരന്തരം, നാഭിം ശ്രീരാമ ഭക്തസ്തു, കടിം പാത്വനിലാത്മജ. പൃഷ്ഠദേശത്തെ, എൻ്റെ പുറത്തെ ഭാഗത്തെ പൂർണ്ണമായും നിരന്തരം എല്ലായ്പ്പോഴും ലങ്കാ നിബർജന പാതു, ലങ്കയെ ദഹിപ്പിച്ചവനാണ് ലങ്കാ നിബർജന. അങ്ങനെ ലങ്കയെ ദഹിപ്പിച്ചിട്ടുള്ള ഹനുമാൻ സ്വാമി എൻ്റെ പൃഷ്ഠഭാഗത്തെ നിരന്തരം രക്ഷിക്കട്ടെ, എൻ്റെ പിൻഭാഗത്തെ നിരന്തരം രക്ഷിക്കട്ടെ. ശത്രുക്കൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ചെന്ന് അവരെ ഉന്മൂലനം ചെയ്യുന്നവനാണ് ഭഗവാൻ എന്ന് സൂചിപ്പിക്കാനാണ് ലങ്കാ നിവർജന എന്ന് പറയുന്നത്. രാവണൻ മറ്റുള്ളവരിൽ നിന്നും തട്ടിയെടുത്തതാണ് ലങ്ക, അത് തൻ്റേതാക്കി വെച്ചതാണ്. അവിടെ അദ്ദേഹം അധർമ്മത്തിനെയാണ് പോഷിപ്പിച്ചത്. അതുകൊണ്ട് അവിടെ ചെന്ന് ആ ധാമത്തെ നശിപ്പിച്ചു. അതുകൊണ്ട് ശത്രുക്കളെ ഇല്ലാതെയാക്കുന്നവനാണ്, ദുഷ്ടതകളെ ഇല്ലാതെയാക്കുന്നവനാണ്, ദുഷ്ടതകളെ വേരോടെ ഇല്ലാതെയാക്കുന്നവനാണ് എന്നെല്ലാം സൂചിപ്പിക്കാൻ ലങ്കാ നിവർജന എന്ന പ്രയോഗം ഇവിടെ നടത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാൻ പുറം ഭാഗത്തിൽ നിന്നും, അതായത് പിൻഭാഗത്തിൽ നിന്നുമുള്ള രക്ഷയെ എനിക്ക് നിരന്തരം നൽകട്ടെ. നാഭിം ശ്രീരാമ ഭക്തസ്തു, എൻ്റെ നാഭിയെ ശ്രീരാമഭക്തനായ ഹനുമാൻ സ്വാമി രക്ഷിക്കട്ടെ. കടിം പാത്തു അനിലാത്മജ, അനിലൻ എന്നാൽ വായു, വായുവിൻ്റെ മകനാണ് അനിലാത്മജൻ. ആ വായുവിൻ്റെ മകനായിരിക്കുന്ന ഹനുമാൻ സ്വാമി എൻ്റെ കടിപ്രദേശത്തെ, കടി എന്നാൽ ഇടുപ്പ്, അപ്പൊ എൻ്റെ ഇടുപ്പിനെ
വായുപുത്രനായ ഹനുമാൻ സ്വാമി രക്ഷിക്കട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഇതാണ് 8ാമത്തെ മന്ത്രം. ലങ്കാ നിഭർജന പാതു പൃഷ്ഠദേശേ നിരന്തരം നാഭിം ശ്രീരാമ ഭക്തസ്തു കട്ടിം പാത്വനിലാത്മജ. അടുത്തത് 9ാമത്തെ മന്ത്രമാണ്. ഗുഹ്യം പാതു മഹാപ്രാജ്ഞ സഖിനി അതിഥിപ്രിയ ഊരൂച ജാനൂനി പാതു ലങ്കാ പ്രാസാദ ഭഞ്ജന. ഗുഹ്യം പാതു മഹാപ്രാജ്ഞ, എൻ്റെ ഗുഹ്യപ്രദേശത്തെ മഹാപ്രാജ്ഞനായ ഹനുമാൻ സ്വാമി. പ്രാജ്ഞൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനിയാണ്, നന്നായി അറിയുന്നവനാണ്. അങ്ങനെ അറിയുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ അറിവ് അറിഞ്ഞവൻ, അതായത് അവനവനെ തന്നെ അറിഞ്ഞവൻ, ബ്രഹ്മജ്ഞനായവൻ എന്നർത്ഥത്തിൽ മഹാപ്രാജ്ഞനാണ് ഹനുമാൻ സ്വാമി. അദ്ദേഹം എൻ്റെ ഗുഹ്യപ്രദേശത്തെ രക്ഷിക്കട്ടെ. സഖിനി അതിഥിപ്രിയ, അതിഥികളോട് പ്രിയമുള്ളവൻ അതിഥിപ്രിയൻ. അതിഥികൾക്ക് ആരാണോ പ്രിയമായിട്ടുള്ളവൻ അവനും അതിഥിപ്രിയൻ. ഇവിടെ അതിഥി എന്ന ശബ്ദത്തിന് ഗസ്റ്റ് എന്ന് സാമാന്യം അർത്ഥമെടുക്കാം. അപ്പോൾ വിരുന്നുകാരോട് പ്രിയമുള്ളവൻ, തൻ്റെ അടുത്തേക്ക് വരുന്ന എല്ലാവരെയും അദ്ദേഹം സഹായിക്കുന്നു. അപ്പോൾ ഭക്തരെ മുഴുവൻ അതിഥികളായിട്ട് കണ്ടാൽ അവരെ എല്ലാം സഹായിക്കാൻ സന്തോഷിച്ചിരിക്കുന്നവനാണ്. അവർ വരുന്നതിൽ ഭഗവാന് വളരെ സന്തോഷമാണ്. അങ്ങനെയുള്ള തേജസ്സോടൊത്തവനാണ് ഹനുമാൻ സ്വാമി. അതുകൊണ്ട് അദ്ദേഹം അതിഥിപ്രിയനാണ്. ആ അതിഥിപ്രിയൻ സക്തിനിയെ രക്ഷിക്കട്ടെ. സക്തിനി എന്നാൽ അസ്ഥി. അപ്പൊ എൻ്റെ അസ്ഥികളെ ആ ഭഗവാൻ രക്ഷിക്കട്ടെ. അതിഥി എന്ന ശബ്ദത്തിന് തിഥി ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ മുഴുവൻ എടുക്കാം, മർത്യന്മാരെ മുഴുവൻ എടുക്കാം. എപ്പോഴാണ് നമുക്ക് മരണമുള്ളതെന്ന് നമുക്ക് വ്യക്തമല്ല. ആ കാര്യത്തിൽ വ്യക്തതയില്ലാത്തവൻ അതിഥി. അങ്ങനെയുള്ളവരോട് പ്രിയമുള്ളവൻ, അവർക്ക് മോക്ഷത്തെ നൽകാൻ വേണ്ടി ജാഗരൂകനായിരിക്കുന്നവനായതുകൊണ്ട് അതിഥിപ്രിയനാണ് ഭഗവാൻ ഹനുമാൻ സ്വാമി. ആ ഹനുമാൻ സ്വാമി എൻ്റെ അസ്ഥികളെ സക്തിനിയെ രക്ഷിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. ഊരൂച ജാനുനി പാതു ലങ്കാ പ്രാസാദ ഭഞ്ജന. പ്രാസാദം എന്നാൽ കൊട്ടാരം. ലങ്കയിലുള്ള കൊട്ടാരങ്ങളെ മുഴുവൻ നശിപ്പിച്ചവനാണ് ലങ്കാ പ്രാസാദ ഭഞ്ജനൻ. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമി എൻ്റെ ഊരുവിനെയും ജാനുവിനെയും രക്ഷിക്കട്ടെ. ഊരു എന്നാൽ തുട, ജാനു എന്നാൽ മുട്ട്. അപ്പൊ തുടകളെയും മുട്ടുകളെയും കാൽമുട്ടുകളെയും ലങ്കാ പ്രാസാദ ഭഞ്ജനൻ രക്ഷിക്കട്ടെ എന്നിവിടെ 9ാമത്തെ മന്ത്രത്തിൽ പ്രാർത്ഥിക്കുന്നു. ഗുഹ്യം പാതു മഹാപ്രാജ്ഞ സഖിനി അതിഥിപ്രിയ ഊരൂച ജാനൂനി പാതു ലങ്കാ പ്രാസാദ ഭഞ്ജന. അടുത്തത് 10ാമത്തെ മന്ത്രമാണ്. ജംഘേ പാതു കപിശ്രേഷ്ഠോ ഗുൽഫൗ പാതു മഹാബല അചലോദ്ധാരകഃ പാതു പാദൗ ഭാസ്കര സന്നിഭ. ജംഘേ പാതു കപിശ്രേഷ്ഠോ, എൻ്റെ ജംഘാ പ്രദേശത്തെ കപിശ്രേഷ്ഠൻ രക്ഷിക്കട്ടെ. ജംഘ എന്നാൽ കാൽവണ്ണ. അപ്പൊ എൻ്റെ കാൽവണ്ണയെ കപികളിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ഹനുമാൻ സ്വാമി രക്ഷിക്കട്ടെ. ഗുൽഫൗ പാതു മഹാബല, മഹാബലവാനായിരിക്കുന്ന ഹനുമാൻ സ്വാമി എൻ്റെ ഗുൽഫത്തെ, ഗുൽഫം എന്നാൽ കണങ്കാലാണ്, നെരിയാണി, അങ്ങനെ എൻ്റെ 2 ഗുൽഫങ്ങളെയും ആ ഹനുമാൻ സ്വാമി, മഹാബലവാനായ ഹനുമാൻ സ്വാമി രക്ഷിക്കട്ടെ. അചലോദ്ധാരക പാതു പാദൗ ഭാസ്കര സന്നിഭ. അചലം എന്നാൽ പർവ്വതം. പർവ്വതത്തെ പൊക്കിയവനാരോ അവൻ അചലോദ്ധാരകൻ. അതുപോലെ ഭാസ്കര സന്നിഭനാണ്. ഭാസ്കരൻ എന്നാൽ സൂര്യൻ. സൂര്യനെ പോലെ ശോഭിക്കുന്നവനാണ് ഭാസ്കര സന്നിഭൻ. അപ്പൊ പർവ്വതത്തെ പൊക്കിയവനാണ്, അത്രയും ബലമുള്ളവൻ. അതുകൊണ്ടാണ് മഹാബല എന്നതിന് മുമ്പിൽ വിളിച്ചത്. അപ്പൊ അത്രയും പർവ്വതത്തെ പൊക്കാൻ മാത്രമുള്ള ബലമുള്ളവൻ ആ ഭാസ്കര സന്നിഭനായ ഹനുമാൻ സ്വാമി എൻ്റെ കാലുകളെ രക്ഷിക്കട്ടെ. എൻ്റെ ശരീരത്തെ മുഴുവൻ നിലനിർത്തുന്നത് ഈ കാലുകളാണ്. അപ്പൊ കാലാണ് ഇതിന്റെ അടിത്തറ. അപ്പൊ കാലുകൾക്ക് അത്രയും ബലം വേണം. അതുകൊണ്ടാണ് പർവ്വതത്തെ പൊക്കുന്നവനെ മഹാബലവാനെ എന്നൊക്കെ ഇവിടെ വിളിക്കുന്നത്. അപ്പൊ അത്രയും തേജസ്സുള്ള ആ അങ്ങ് എൻ്റെ പാദങ്ങളെ രക്ഷിച്ചാലും എന്നിവിടെ പ്രാർത്ഥിക്കുന്നു. ഇതാണ് 10ാമത്തെ മന്ത്രം. അതായത് ജംഘേ പാതു കപിശ്രേഷ്ഠോ ഗുൽഫൗ പാതു മഹാബല അചലോദ്ധാരകഃ പാതു പാദൗ ഭാസ്കര സന്നിഭ. അടുത്തത് 11ാമത്തെ മന്ത്രമാണ്. അംഗാനി പാതു സത്വാഢ്യ പാതു പാദാംഗുലി സദാ മുഖാംഗാനി മഹാശൂര പാതു രോമാനി ചാത്മവാൻ. അംഗാനി പാതു സത്വാഢ്യ, എൻ്റെ എല്ലാ അംഗങ്ങളെയും, ആഢ്യൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ, സത്വഗുണപ്രധാനനായിട്ടുള്ള ശ്രേഷ്ഠനാണ് സത്വാഢ്യൻ എന്ന് ഒരർത്ഥം. സത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാം ഉൾപ്പെടും, അതായത് ഭൂതങ്ങൾ, സർവഭൂതങ്ങളും ഉൾപ്പെടും. അതിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ സത്വാഢ്യൻ. ഇങ്ങനെ 2 അർത്ഥത്തിലും സത്വാഢ്യനായിരിക്കുന്ന ഹനുമാൻ സ്വാമി എൻ്റെ എല്ലാ അംഗങ്ങളെയും രക്ഷിക്കട്ടെ. അത് കഴിഞ്ഞ് പറയുന്നു പാതു പാദാംഗുലി സദാ. എല്ലാ അംഗങ്ങളെയും രക്ഷിച്ചാൽ പോരാ, എൻ്റെ
കാലിലുള്ള വിരലുകളെ പ്രത്യേകിച്ചും രക്ഷിക്കണം. എല്ലാ അംഗങ്ങളോടുമുള്ള രക്ഷയും ചോദിച്ചു, പ്രത്യേകിച്ച് കാലിലുള്ള വിരലുകളുടെ രക്ഷ. അതാണ് പാദാങ്കുലി സദാ പാതു എന്നിവിടെ പറയുന്നത്. മുഖാംഗാനി മഹാശൂര പാതു രോമാനി ചാത്മവാൻ. മഹാശൂരനായിരിക്കുന്നവൻ, യുദ്ധത്തിൽ ഒരിക്കലും പിന്തിരിയാത്തവൻ. ആയുധം പോലും ഭഗവാൻ ആവശ്യമില്ല. ഭഗവാൻ യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ കയ്യും കാലും ഉപയോഗിച്ച് തന്നെ ശത്രു സൈന്യത്തെ മുഴുവൻ ഇല്ലാതെയാക്കും. അത്രയും ശക്തിയുള്ള ദേഹത്തോടൊത്ത മഹാബലിയാണ്. ആ മഹാശൂരനായ ഹനുമാൻ സ്വാമി എൻ്റെ മുഖത്തിലുള്ള അംഗങ്ങളെ രക്ഷിക്കട്ടെ. മുഖത്തിലുള്ള അംഗങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം കണ്ണും ചെവിയും മൂക്കും എല്ലാം പെട്ടു. അപ്പൊ ആദ്യം എല്ലാ അംഗങ്ങളെയും പൊതുവെ പറഞ്ഞു, പിന്നെ വിശേഷപ്പെട്ടിട്ട് 1-2 അംഗങ്ങൾ എടുത്തു പറയുകയാണ്. അതൊന്ന് കാലിലെ വിരലുകൾ പറഞ്ഞു, പിന്നെ ഒന്ന് മുഖത്തിലുള്ള അംഗങ്ങൾ. മഹാശൂരനായ അദ്ദേഹം രക്ഷിക്കട്ടെ. രോമാനി ചാത്മവാൻ പാതു. ആത്മവാൻ, ആത്മാവായിരിക്കുന്നവൻ. ആത്മാവുള്ളവൻ ആത്മവാൻ. ഭഗവാനാണ് എല്ലാവരുടെയും ആത്മാവായിരിക്കുന്നത്. അതുകൊണ്ട് ഹനുമാൻ സ്വാമി ആത്മവാനാണ്. സദാ ആത്മബോധത്തിൽ ഇരിക്കുന്നവനാണ്. അതുകൊണ്ടും ഹനുമാൻ സ്വാമി ആത്മവാനാണ്. അപ്പൊ അങ്ങനെ ആത്മവാനായിരിക്കുന്ന ഹനുമാൻ സ്വാമി എൻ്റെ രോമങ്ങളെ രക്ഷിക്കട്ടെ. അതാണ് രോമാനി ചാത്മവാൻ പാതു. ആത്മസ്വരൂപത്തിൽ എല്ലാവരുടെയും ഉള്ളിൽ പ്രകാശിക്കുന്നത് രാമനാണ്. രാമന്റെ ദാസനാണ്, രാമന്റെ ഭക്തനാണെന്നൊക്കെ പറഞ്ഞു. രാമനെയാണ് ഭഗവാൻ സദാ ധ്യാനിക്കുന്നത്. അതുകൊണ്ടും ആത്മവാനാണ്. അംഗാനി പാതു സത്വാഢ്യ പാതു പാദാങ്കുലി സദാ മുഖാംഗാനി മഹാശൂര പാതു രോമാനി ചാത്മവാൻ. ഇതാണ് 11ാമത്തെ മന്ത്രം. അടുത്തത് 12ാമത്തെ മന്ത്രമാണ്. ദിവാരാത്രൗ ത്രിലോകേഷു സദാഗതി സുതോവതു സ്ഥിതം വ്രജന്തം ആസീനം പിബന്തം ജക്ഷതം കപിഃ. ദിവാരാത്രൗ ത്രിലോകേഷു, കാലത്തും രാത്രിയിലും, അതുപോലെ 3 ലോകങ്ങളിലും. ദിവാരാത്രൗ എന്നാൽ കാലത്തും പകലും രാത്രിയും. ത്രിലോകേഷു 3 ലോകങ്ങളിലും. സദാഗതി സുതോ അവതു. സദാഗതി എന്നുള്ളത് വായുവിന്റെ പര്യായമാണ്. അപ്പൊ സുതൻ മകൻ, വായുവിന്റെ പുത്രനായിരിക്കുന്ന ഹനുമാൻ സ്വാമി സദാഗതി സുതഃ അവതു രക്ഷിക്കട്ടെ. എപ്പോൾ? കാലത്തും രക്ഷിക്കട്ടെ, രാത്രിയും രക്ഷിക്കട്ടെ, 3 ലോകങ്ങളിലും രക്ഷിക്കട്ടെ. അതായത് താഴെയുള്ള ലോകങ്ങൾ, ഊർധ്വലോകങ്ങൾ, ഭൂലോകം, ഈ 3 ലോകത്തിലും എന്നെ രക്ഷിക്കട്ടെ. സ്ഥിതം വ്രജന്തം ആസീനം പിബന്തം ജക്ഷതം കപിഃ. സ്ഥിതം നിൽക്കുന്ന സമയത്ത്, വ്രജന്തം ചരിക്കുന്ന നടക്കുന്ന സമയത്ത്, ആസീനം ഇരിക്കുന്ന സമയത്ത്, പിബന്തം കുടിക്കുന്ന സമയത്ത്, ജക്ഷതം കഴിക്കുന്ന സമയത്ത്, ഇങ്ങനെ എല്ലാ സമയത്തിലും കപിയായിരിക്കുന്ന വാനരഭാവത്തിൽ പ്രകടനായിരിക്കുന്ന ഹനുമാൻ സ്വാമി മനസ്സിനെ പോലെയുള്ളവൻ. മനസ്സ് വളരെ ചഞ്ചലമാണ്. അപ്പൊ അത്രയും വേഗതയുള്ളവനായതുകൊണ്ടും കപിയാണ്. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമി, ആ സദാഗതി സുതനായ അദ്ദേഹം കാലത്തും രാത്രിയും 3 ലോകങ്ങളിലും എന്നെ രക്ഷിക്കട്ടെ. ഞാൻ ഏത് ഭാവത്തിലിരുന്നാലും, അതിപ്പോ നിൽക്കേ, നടക്കേ, ഇരിക്കേ, കിടക്കേ, ഭക്ഷണം കഴിക്കേ, കുടിക്കേ, എന്ത് ചെയ്യുന്ന സമയത്തും എനിക്ക് അങ്ങയുടെ രക്ഷയുണ്ടാവണേ എന്നാണ് ഈ 12ാമത്തെ മന്ത്രത്തിൽ പ്രാർത്ഥിക്കുന്നത്. ദിവാരാത്രൗ ത്രിലോകേഷു സദാഗതി സുതോവതു സ്ഥിതം വ്രജന്തമാസീനം പിബന്തം ജക്ഷതം കപിഃ. അടുത്തത് 13ാമത്തെ മന്ത്രമാണ്. ലോകോത്തര ഗുണശ്രീമാൻ പാതു ത്രയംബക സംഭവ പ്രമത്തമ പ്രമത്തം വാ ശയാനം ഗഹനേംബുനി. ലോകോത്തര ഗുണത്തോടു കൂടിയവൻ, ലോകോത്തര ഗുണ, ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗുണങ്ങൾ ഉള്ളവനാരോ അവനാണ് ലോകോത്തര ഗുണൻ. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഗുണം എന്ന് പറയുന്നത് അവനവനെ അറിയുന്നത് തന്നെയാണ്. അപ്പൊ അവനവനെ അറിഞ്ഞവനാണ് എന്നർത്ഥവും. ലോകത്തിൽ നമ്മൾ ആദരിക്കുന്ന ഗുണങ്ങൾ പലതുമുണ്ട്. ആ എല്ലാ ഗുണങ്ങളും തികഞ്ഞവനാണ്. സർവഗുണ സമ്പന്നനാണ് ഹനുമാൻ സ്വാമി. അതുകൊണ്ട് ലോകോത്തര ഗുണ എന്ന് വിളിച്ചിരിക്കുന്നു. ശ്രീമാനാണ്, ശ്രീ ഉള്ളവനാണ്, ഐശ്വര്യപൂർണനാണ് ഭഗവാൻ. ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ഐശ്വര്യവും ഉണ്ടാവും. ലോകോത്തര ഗുണ ശ്രീമാൻ പാതു രക്ഷിക്കട്ടെ. ത്രയംബക സംഭവ. ത്രയംബകൻ എന്നാൽ ശിവൻ, 3 കണ്ണുള്ളവൻ ശിവൻ. ശിവനിൽ നിന്നും ജനിച്ചവനാണ് ത്രയംബക സംഭവൻ. ഭഗവാൻ മഹാദേവന്റെ തേജസ്സിനെ വായു ഭഗവാൻ എടുത്തുകൊണ്ടുപോയി അഞ്ജനയുടെ ചെവിയിലൂടെ ഒഴുക്കി അഞ്ജനയുടെ ഗർഭത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അതിലുണ്ടായിരുന്ന കുട്ടിയിലേക്ക് ആ തേജസ് സംക്രമിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയായി ജനിച്ചു എന്നാണ് കഥ. അതുകൊണ്ട് അഞ്ജനയുടെയും അതുപോലെ കേസരിയുടെയും മകനാണ് അദ്ദേഹം. വായുവിൻ്റെയും മകനാണ്, മഹാദേവന്റെയും മകനാണ്. കാരണം മഹാദേവന്റെ തേജസ്സാണ്
ആ ചൈതന്യമായിട്ട്, ആ രൂപമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഇവരുടെ എല്ലാവരുടെയും മകനാണ്. അപ്പൊ ഇവിടെ ത്രയംബക സംഭവ എന്ന് പറഞ്ഞാൽ ആ മഹാദേവന്റെ അംശം തന്നെ ആയിരിക്കുന്ന ഹനുമാൻ സ്വാമി എന്നെ രക്ഷിക്കട്ടെ. പ്രമത്തം അപ്രമത്തം വാ. പ്രമത്തം എന്ന് പറഞ്ഞാൽ ബോധമില്ലാതെ ബോധത്തോടു കൂടി ഇരിക്കുന്ന അവസ്ഥയും ബോധമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയും. ഇതിപ്പോ സാമാന്യ അർത്ഥത്തിൽ എടുക്കാം. ബോധത്തോടെ ഇരിക്കുക, ഉണർന്നിരിക്കുക, ബോധമില്ലാതെ ഉറങ്ങുക. അതല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധമാകുന്ന സമയത്ത് ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകാത്ത വിധം കലുഷിതമായിരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുന്നതിനെയും നമുക്കിവിടെ പ്രമത്തം അപ്രമത്തം എന്ന പ്രയോഗം കണ്ടു. അപ്പൊ നല്ല തെളിമയുള്ള സമയവും തെളിമയില്ലാത്ത സമയമെന്നും ബോധമുള്ള സമയവും ബോധമില്ലാത്ത സമയത്തും ശയാനം കിടക്കുമ്പോൾ. അപ്പൊ ഞാൻ ബോധമില്ലാതെ കിടക്കുകയാണെങ്കിലും ബോധത്തോടു കൂടിയാണെങ്കിലും ഗഹനെ അമ്പുനി, വെള്ളത്തിന്റെ ഉള്ളിൽ, ഗഹനമായ വെള്ളത്തിന്റെ ഉള്ളിലുള്ള സമയത്താണെങ്കിലും, അപ്പൊ ഞാൻ നദിയിലോ കുളത്തിലോ അല്ലെങ്കിൽ കടലിലോ അങ്ങനെ ഏതെങ്കിലും ജലപ്രദേശത്താണെങ്കിലും കിടക്കുകയാണെങ്കിലും ബോധത്തോടെയാണെങ്കിലും ബോധമില്ലാതെയാണെങ്കിലും ഇങ്ങനെ എല്ലാ ഭാവത്തിലും ഇരിക്കുന്ന എന്നെ ലോകോത്തര ഗുണനായ ശ്രീമാനായ ത്രയംബക സംഭവനായ ഹനുമാൻ സ്വാമി രക്ഷിക്കട്ടെ, പാതു എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഇതാണ് 13ാമത്തെ മന്ത്രം. ലോകോത്തര ഗുണ ശ്രീമാൻ പാതു ത്രയംബക സംഭവ പ്രമത്തമ പ്രമത്തം വാ ശയാനം ഗഹനേംബുനി. അടുത്തത് 14ാമത്തെ മന്ത്രമാണ്. സ്ഥലേന്തരീക്ഷേ ഹ്യഗ്നൗ വാ പർവ്വതേ സാഗരേ ദ്രുമേ സംഗ്രാമേ സങ്കടേ ഘോരേ വിരാട് രൂപധരോവതു. സ്ഥലേ, സ്ഥലത്തിൽ, അതായത് ഭൂമിയിൽ, അന്തരീക്ഷേ, അന്തരീക്ഷത്തിൽ, അഗ്നൗ, അഗ്നിയിൽ, പർവ്വതേ, പർവ്വതങ്ങളിൽ, സാഗരേ, സാഗരത്തിൽ, ദ്രുമേ, വൃക്ഷങ്ങളിൽ, സംഗ്രാമേ, യുദ്ധഭൂമിയിൽ, സങ്കടേ, സങ്കടങ്ങളിൽ, നമ്മൾ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നതാണ് സങ്കടം. ഘോരെ, ഘോരമായിട്ടുള്ള സങ്കടേ, ഘോരമായ സങ്കടങ്ങളിൽ, അത് അല്ലെങ്കിൽ എതിർക്കാൻ പറ്റാത്ത അവസരങ്ങളെല്ലാം ഘോരങ്ങൾ, അങ്ങനത്തെ ഉള്ള സന്ദർഭങ്ങളിൽ വിരാട് രൂപധരോ അവതു, വിരാട്ടായ രൂപത്തെ ധരിച്ചവൻ എന്നെ രക്ഷിക്കട്ടെ. വിരാട് എന്ന രൂപത്തിന് പ്രപഞ്ചം മുഴുവനായിരിക്കുന്നവൻ എന്ന അർത്ഥമുണ്ട്, വലിയ ആകാരത്തോടൊത്തവൻ എന്ന അർത്ഥവുമുണ്ട്. ഹനുമാൻ സ്വാമിക്ക് തന്റെ ആകാരത്തെ വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കും. ആ സിദ്ധി ഉള്ളവനാണ്. ലങ്കയിൽ പോകുന്ന സമയത്ത് ചെറുതാവുകയും വലുതാവുകയും എല്ലാം ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പൊ വിരാട് രൂപൻ എന്ന ആ അർത്ഥത്തിൽ വിളിക്കാം. അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ ആകാരമായിരിക്കുന്നവൻ വിരാട് രൂപൻ. ആ ഭാവത്തിൽ ഇരിക്കുന്ന അങ്ങ്, ആ വിരാട് രൂപത്തെ ധരിച്ചിരിക്കുന്ന അങ്ങ് ഞങ്ങളെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം രക്ഷിക്കുക. നമ്മൾ എവിടെയൊക്കെ ചെല്ലാൻ സാധ്യതയുണ്ടോ അതൊക്കെ എടുത്തെടുത്ത് പറയുകയാണ്. അതാണ് ഭൂമിയിൽ ഇരിക്കുന്ന സമയത്തും അന്തരീക്ഷത്തിലുള്ള സമയത്തും അഗ്നിയുടെ അടുത്തിരിക്കുന്ന സമയത്തും പർവ്വതത്തിൽ സഞ്ചരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ വസിക്കുന്ന സമയത്ത്, സാഗരത്തിലൂടെ ഗമിക്കുന്ന സമയത്ത്, വൃക്ഷത്തിലിരിക്കുന്ന, വൃക്ഷം കയറുന്ന സമയത്ത്, യുദ്ധഭൂമിയിൽ എന്തെങ്കിലും ആപത്ത് നേരിടുന്ന സമയത്ത്, എതിർക്കാൻ പറ്റാത്ത തടസ്സങ്ങൾ വരുന്ന സമയത്ത്, ഇങ്ങനെയുള്ള എല്ലാ സമയത്തും വിരാട് രൂപധാരിയായ അങ്ങ് എന്നെ രക്ഷിക്കുക എന്നാണ് ഈ 14ാമത്തെ മന്ത്രത്തിൽ പ്രാർത്ഥിക്കുന്നത്. സ്ഥലേന്തരീക്ഷേ ഹ്യഗ്നൗ വാ പർവ്വതേ സാഗരേ ദ്രുമേ സംഗ്രാമേ സങ്കടേ ഘോരേ വിരാട് രൂപധരോവതു. അടുത്തത് 15ാമത്തെ മന്ത്രമാണ്. ഡാകിനി ശാകിനി മാരി കാലരാത്രി മരീചിക ശയാനം മാം വിഭുഃ പാതു പിശാചോരക രാക്ഷസി. ഇനി പല ശക്തികളിൽ നിന്നുമുള്ള രക്ഷയെ ചോദിക്കുകയാണ്. സൂക്ഷ്മമായ പല ശക്തികളും ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ ശക്തികൾക്കൊക്കെ ഓരോരോ ധർമ്മങ്ങളുണ്ട്. അവരവരുടെ ധർമ്മം കൃത്യമായി ചെയ്യും. അത് പലപ്പോഴും മനുഷ്യർക്ക് ഉപദ്രവമായിട്ടും ഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഉപദ്രവങ്ങളെ നേരിടേണ്ടി വന്നാൽ അതിൽ നിന്നുമെല്ലാം ഉള്ള മോചനം അങ്ങ് എനിക്ക് നൽകണം, എന്നെ അങ്ങ് രക്ഷിക്കണം എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഡാകിനി, ഷാകിനി, മാരി, മാരി എന്ന് പറഞ്ഞാൽ മഹാമാരി, കാലരാത്രി, മരീചിക, പിശാച, ഉരക, രാക്ഷസി, ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നും വിഭുവായിരിക്കുന്ന അങ്ങ് മാം പാത്തു എന്നെ കാത്തു രക്ഷിച്ചാലും. എങ്ങനെയുള്ള എന്നെ? ശയാനം, കിടക്കുന്ന എന്നെ. ഉറങ്ങുന്ന സമയത്താണ് ഇത്തരം ശക്തികൾ, അതായത് നമ്മൾ നമ്മുടെ ബോധം നഷ്ടപ്പെടുത്തിയിരിക്കുന്ന സമയത്താണ് ഇത്തരം ശക്തികൾ നമ്മളെ ആക്രമിക്കുക. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഇത്തരം ശക്തികളുടെ ആക്രമണം എനിക്കുണ്ടാവാതെ ഇരിക്കട്ടെ, അല്ലാത്ത സമയത്തും ഉണ്ടാവാതെ ഇരിക്കട്ടെ. ഞാൻ സദാ ജാഗരൂകനായിരിക്കട്ടെ, ഇവരുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ നേടാൻ ജാഗരൂകനായിരിക്കട്ടെ എന്നെല്ലാം അർത്ഥത്തിൽ ശയാനം മാം വിഭുഃ പാതു, വിഭുവായിരിക്കുന്ന, എന്തിനും സമർത്ഥനായിരിക്കുന്നവനാണ് വിഭു. അങ്ങനെയുള്ള അങ്ങ് എന്നെ രക്ഷിക്കൂ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഡാകിനി ശാകിനി മാരി കാലരാത്രി മരീചിക ശയാനം മാം വിഭുഃ പാതു പിശാചോരക രാക്ഷസി.
ഇതാണ് 15-ാമത്തെ മന്ത്രം. അടുത്തത് 16-ാമത്തെ മന്ത്രമാണ്. ദിവ്യദേഹധരോ ധീമാൻ സർവസത്വ ഭയങ്കര സാധകേന്ദ്രാവന ശശ്വത് പാതു സർവത ഏവ മാം. ദിവ്യദേഹധരോ, ദിവ്യമായ ദേഹത്തെ ധരിച്ചിരിക്കുന്നവനാണ് ഹനുമാൻ സ്വാമി. അദ്ദേഹത്തിന്റെ ദേഹം സാധാരണ ദേഹമല്ല. നേരത്തെ പറഞ്ഞു, സിദ്ധികളൊക്കെയുള്ള മൂർത്തിയാണ് അദ്ദേഹം. ചെറുതാവാനും വലുതാവാനും ഒക്കെ സാധിക്കും. ആയുധങ്ങളൊന്നും അദ്ദേഹത്തെ ഏൽക്കില്ല. അത്രയും ശക്തിയുള്ള ശ്രേഷ്ഠമായ ദേഹമാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. ചിരഞ്ജീവിയുമാണ്, അതിന് നാശവുമില്ല. അതുകൊണ്ട് ദിവ്യദേഹധരോ ധീമാൻ, ധീ ഉള്ളവനാണ് ധീമാൻ. ധീ എന്നാൽ ബുദ്ധി. മനസ്സിനെ നിരീക്ഷിക്കുന്ന, മനസ്സിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന, ശരിയെയും തെറ്റിനെയും നന്നായി മനസ്സിലാക്കുന്ന, സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചറിയുന്ന ശക്തിവിശേഷമാണ് ബുദ്ധി. ആ ബുദ്ധി ആർക്കുണ്ടോ അവൻ ധീമാൻ. ഹനുമാൻ സ്വാമിക്ക് ആ ബുദ്ധിയുണ്ട്. അദ്ദേഹം ഒരിക്കലും മനസ്സിന്റെ ചിന്തകളിൽ പെട്ടുപോകാറില്ല. സദാ സാക്ഷിഭാവത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സ്വതന്ത്രനാണ്. അപ്പൊ അതുകൊണ്ട് ധീമാനാണ്. അങ്ങനെയുള്ളവർക്ക് ദുഷ്ടശക്തികളെ ഇല്ലാതെയാക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടകൾ നീങ്ങണമെങ്കിൽ നമുക്ക് ബുദ്ധി വർദ്ധിക്കണം. അപ്പൊ അദ്ദേഹം ധീമാൻ ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിയെ പ്രദാനം ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കും എന്ന സൂചന അവിടെയുണ്ട്. സർവസത്വ ഭയങ്കര, എല്ലാ ജീവജാലങ്ങളെയും ഭയപ്പെടുത്തുന്നവനാണ് അങ്ങ്. എല്ലാ ജീവജാലങ്ങളും എന്നിവിടെ പറയുമ്പോൾ ഭഗവാന്റെ നേർക്ക് തിരിയുന്ന എല്ലാ ജീവജാലങ്ങളും എന്നൊരർത്ഥം എടുക്കാം. അപ്പോൾ ദുഷ്ടന്മാർ, കാരണം ഭഗവാനെ നേർക്ക് തിരിയുന്നത് ദുഷ്ടന്മാരാണ്. അപ്പോൾ എല്ലാ ദുഷ്ടന്മാരെയും ഭയപ്പെടുത്തുന്നവനാണ്. അതല്ലെങ്കിൽ വിചിത്രമായ പല ശക്തികളും ഈ പ്രപഞ്ചത്തിലുണ്ട്. മനുഷ്യരെയൊക്കെ ഉപദ്രവിക്കുന്ന ശക്തികൾ. അത്തരം ശക്തികളെ ഇവിടെ സത്വങ്ങളായിട്ട് വിളിക്കാം. അപ്പൊ അങ്ങനെയുള്ള സത്വങ്ങളെ ഭയപ്പെടുത്തുന്നവൻ, അങ്ങനെയുള്ള ശക്തികളെ ഭയപ്പെടുത്തുന്നവൻ. പിന്നെ ഹനുമാൻ സ്വാമി രാമകാര്യാർത്ഥമാണ് ലോകത്തിൽ ജീവിക്കുന്നത്. അപ്പൊ ധർമ്മം നിലനിർത്തണം എന്ന, കാരണം രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറയുക. അപ്പൊ ധർമ്മം നിലനിർത്താൻ വേണ്ടി സദാ ജാഗരൂകനായിരിക്കുന്നവനാണ്. അപ്പൊ ധർമ്മം തെറ്റിക്കുന്നവരെല്ലാവരും, കാരണം എല്ലാ മനുഷ്യരും എത്ര ശ്രമിച്ചാലും ചെറിയ ധർമ്മച്യുതിയൊക്കെ സംഭവിക്കും. അപ്പൊ ധർമ്മം തെറ്റിക്കുമ്പോഴെല്ലാം അവർക്ക് ഭയം ജനിപ്പിക്കുന്നത് ഹനുമാന്റെ ഓർമ്മ കൊണ്ടാണ്. കാരണം ധർമ്മത്തെ നിലനിർത്താൻ അദ്ദേഹം ഉണ്ടെന്ന ഓർമ്മയുണ്ടാവും. അതുകൊണ്ടും സർവസത്വ ഭയങ്കരനാണ് അദ്ദേഹം. സാധകേന്ദ്രാവന, സാധകന്മാര്, സാധന ചെയ്യുന്നവരാണ് സാധകന്മാര്. ഈശ്വരനെ നേടാൻ വേണ്ടി വ്രതമെടുത്ത് അനുഷ്ഠാനങ്ങൾ നടത്തുന്നവരാണ് സാധകന്മാർ. അതിപ്പോ ജപമായിരിക്കാം, ധ്യാനമായിരിക്കാം, തീർത്ഥാടനമായിരിക്കാം, സ്തോത്രജപമായിരിക്കാം. അങ്ങനെ എന്താണെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ ഈശ്വരനെ നേടണമെന്ന വാഞ്ഛയോടുകൂടി പ്രവർത്തിക്കുന്നവർ സാധകർ. ആ സാധകർക്ക് ഇന്ദ്രനായിക്കൊണ്ട് അവരെ സംരക്ഷിക്കുന്നവനാണ് ഇന്ദ്രാവനൻ. അതുകൊണ്ടാണ് സാധകേന്ദ്രാവന എന്ന് വിളിച്ചിരിക്കുന്നത്. സാധകന്മാരുടെ ഇന്ദ്രൻ, രാജാവാണ് അദ്ദേഹം. ഏറ്റവും വലിയ സാധകൻ ഹനുമാൻ സ്വാമിയാണ്. അദ്ദേഹത്തെക്കാൾ വലിയ സാധകനില്ല. സാധന എങ്ങനെ ചെയ്യണം, ഇപ്പൊ ജപം എന്നൊരു സാധന എടുത്താൽ അതെങ്ങനെ ചെയ്യണമെന്ന് പഠിക്കണമെങ്കിൽ ഹനുമാൻ സ്വാമിയെ നിരീക്ഷിച്ചാൽ മതി. അദ്ദേഹമാണ് അതിന് മാതൃക. അത്രയും ശ്രേഷ്ഠനായ സാധകനാണ്. അതുകൊണ്ട് സാധകന്മാർക്കൊക്കെ രാജാവായിരിക്കുന്നവനാണ് അദ്ദേഹം. സാധകന്മാരെ രക്ഷിക്കുന്നവനാണ്. അതുകൊണ്ടാണ് സാധകേന്ദ്രാവന എന്ന് വിളിച്ചിട്ടുള്ളത്. സാധന ചെയ്യുന്നവർക്ക് പല തടസ്സങ്ങളും ഈ ലോകത്തിൽ ഉണ്ടാകും. ആ തടസ്സങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് അതിനെ ഇല്ലാതെയാക്കി സാധകന്മാർക്ക് സംരക്ഷണം നൽകുന്നവനായതുകൊണ്ട് സാധകേന്ദ്രാവന. ശശ്വത് പാതു സർവത ഏവ മാം, മാം എന്നെ, സർവത എല്ലാ പ്രകാരത്തിലും, ശശ്വത് എല്ലാ കാലത്തിലും, പാതു രക്ഷിക്കുക, ശാശ്വതമായ സംരക്ഷണം എനിക്ക് നൽകുക എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ശാശ്വതമായ സംരക്ഷണം. പിന്നീട് ഒരിക്കലും സംരക്ഷണം തേടേണ്ട ആവശ്യം പോലും ഉണ്ടാവാൻ പാടില്ല. ആ വിധത്തിലുള്ള സംരക്ഷണമാണ് ശാശ്വതമായ സംരക്ഷണം. അതാണ് ഭക്തൻ ഇവിടെ യാചിക്കുന്നത്. ദിവ്യദേഹധരോ ധീമാൻ സർവസത്വ ഭയങ്കര സാധകേന്ദ്രാവന ശശ്വത് പാതു സർവത ഏവ മാം. 16-ാമത്തെ മന്ത്രമായിരുന്നു ഇത്. അടുത്തത് 17-ാമത്തെ മന്ത്രമാണ്. യദ്രൂപം ഭീഷണം ദൃഷ്ട്വാ പലായന്തെ ഭയാനക സ സർവരൂപ സർവജ്ഞ സൃഷ്ടിസ്ഥിതി കരോവതു. യദ്രൂപം ഭീഷണം ദൃഷ്ട്വാ, ഭീഷണമായ യാതൊരുവന്റെ രൂപത്തെ കണ്ടിട്ട്. ഭീഷണം എന്ന് പറഞ്ഞാൽ ഭയം ജനിപ്പിക്കുന്നത്. അത്രയും ഘോരമായിട്ടുള്ള ഭാവമാണ്. ആ ഭാവത്തിലുള്ള രൂപത്തെ കണ്ടിട്ട് ഭയാനക പലായന്തെ, ഭക്തർക്ക് ഭയത്തെ ജനിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളെയും ഭയാനക ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു.
അപ്പൊ ഭക്തന്മാർക്ക് ഭയം ജനിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളും, എല്ലാ ഭയാനകങ്ങളായ വസ്തുക്കളും, അത് ശക്തികളാവാം, സാധനങ്ങളാവാം, എന്ത് വേണമെങ്കിലും ആകട്ടെ, അതിനെ ഭയാനക ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. അത് ഏതൊരു രൂപത്തെ കണ്ടിട്ടാണോ സ്വയം ഭയപ്പെടുന്നത്, അതായത് മറ്റുള്ളവർക്ക് ഭയത്തെ ജനിപ്പിക്കുന്നവർ പോലും ആരെയാണോ ഭയപ്പെടുന്നത്, അങ്ങനെയുള്ള രൂപത്തോടു കൂടിയ അങ്ങയെ കണ്ടിട്ട് അവർ പലായന്തെ, അവർ ഓടിപ്പോകുന്നു. അത്രയും ഭീഷണമായ രൂപമാണ് അങ്ങേക്കുള്ളത്. ലോകത്തെ വിറപ്പിക്കുന്നവർ, അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ ലോകത്തെ വിറപ്പിച്ചവരാണ്. രാവണൻ പോലും ലോകത്തെ വിറപ്പിച്ചവനാണ്. അവൻ പോലും ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ ഭയന്നു. നിന്നെ പോലെ ഒരു 100,000 രാവണന്മാര് വന്നാലും എൻ്റെ ചിരവിരൽക്ക് പോരാ എന്ന് അധ്യാത്മ രാമായണത്തിൽ ഹനുമാൻ സ്വാമി പറയുന്നുണ്ട്. അത് അത്രയും കോൺഫിഡൻസോട് കൂടിയുള്ള വാക്കാണ്. അത് വെറുതെ ബടായി പറയുന്നതല്ല. അദ്ദേഹത്തിന്റെ കരുത്ത് അത്രയാണ്. രാവണന് പോലും എതിർക്കാൻ പറ്റില്ല. ദേവേന്ദ്രനെയൊക്കെ പോയി തോൽപ്പിച്ചിട്ടുള്ളവനാണ് രാവണൻ. ആ രാവണനെ എതിർക്കാൻ പറ്റുന്നില്ല. ഇന്ദ്രജിത്തിന് എതിർക്കാൻ പറ്റുന്നില്ല. അത്രയും ശക്തിയുള്ളവനാണ് ഹനുമാൻ സ്വാമി. അപ്പൊ അതുകൊണ്ട് ആരുടെ ഭീഷണമായ രൂപത്തെ കണ്ടിട്ടാണോ ഭയത്തെ ജനിപ്പിക്കുന്നവർ പോലും പേടിച്ചോടുന്നത്, അങ്ങനെയുള്ള അദ്ദേഹം സർവരൂപ, എല്ലാ രൂപത്തിലും ഇരിക്കുന്നവനാണ്. സർവജ്ഞ, എല്ലാം അറിയുന്നവനാണ്. വിശ്വം തന്നെ അദ്ദേഹത്തിന്റെ രൂപമാണ്. അപ്പൊ ഏതെല്ലാം രൂപങ്ങൾ കാണാൻ നമുക്ക് സാധിക്കുമോ അതൊക്കെ ഹനുമാൻ തന്നെയാണെന്നുള്ള ഭാവം ഉണ്ടാക്കണം. എല്ലാം, ഇവിടെ സംഭവിക്കുന്നത് എല്ലാം അറിയുന്നവനാണ്, സർവജ്ഞനാണ്. സൃഷ്ടിസ്ഥിതി കരോ, സൃഷ്ടിയെയും സ്ഥിതിയെയും ചെയ്യുന്നവനാണ്. രചിക്കുന്നതും അദ്ദേഹമാണ്, നിലനിർത്തുന്നതും അദ്ദേഹമാണ്. അങ്ങനെയുള്ള അദ്ദേഹം അവതു, എന്നെ രക്ഷിക്കട്ടെ. ആരാണോ എല്ലാ രൂപത്തിലും ഇരിക്കുന്നത്, നടക്കുന്നതിനെ എല്ലാം ആരറിയുന്നുവോ, എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നതാരോ, അതിനെ നിലനിർത്തുന്നതാരോ, അങ്ങനെയുള്ള ആരുടെ രൂപത്തെ കണ്ടിട്ടാണോ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നവർ പോലും ഭയപ്പെട്ടിട്ട് ഓടിപ്പോകുന്നത്, ആ മഹാത്മാവ്, ആ ഹനുമാൻ സ്വാമി എന്നെ രക്ഷിക്കട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. യദ്രൂപം ഭീഷണം ദൃഷ്ട്വാ പലായന്തെ ഭയാനക സസർവരൂപ സർവജ്ഞ സൃഷ്ടിസ്ഥിതി കരോവതു. അദ്ദേഹം സർവജ്ഞനാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ആപത്തുണ്ടാകുന്നതെല്ലാം അദ്ദേഹം അറിയുന്നു. അതുകൊണ്ട് അപ്പപ്പോൾ അദ്ദേഹം രക്ഷ നൽകും എന്ന സൂചന അവിടെയുണ്ട്. ഇതായിരുന്നു 17ാമത്തെ ശ്ലോകം. അടുത്തത് 18ാമത്തെ മന്ത്രമാണ്. സ്വയം ബ്രഹ്മ സ്വയം വിഷ്ണു സാക്ഷാത് ദേവോ മഹേശ്വര സൂര്യമണ്ഡലക ശ്രീദ പാതു കാലത്രയേപി മാം. സ്വയം ബ്രഹ്മ, നേരത്തെ സൃഷ്ടിയും സ്ഥിതിയും അദ്ദേഹമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനെ ഒന്നുകൂടി വിപുലമാക്കുകയാണ്. ത്രിമൂർത്തികളായി ശോഭിക്കുന്നത് ഹനുമാൻ സ്വാമിയാണ്. കാരണം അദ്ദേഹം തന്നെയാണ് ബ്രഹ്മാവ്, സ്വയം ബ്രഹ്മ. അദ്ദേഹം തന്നെയാണ് വിഷ്ണു, സ്വയം വിഷ്ണു. സാക്ഷാത് ദേവോ മഹേശ്വര, മഹേശ്വരനായ ദേവനും അദ്ദേഹം തന്നെയാണ്. അതായത് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും അദ്ദേഹം തന്നെയാണ്, അദ്ദേഹത്തിൽ നിന്നും ഭിന്നമല്ല. അത്രയും വൈഭവമുള്ളവനാണ് ഹനുമാൻ സ്വാമി. സൂര്യമണ്ഡലക, സൂര്യമണ്ഡലത്തിലേക്ക് പോയവനാണ് സൂര്യമണ്ഡലകൻ. കുട്ടിക്കാലത്ത് ജനിച്ച സമയത്ത് അദ്ദേഹം ആകാശത്തേക്ക് നോക്കിയപ്പോൾ വൃക്ഷങ്ങൾക്കിടയിൽ നിന്നും സൂര്യന്റെ പ്രകാശത്തെ, സൂര്യന്റെ ബിംബത്തെ കണ്ടു. ഉദിച്ചു വരുന്ന സൂര്യനാണ്. അപ്പൊ ബാലാർക്കനെ കണ്ട സമയത്ത് നല്ല അങ്ങനെ പഴുത്ത മാമ്പഴം പോലെ തോന്നി അദ്ദേഹത്തിന്. അപ്പൊ അത് പിടിക്കാൻ വേണ്ടി സൂര്യമണ്ഡലത്തിലേക്ക് എടുത്ത് ചാടി. പിന്നീട് ദേവന്മാര് വന്നാണ് അദ്ദേഹത്തെ തടയുന്നത്. അപ്പൊ സൂര്യന്റെ അടുത്തേക്ക് പോലും ചെല്ലാൻ അദ്ദേഹത്തിന് ഒരു പ്രയാസവുമില്ല. ഇഷ്ടമുള്ളിടത്ത് എല്ലാവിടേക്കും പോകാൻ അദ്ദേഹത്തിന് സാധിക്കും. മോക്ഷത്തിന് അർഹതയുള്ളവർക്കേ സൂര്യമണ്ഡലത്തിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പൊ മോക്ഷത്തിന് അർഹനാണ്, ജനിച്ചപ്പോൾ തന്നെ മുക്തനാണ്, നിത്യമുക്തനാണ് എന്നും സൂചിപ്പിച്ചിരിക്കുന്നു. പിന്നീട് വിദ്യ അഭ്യസിക്കുന്നതും സൂര്യഭഗവാനിൽ നിന്നാണ്. അപ്പൊ സൂര്യന്റെ കൂടെ, സൂര്യൻ ഗമിക്കുന്നതിന്റെ എതിർ ദിശയിൽ, അതായത് തിരിഞ്ഞു നിന്നുകൊണ്ട് സൂര്യൻ അഭിമുഖമായിട്ട് സഞ്ചരിച്ചുകൊണ്ട് സൂര്യനിൽ നിന്നും വിദ്യയെ അഭ്യസിച്ചവനാണ്. അതുകൊണ്ടും സൂര്യമണ്ഡലക എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. അത്രയും ശ്രേഷ്ഠനാണ്. ശ്രീദ, ശ്രീയെ നൽകുന്നവനാണ്, ഐശ്വര്യത്തെ ഭക്തർക്ക് നൽകുന്നവൻ ശ്രീധൻ. പാതു, രക്ഷിക്കട്ടെ. കാലത്രയെ അഭിമാം, മാം, എന്നെ 3 കാലത്തിലും രക്ഷിക്കട്ടെ. 3 കാലം എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഭൂതം, ഭാവി, വർത്തമാനം. ഈ 3 കാലങ്ങളിലും ഒരുപോലെയുള്ള രക്ഷ എനിക്ക് സൂര്യമണ്ഡലകനായ ശ്രീധനായ ഹനുമാൻ സ്വാമി നൽകട്ടെ. അദ്ദേഹം ത്രിമൂർത്തികളുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതാണ് 18ാമത്തെ മന്ത്രം. സ്വയം ബ്രഹ്മ സ്വയം വിഷ്ണു സാക്ഷാത് ദേവോ മഹേശ്വര സൂര്യമണ്ഡലക ശ്രീധ പാതു കാലത്രയേപി മാം. ഇതാണ് 18ാമത്തെ. അടുത്തത് 19ഉം 20ഉം ഒന്നിച്ച് വായിക്കണം, കാരണം അത് കണക്റ്റഡ് ആയിട്ടുള്ള ശ്ലോകമാണ്. അപ്പൊ 19ഉം 20ഉം. യസ്യ ശബ്ദമുപാകർണ്യ ദൈത്യദാനവ രാക്ഷസ
ദേവാ മനുഷ്യാസ്തിര്യഞ്ച സ്ഥാവരാ ജംഗമാസ്തഥാ സഭയാ ഭയനിർമുക്ത ഭവന്തി സ്വകൃതാനുഗാ യസ്യാനേക കഥാ പുണ്യ ശ്രൂയന്തെ പ്രതികൽപകേ. യസ്യ ശബ്ദം ഉപാകർണ്യ, ആരുടെ ശബ്ദത്തെ കേട്ടിട്ടാണോ, ദൈത്യ ദാനവ രാക്ഷസ, ദൈത്യന്മാര്, ദാനവന്മാര്, രാക്ഷസന്മാര്, ദേവ, ദേവന്മാര്, മനുഷ്യ, മനുഷ്യന്മാര്, തിര്യക്ക്, തിര്യക്കുകൾ എന്ന് പറഞ്ഞാൽ ഇഴജന്തുക്കള്, അവര്, സ്ഥാവര ജംഗമാസ്തഥ, സ്ഥാവരങ്ങളായിട്ടുള്ളത്, ഇളകാതെ നിൽക്കുന്നത്, ജംഗമങ്ങൾ ഇളകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്ഥാവരങ്ങൾ എന്ന് പറയുമ്പോൾ വൃക്ഷലതാദികൾ, പർവ്വതങ്ങൾ, ഇതൊക്കെ പെട്ടു. ജംഗമങ്ങൾ മറ്റു ജീവികൾ. തിര്യക്കുകൾ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ എന്ന് അർത്ഥം എടുക്കാം. അപ്പൊ ഇവിടെ ജംഗമങ്ങൾ നേരെ പറഞ്ഞതുകൊണ്ട് മൃഗങ്ങളായിട്ട് ജംഗമ ശബ്ദത്തിൽ എടുക്കാം. മറ്റേത് ഇഴജന്തുക്കൾ എന്ന അർത്ഥം എടുക്കാം. അങ്ങനെയെല്ലാം ഉള്ളവർ ആരുടെ ശബ്ദം കേട്ടിട്ടാണോ, സഭയ, ഭയത്തോടു കൂടിയവരാണിവർ. ആരുടെ ശബ്ദം കേൾക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ ഭയം ജനിച്ച് അവർ ഭയനിർമുക്ത ഭവന്തി സ്വകൃതാനുഗ, ഭയത്തോടൊത്തവരാണിവർ. ഭഗവാന്റെ ശബ്ദം കേട്ടിട്ടല്ല ഇവർ ഭയപ്പെടുന്നത്, ഇവർ ഭയത്തോടൊത്തവരാണ്. എന്നാൽ അവർ സ്വകൃതാനുഗയാണ്. സ്വകൃതം എന്ന് പറഞ്ഞാൽ ചെയ്ത കർമ്മങ്ങൾ എന്നാണ് അർത്ഥം. ചെയ്ത കർമ്മങ്ങളുടെ ഫലത്തെ പിന്തുടരുന്നവരാണ്. എന്ത് കർമ്മങ്ങൾ ചെയ്തു അതിനുള്ള ഫലങ്ങൾ അനുഭവിക്കണം, നിസ്സഹായരാണ്. അങ്ങനത്തെ ഉള്ളവരാണ് സ്വകൃതാനുഗ. അങ്ങനെയുള്ളവർ ഭയത്തോടുകൂടി, കാരണം കർമ്മങ്ങളുടെ ഫലങ്ങൾ ഗുണവും ദോഷവുമാവാം, സുഖവും ദുഃഖവുമാവാം. ദുഃഖം വരുമ്പോൾ സ്വാഭാവികമായും ഭയം ജനിക്കും. അപ്പൊ അതുകൊണ്ട് ഭയത്തോടൊത്ത് സ്വകൃതാനുഗന്മാരായിരിക്കുന്നവർ ഭയനിർമുക്താ ഭവന്തി, അവരുടെ ഭയത്തെ ഇല്ലാതെയാക്കുന്നു. യസ്യ ശബ്ദം ഉപാകർണ്യ, ആരുടെ ശബ്ദത്തെ കേട്ടിട്ടാണ്. അത് ഇന്ന ആളെന്നില്ല. ദേവന്മാരാവാം, ദൈത്യന്മാരാവാം, ദാനവന്മാരാവാം, രാക്ഷസന്മാരാവാം, മനുഷ്യരാകാം, തിര്യക്കുകളാവാം, സ്ഥാവരങ്ങളാകാം, ജംഗമങ്ങളാകാം. ഇങ്ങനെയുള്ള ഏത് ഭാവത്തിലുള്ളതാണെങ്കിലും ആരുടെ ശബ്ദം കേട്ടാലാണോ അവരുടെ ഭയം ഇല്ലാതെയാവുക. ഒരു രക്ഷകൻ ഞങ്ങൾക്കുണ്ടെന്നുള്ള ബോധമുണ്ടാകും. പക്ഷെ അതിന് ഭക്തി ഒന്ന് വേണം. ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഭാവം ജനിക്കൂ. യസ്യ അനേക കഥാ പുണ്യ ശ്രൂയന്തെ പ്രതികൽപകേ, ഓരോ കൽപ്പത്തിലും ആരുടെ അനേകകരമായ കഥകളാണോ, പുണ്യപ്രദമായ കഥകളെയാണോ കേൾക്കുന്നത്, ആ കേട്ടിട്ട് ആ കേൾവിയിൽ നിന്നും അദ്ദേഹത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ശബ്ദം ശ്രവിക്കുന്നതിലൂടെ ഭയത്തെ ഇല്ലാതെയാക്കുന്നത്. ഇവിടെ ശബ്ദം ശ്രവിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ നാമം കേൾക്കുക എന്ന അർത്ഥവും വരും. കാരണം യസ്യാനേക കഥാ പുണ്യ ശ്രൂയന്തെ പ്രതികൽപകേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ കൽപ്പത്തിലും അദ്ദേഹം എല്ലായ്പ്പോഴും ഉള്ളവനാണ്. അപ്പോൾ ഓരോ കൽപ്പത്തിലും പല പല രീതിയിൽ പലരും അദ്ദേഹത്തെ സ്തുതിക്കുന്നു. അതെല്ലാം കേൾക്കുന്ന ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ആ കേട്ട മാത്രയിൽ തന്നെ അവരുടെ ഭയത്തെ ത്യജിക്കുന്നു. അവർ അഭയരായി തീരുന്നു. അത്രയും മഹിമാവോടൊത്തവനാണ് ഹനുമാൻ സ്വാമി. ഇവിടെ കൽപ്പക ശബ്ദത്തിന് എഴുത്തുകാരൻ എന്ന അർത്ഥമുണ്ട്. അപ്പോൾ പ്രതികൽപ്പക എന്ന് പറഞ്ഞാൽ ഓരോ എഴുത്തുകാരനും അവർക്ക് പറ്റുന്ന വിധത്തിൽ ആരുടെ പുണ്യകഥകളെയാണോ വർണ്ണിക്കുന്നത് അത് മറ്റുള്ളവർക്ക് കേൾപ്പിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങയുടെ ശബ്ദത്തെ ആര് കേൾക്കുന്നുവോ അവർ ഭയത്തെ തരണം ചെയ്യുന്നു എന്നർത്ഥവും അവിടെ വരാം. അപ്പൊ ഇങ്ങനെ ഭയത്തെ ഇല്ലാതെയാക്കുന്ന ഭാവത്തെയാണ് ഇവിടെ പ്രധാനമായും സ്തുതിച്ചിട്ടുള്ളത്. യസ്യ ശബ്ദമുപാകർണ്യ ദൈത്യദാനവ രാക്ഷസ ദേവാ മനുഷ്യാസ്തിര്യഞ്ച സ്ഥാവരാ ജംഗമാസ്തഥാ സഭയാ ഭയനിർമുക്ത ഭവന്തി സ്വകൃതാനുഗാ യസ്യാനേക കഥാ പുണ്യ ശ്രൂയന്തെ പ്രതികൽപകേ. 19ഉം 20ഉം മന്ത്രങ്ങളായിരുന്നു ഇത്. അടുത്തതും 2 മന്ത്രങ്ങൾ ഒരുമിച്ചിട്ടാണ് ചൊല്ലേണ്ടത്. 21ഉം 22ഉം. സോ അവതാത് സാധക ശ്രേഷ്ഠം സദാ രാമപരായണ വേദാത്ര ധാത്ര പ്രഭൃതി യത്കിഞ്ചിത് ദൃശ്യതേത്യലം വിദ്ധി വ്യാപ്തം യഥാ കീശ രൂപേന അനഞ്ജനേന തത് യോ വിഭു സോഹമേഷോഹം സ്വീയ സ്വയം അനുബൃഹത്. സഹ അവൻ അവതാത് രക്ഷിക്കും. ആരെ? സാധകശ്രേഷ്ഠം. സാധകശ്രേഷ്ഠനെ അവൻ രക്ഷിക്കും. സാധന ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ ആൾക്കാർ, ഏറ്റവും ശ്രേഷ്ഠർ എന്ന് പറയുമ്പോൾ നന്നായി സാധന ചെയ്യുന്നവർ. സാധന തുടങ്ങി അത് മുഴുമിപ്പിക്കാതെ അതിൽ ശ്രദ്ധയില്ലാതെ ആർക്കാനും വേണ്ടി ഓക്കാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ല. നന്നായി സാധന ചെയ്യുന്നവരാരോ അവർ സാധക ശ്രേഷ്ഠന്മാര്. അവരെ അവൻ രക്ഷിക്കും, എപ്പോഴും സദാ രക്ഷിക്കും.
ആര്? രാമപരായണ. രാമനിൽ സദാ താല്പര്യത്തോടു കൂടി ഇരിക്കുന്നവനാണ് രാമപരായണൻ. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമി സാധക ശ്രേഷ്ഠന്മാരെ രക്ഷിക്കും, സദാ രക്ഷിക്കും. അവർ പ്രത്യേകിച്ച് രക്ഷ ചോദിക്കേണ്ട ആവശ്യം പോലുമില്ല. സാധകരാണോ, നന്നായി സാധന ചെയ്യുന്നവരാണോ, ഹനുമാന്റെ രക്ഷ കിട്ടിയിരിക്കും. വൈധാത്ര ധാത്ര പ്രഭൃതി യത്കിഞ്ചിത് ദൃശ്യതേത്യലം. ഇവിടെ കാണപ്പെടുന്ന എന്തെല്ലാം ഉണ്ടോ അത് വൈധാത്ര ധാതൃ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ധാതൃ ശബ്ദത്തിന് ധാതാവ്, അതായത് നമ്മുടെ ബ്രഹ്മാവാണ്. വൈധാത്രം എന്നാൽ ബ്രഹ്മാവിന്റെ മക്കൾ എന്നാണ് അർത്ഥം, ബ്രഹ്മാവിൽ നിന്നുണ്ടായത്. അപ്പൊ ബ്രഹ്മാവിൽ നിന്നുണ്ടായത് പറഞ്ഞാൽ സമസ്ത സൃഷ്ടിയും. അപ്പൊ ബ്രഹ്മാവ് മുതൽ തന്റെ സൃഷ്ടി വരെ, അല്ലെങ്കിൽ തന്റെ സൃഷ്ടി മുതൽ ബ്രഹ്മാവ് വരെ ഉള്ളതെല്ലാം ഇവിടെ എന്തെല്ലാം കാണപ്പെടുന്നുണ്ടോ അതിനെല്ലാം സംരക്ഷിക്കുന്നവനാണ് ഭഗവാൻ. അതിനെ സംരക്ഷിക്കാൻ ഭഗവാൻ മതി. ഭഗവാൻ മാത്രമേ അതിനാവശ്യമുള്ളൂ, മറ്റൊരു സംരക്ഷകൻ അതിനാവശ്യം. അതുകൊണ്ടാണ് ഇത്യലം എന്ന് പറയുന്നത്. ഭഗവാൻ മതി. അത്രയും പരിപൂർണമായ സംരക്ഷണമാണ്, അത്രയും സമർത്ഥനാണ് ഹനുമാൻ സ്വാമി. വിദ്ധി വ്യാപ്തം യഥാ കീശരൂപേനാനഞ്ജനേന തത്. കീശരൂപേന, കീശ ശബ്ദത്തിന് വാനരൻ എന്നാണ് അർത്ഥം. അപ്പൊ വാനര രൂപത്തിലിരിക്കുന്ന അനഞ്ജനേന, അനഞ്ജന ശബ്ദത്തിന് ആകാശം എന്നാണ് അർത്ഥം. ആകാശം ഏതുപോലെയാണോ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്, അതുപോലെ വാനര രൂപത്തിലിരിക്കുന്ന ഈ ഹനുമാൻ സ്വാമി തന്നെയാണ് ഇവിടെ എല്ലാം വ്യാപിച്ചിരിക്കുന്നത് എന്ന് അറിയുക. അതാണ് വിദ്ധി വ്യാപ്തം യഥാ കീശരൂപേനാനഞ്ജനേന തത്. ഇനി അനഞ്ജന ശബ്ദത്തിന് പരബ്രഹ്മം എന്നർത്ഥമുണ്ട്. അപ്പൊ പരബ്രഹ്മ സ്വരൂപിയാണ് അദ്ദേഹം. പരബ്രഹ്മം എല്ലായിടത്തും ഉണ്ട്. ആ എല്ലായിടത്തുമുള്ള പരബ്രഹ്മം ഒരു രൂപമെടുത്ത് മൂർത്തിമത്തായി നിൽക്കുന്നതാണ് ഹനുമാൻ സ്വാമി. അതൊരു വാനരഭാവമാണ്. അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയാണ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മതത്വം എന്ന് അറിഞ്ഞാലും എന്നും ഇവിടെ അർത്ഥമെടുക്കാം. യോ വിഭു സോഹം ഏഷോഹം സ്വീയ സ്വയം അനുബൃഹത്. അങ്ങനെയുള്ള വിഭുവായിരിക്കുന്നവൻ ഹനുമാൻ സ്വാമിയെയാണ് ഇത്രയും നേരം വർണ്ണിച്ചത്. ആ ഹനുമാൻ സ്വാമി സഹ അഹം, ആ ഹനുമാൻ സ്വാമി തന്നെയാണ് ഞാൻ. എൻ്റെ ഉള്ളിൽ ശുദ്ധമായ ബോധത്തിൽ ഏതൊന്ന് സ്ഫുരിക്കുന്നുണ്ടോ അത് ഹനുമാൻ തന്നെയാണ്. അതുകൊണ്ട് സോഹം ഏഷ അഹം, ഈ ഹനുമാൻ സ്വാമിയും ഞാൻ തന്നെയാണ്. അതായത് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെയുള്ള ആ പരബ്രഹ്മം ഞാനാകുന്നു, ഹനുമാൻ സ്വാമിയും പരബ്രഹ്മമാകുന്നു. അതുകൊണ്ട് ഞാനും ഹനുമാൻ സ്വാമിയും ഒന്നാണ്. സ്വീയഹ, എൻ്റെ സ്വന്തമാണ് ഹനുമാൻ സ്വാമി. ഇവിടെ ഭക്തനും ഭഗവാനും ഒന്നാണെന്ന ഭാവവുമുണ്ട്, ഭക്തിയുമുണ്ട്. ഭക്തി ഉള്ളപ്പോൾ സ്വന്തം എന്ന ഭാവമുണ്ട്. ഞാൻ ഭക്തനാണ്, ഭഗവാൻ എൻ്റെ സ്വന്തമാണെന്ന ഭാവം. അതുകൊണ്ടാണ് സ്വീയ ശബ്ദം ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ അതേ ഭക്തി തന്നെ പൂർണ്ണമായ ഭാവത്തെ പ്രാപിക്കുമ്പോൾ, സമാധി ഭാവത്തിൽ എത്തുമ്പോൾ, അവിടെ ഭക്തൻ എന്നോ ഭഗവാൻ എന്നോ ഭേദമില്ല, എല്ലാം ബ്രഹ്മം ഒന്ന് മാത്രം. ഈ രണ്ടുമുള്ള ഭക്തി ഭഗവാനെ സ്തുതിക്കുന്നവർക്ക് ലഭിക്കുന്നു. ആ ബോധം ഇവിടെ ഉദിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ സോഹം ഏഷോഹം സ്വീയ എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്വയം അനുർ ബൃഹത്. അനു എന്നാൽ ഏറ്റവും ചെറുത്, ബൃഹത് എന്നാൽ ഏറ്റവും വലുത്. ഏറ്റവും ചെറുതായതും ഞാൻ തന്നെയാണ്, ഏറ്റവും വലുതായതും ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് ഹനുമാൻ, ഞാൻ തന്നെയാണ് ഭക്തൻ. ഭഗവാൻ എൻ്റെ സ്വന്തമാണ്. ഇങ്ങനെ ഒന്നെന്ന ബോധമുണ്ടായിട്ടും രണ്ടെന്ന ഭാവത്തിൽ ഞാൻ ഭജിക്കുന്നു എന്ന ധ്വനിയാണ് ഇവിടെ രാമസ്വാമി വ്യക്തമാക്കുന്നത്. ഭക്തൻ ഭക്തിയിലൂടെ അദ്വൈതത്തിന്റെ പരാകാഷ്ഠയിലേക്ക് ഉയരുമെന്ന സൂചന ഇവിടെയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ രക്ഷ ലഭിക്കുന്നത് അഭേദമുണ്ടാകുമ്പോഴാണ്. ഞാൻ തന്നെ ഭഗവാനായി ഭവിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ രക്ഷ ലഭിക്കുക. അപ്പൊ ഹനുമാനെ ഉപാസിക്കുന്നതിലൂടെ ആ തലം ലഭിക്കും എന്ന സൂചനയാണ് ഇവിടെ ഈ രണ്ട് മന്ത്രങ്ങളിൽ അടങ്ങിയിട്ടുള്ളത്. സോവതാത് സാധക ശ്രേഷ്ഠം സദാ രാമപരായണ വൈധാത്ര ധാത്ര പ്രഭൃതി യത് കിഞ്ചിത് ദൃശ്യതേത്യലം വിദ്ധി വ്യാപ്തം യഥാ കീശരൂപേനാനഞ്ജനേന തത് യോ വിഭുസോഹമേഷോഹം സ്വീയ സ്വയമനുർബൃഹത്. അങ്ങനെ 21 22 ശ്ലോകങ്ങളും കഴിഞ്ഞു. അടുത്തത് 23ാമത്തെ മന്ത്രമാണ്. ഋഗ് യജുഃ സാമരൂപശ്ച പ്രണവസ് ത്രിവൃദ് അധ്വര തസ്മൈ സ്വസ്മൈ ച സർവസ്മൈ നതോസ്മ്യാത്മസമാധിന. ഋഗ് യജുഃ സാമരൂപ. ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്ന 3 ഭാവത്തിൽ പ്രകടമായവൻ. ആ 3ഉം ഭഗവാന്റെ രൂപമാണ്. പ്രണവമാണ് ഭഗവാൻ, ഓംകാര സ്വരൂപനാണ്. ത്രിവൃത് ആണ്.
ത്രിവൃത് എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങളായി ശോഭിക്കുന്നവൻ. സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളായി ശോഭിക്കുന്നവനാണ്. അധ്വര, യാഗമാണ് ഹനുമാൻ സ്വാമി, യജ്ഞസ്വരൂപനാണ്. തസ്മൈ സ്വസ്മൈ ച സർവസ്മൈ, അങ്ങനെയിരിക്കുന്ന, ഞാനായിരിക്കുന്ന, എല്ലാമായിരിക്കുന്ന. സ്വസ്മൈ എന്ന് പറഞ്ഞാൽ ഞാനായിരിക്കുന്നവൻ, സർവസ്മൈ എന്ന് പറഞ്ഞാൽ എല്ലാമായിരിക്കുന്നവൻ. നതോ അസ്മി ആത്മസമാധിന, ആ ഭഗവാനെ ഞാൻ നമിക്കുന്നു. എങ്ങനെയാണ് നമിക്കുന്നത്? ആത്മസമാധിന, ആത്മാവിൽ ലയിച്ചിരിക്കുന്ന ഭാവമാണ് ആത്മസമാധി. ആ ഭാവത്തിലാണ് ഞാൻ ഭഗവാനെ നമിക്കുന്നത്. ഭഗവാന്റെ യഥാർത്ഥ ഉപാസന എന്താണെന്ന് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഇവിടെ വ്യക്തമാക്കുകയാണ്. കവചരൂപത്തിലാണെങ്കിലും ഇവിടെ ഒരുപാട് തത്വങ്ങൾ രാമൻ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഹനുമാനെ ശരിക്കും ഉപാസിക്കേണ്ടത് ആത്മസമാധിയിലൂടെയാണ്. ഞാനായിരിക്കുമ്പോൾ ഞാൻ തന്നെയാണ് ഹനുമാൻ. എൻ്റെ ഉള്ളിലുള്ള ആത്മഭാവത്തിൽ ശോഭിക്കുന്ന ചൈതന്യം തന്നെയാണ് ഹനുമാൻ. ആ ബോധം നേടാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതാണ് എൻ്റെ ഉപാസന, അതാണ് എൻ്റെ സാധന എന്ന് രാമപ്രഭു ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വസ്മൈ സർവസ്മൈ നതോസ്മി ആത്മസമാധിന എന്നിവിടെ പറയുന്നു. ഞാനായും സർവമായും ഇരിക്കുന്ന ആ ഹനുമാൻ സ്വാമിയെ ആത്മസമാധി ഭാവത്തിൽ ഞാൻ നമിക്കുന്നു. ഋഗ്യജുസ്സാമരൂപശ്ച പ്രണവസ്ത്രിവൃത് അധ്വര, പ്രണവസ്ത്രിവൃത് അധ്വര തസ്മൈ സ്വസ്മൈ ച സർവസ്മൈ നതോസ്മ്യാത്മസമാധിന. ഇതാണ് 23-ാമത്തെ മന്ത്രം. അടുത്തത് 24-ാമത്തെ മന്ത്രമാണ്. അനേകാനന്ത ബ്രഹ്മാണ്ഡ ധൃതേ ബ്രഹ്മസ്വരൂപിനെ സമീരണാത്മനെ തസ്മൈ നതോസ്മ്യാത്മസ്വരൂപിനെ. ഭഗവാന് വീണ്ടും നമസ്കാരത്തെ അർപ്പിക്കുകയാണ്. ഭഗവാന്റെ ഭാവങ്ങളെ വർണ്ണിച്ചുകൊണ്ടാണ് നമസ്കാരം അർപ്പിക്കുന്നത്. ആദ്യം പറയുന്നു അനേക അനന്ത ബ്രഹ്മാണ്ഡ ധൃതേ. ബ്രഹ്മാണ്ഡം അനന്തമാണ്. ബ്രഹ്മാണ്ഡത്തിന് എവിടെയാണ് തുടക്കമെന്നോ ഒടുക്കമെന്നോ ഒരുവന് അറിയാൻ പറ്റില്ല. അങ്ങനെ അനന്തമായിരിക്കുകയാണ്. അങ്ങനെ അനന്തമായ ബ്രഹ്മാണ്ഡങ്ങൾ അനേകങ്ങൾ. അനന്തം എന്ന് പറഞ്ഞാൽ തന്നെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തതാണ്. അപ്പൊ അങ്ങനത്തെ ബ്രഹ്മാണ്ഡങ്ങൾ അനേകമുണ്ടെങ്കിൽ അതിനെയെല്ലാം ധരിക്കുന്നവനാരോ അവൻ അനേകാനന്ദ ബ്രഹ്മാണ്ഡ ധൃത ബ്രഹ്മസ്വരൂപിനെ. എങ്ങനെയാണ് ഇത് ധരിക്കാൻ അവന് സാധിക്കുന്നത്? കാരണം അവൻ സാക്ഷാത് പരബ്രഹ്മമൂർത്തി തന്നെയാണ്, ബ്രഹ്മസ്വരൂപിയാണ്. അദ്ദേഹത്തിന്റെ സ്വരൂപം സച്ചിദാനന്ദമാണ്. സമീരണാത്മനെ, സമീരണൻ എന്നാൽ വായു, വായുവിന്റെ പുത്രനായിരിക്കുന്നവനാണ് സമീരണാത്മന്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് തസ്മൈ നതോ അസ്മി ആത്മസ്വരൂപിനെ, എൻ്റെ ഉള്ളിൽ ആത്മഭാവത്തിൽ ഇരിക്കുന്നവനും അദ്ദേഹമാണ്. ആ അദ്ദേഹത്തിന് ഞാൻ നമസ്കരിക്കുന്നു. ആ അദ്ദേഹത്തിന് ഞാൻ എൻ്റെ നമസ്കാരത്തെ സമർപ്പിക്കുന്നു. അനേകാനന്ദ ബ്രഹ്മാണ്ഡങ്ങളെ ധരിക്കുന്നവനാണ്, ബ്രഹ്മസ്വരൂപിയാണ്, ആത്മസ്വരൂപിയാണ്, വായുപുത്രനാണ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. അനേകാനന്ദ ബ്രഹ്മാണ്ഡ ധൃതേ ബ്രഹ്മസ്വരൂപിനെ സമീരണാത്മനെ തസ്മൈ നതോസ്മ്യാത്മസ്വരൂപിനെ. അങ്ങനെ 24-ാമത്തെ മന്ത്രം കഴിഞ്ഞു. അടുത്തത് 25-ാമത്തെ മന്ത്രമാണ്. നമോ ഹനുമതേ തസ്മൈ നമോ മാരുതസൂനവേ നമഃ ശ്രീരാമ ഭക്തായ ശ്യാമായ മഹതേ നമഃ. ഹനുമാൻ സ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. നല്ല താടിയല് ഉള്ളവനാണ് ഹനുമാൻ. അപ്പൊ ഹനുമതേ തസ്മൈ നമ, അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിക്ക് നമസ്കാരം. നമോ മാരുത സൂനവേ, മാരുതന്റെ അതായത് പവനദേവന്റെ വായുഭഗവാന്റെ മകനായിരിക്കുന്ന ഹനുമാൻ സ്വാമിക്ക് നമസ്കാരം. മാരുത സൂനു എന്ന് പറഞ്ഞാൽ വായുപുത്രൻ. നമഃ ശ്രീരാമ ഭക്തായ, ശ്രീരാമന്റെ ഭക്തനായിരിക്കുന്ന ഹനുമാൻ സ്വാമിക്ക് നമസ്കാരം. ശ്യാമായ മഹതേ നമഃ, എല്ലാത്തിനും ഉപരിയായിരിക്കുന്നവൻ മഹത്വം. അങ്ങനെയുള്ള ശ്യാമ നിറത്തിലുള്ളവൻ. ശ്യാമ എന്ന് പറഞ്ഞാൽ മേഘത്തിന്റെ നിറമാണ്. മേഘത്തിന്റെ നിറം എന്ന് പറഞ്ഞാൽ അവ്യക്തമൂർത്തിയാണ്. ഭഗവാനെ അപ്പൊ നമ്മളിവിടെ ഹനുമാനാണെന്നും നല്ല താടിയല്ലുണ്ടെന്നും മാരുത സോനുവാണെന്നും ശ്രീരാമ ഭക്തനാണെന്നും ഒക്കെ ഗുണങ്ങൾ പറഞ്ഞാലും വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ സ്വരൂപം അവ്യക്തമാണ്. അതുകൊണ്ട് ശ്യാമ നിറത്തിലുള്ള മഹത്തായിട്ടുള്ളവനാണ്. എല്ലാത്തിനും അതീതനായിരിക്കുന്ന, എല്ലാത്തിനും ഉപരിയായിരിക്കുന്നവനാണ്. മഹത്തായിരിക്കുന്ന അദ്ദേഹത്തിന് നമസ്കാരം. നമോ ഹനുമതേ തസ്മൈ നമോ മാരുത സൂനവേ നമഃ ശ്രീരാമ ഭക്തായ ശ്യാമായ മഹതേ നമഃ. അടുത്തത് 26-ാമത്തെ ശ്ലോകമാണ്. നമോ വാനരവീരായ സുഗ്രീവ സഖ്യകാരിണേ ലങ്കാവിദഹനായാഥ മഹാസാഗരതാരിണേ. നമോ വാനരവീരായ,
വീരനായ വാനരനായിക്കൊണ്ട് നമസ്കാരം. സുഗ്രീവ സഖ്യകാരിനെ, സുഗ്രീവനുമായി രാമന് സഖ്യമുണ്ടാക്കി കൊടുത്തത് അങ്ങാണ്. അതുകൊണ്ട് സുഗ്രീവനും ഗുണമുണ്ടായി, രാമചന്ദ്ര മഹാപ്രഭുവിനും ഗുണമുണ്ടായി. അപ്പൊ അങ്ങനെ സുഗ്രീവ സഖ്യകാരിയായിരുന്നു അങ്ങ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. ലങ്കാവിദഹനായാഥ, ലങ്കയെ ദഹിപ്പിച്ചവനായിക്കൊണ്ട് നമസ്കാരം. മഹാസാഗര താരിനെ, മഹത്തായ സാഗരത്തെ തരണം ചെയ്തവനും തരണം ചെയ്യിക്കുന്നവനുമായിക്കൊണ്ട് നമസ്കാരം. നമോ വാനരവീരായ സുഗ്രീവ സഖ്യകാരിനെ ലങ്കാവിദഹനായാഥ മഹാസാഗര താരിനെ. ഇതാണ് 26ാമത്തെ മന്ത്രം. അടുത്തത് 27ാമത്തെ മന്ത്രമാണ്. സീതാശോക വിനാശായ രാമമുദ്രാധരായ ച രാവണാന്തനിദാനായ നമഃ സർവോത്തരാത്മനെ. സീതാശോക വിനാശായ, സീതയുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കിയവൻ. ഹനുമാൻ സ്വാമി ഉള്ളത് കൊണ്ടായിരുന്നു രാമൻ തന്നെ തേടി വരുന്നുണ്ടെന്നുള്ള വിവരം സീതയ്ക്ക് ലഭിച്ചത്. സീത എവിടെയാണ് ഇരിക്കുന്നത് എന്ന വിവരം രാമന് ലഭിച്ചതും ഹനുമാൻ കൊണ്ടാണ്. ഹനുമാന്റെ കൃപ കൊണ്ടാണ് യുദ്ധം ജയിച്ചത്. അപ്പോൾ ഹനുമാൻ സ്വാമിയാണ് സീതയുടെ ദുഃഖത്തെ, കാരണം ശ്രീരാമനെ തിരിച്ചേൽപ്പിച്ചു, പ്രഭുവിനെ ലഭിച്ചു അമ്മയ്ക്ക്, അത് ഹനുമാന്റെ കൃപ കൊണ്ടാണ്. അതുകൊണ്ട് സീതാശോക വിനാശായ, ഹനുമാൻ സ്വാമിയെ കണ്ടപ്പോൾ തന്നെ സീതയുടെ ശോകം ഇല്ലാതെയായി. താൻ ഇവിടുന്ന് രക്ഷപ്പെടും, അത് ഉറപ്പാണെന്ന ബോധം കിട്ടി. ഏതുപോലെയാണോ ഭഗവാനെ അന്വേഷിക്കുന്ന ഭക്തർക്ക് ഗുരു വന്നിട്ട് ഭഗവാൻ ഉണ്ടെന്ന് ഉറപ്പ് നൽകുന്നത്, അവരുടെ ദുഃഖത്തിന് അരുതി വരുത്തുന്നത്, അതേപോലെ ഹനുമാൻ സ്വാമി സീതയുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കി. സീതാശോക വിനാശായ രാമമുദ്രാധരായ ച, രാമന്റെ മുദ്രയെ ധരിച്ചവനാണ്. രാമൻ ഒരു അടയാളമായിട്ട് മോതിരത്തെ കൊടുത്തുവല്ലോ, അത് ധരിച്ചുകൊണ്ടാണ് ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് ചെന്നത്. അത് കാണിച്ചു കൊടുത്തിട്ടാണ് സീതയുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കിയത്. ഞാൻ രാമന്റെ ആളാണ്, ഞാൻ രാമന്റെ ഭക്തനാണ്, രാമന്റെ സേവകനാണ് ഞാൻ എന്ന് ഉറപ്പിച്ചത് അത് കാണിച്ചു കൊടുത്തിട്ടാണ്. അതുകൊണ്ട് രാമമുദ്രാധരായ ച രാവണാന്ത നിദാനായ, നിദാനം എന്നാൽ കാരണം, രാവണന്റെ അന്തത്തിന് കാരണമായവൻ. രാവണനെ വധിച്ചത് ശ്രീരാമനാണ്, പക്ഷെ അതിന് കാരണക്കാരനായത് ഹനുമാൻ സ്വാമിയാണ്. കാരണം രാവണൻ എവിടെ ഉണ്ടെന്ന് കണ്ടെത്തി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് രാമനെ എത്തിച്ചത് ഹനുമാൻ സ്വാമിയാണ്, രാമദൂതനാണ്. അതുകൊണ്ട് രാവണാന്ത നിദാനായ നമഃ സർവോത്തരാത്മനെ, എല്ലാവരുടെയും ഏറ്റവും ഉയർന്ന ആത്മാവായിരിക്കുന്നവൻ. എല്ലാവരുടെയും ആത്മാവെന്ന് പറയുമ്പോൾ ജീവഭാവം, ജീവഭാവത്തിനേക്കാൾ ഏറ്റവും ഉയർന്നിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ പരബ്രഹ്മസ്വരൂപനായി പരമാത്മാവായിരിക്കുന്നവൻ സർവോത്തരാത്മാ എന്ന ശബ്ദം കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. സീതാശോക വിനാശായ രാമമുദ്രാധരായ ച രാവണാന്ത നിദാനായ നമഃ സർവോത്തരാത്മനെ. ഇതാണ് 27ാമത്തെ മന്ത്രം. അടുത്തത് 28ാമത്തെ മന്ത്രമാണ്. മേഘനാദ മഖധ്വംസകാരണായ നമോ നമഃ അശോകവന വിധ്വംസകാരിണേ ജയദായിനേ. മേഘനാദ മഖധ്വംസകാരണായ, മേഘനാഥൻ ഇന്ദ്രജിത്ത് രാവണന്റെ മകനാണ്. അദ്ദേഹം മഖം എന്ന് പറഞ്ഞാൽ യജ്ഞം. ഇന്ദ്രജിത്ത് ഒരു യാഗം നടത്താൻ നോക്കി. ആ യാഗത്തെ ധ്വംസകാരനായ, ആ യാഗത്തെ ഇല്ലാതെയാക്കിയവൻ, ആ യാഗത്തെ നശിപ്പിച്ചവൻ, അതിന് കാരണക്കാരനായവൻ ഹനുമാൻ സ്വാമിയാണ്. ആഭിചാരം ചെയ്യാനുള്ള ശക്തി വർദ്ധിപ്പിക്കാനായി അദ്ദേഹം ഒരു ക്രിയ ചെയ്യാൻ നോക്കി. ആ ക്രിയ ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കി വിഭീഷണൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഹനുമാൻ സ്വാമിയും മറ്റു വാനരന്മാരും ചെന്നിട്ടാണ് ആ യാഗം മുടക്കിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ശക്തി കിട്ടാതെയായി. അദ്ദേഹം ലക്ഷ്മണനോട് യുദ്ധം ചെയ്ത് വധിക്കപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് മേഘനാഥ മഖധ്വംസകാരണായ നമോ നമഃ, അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഞാൻ വീണ്ടും വീണ്ടും നമസ്കാരത്തെ അർപ്പിക്കുന്നു. അശോകവന വിധ്വംസകാരിനെ ജയദായിനെ. അശോകവനത്തിലായിരുന്നു സീതാദേവി ഇരുന്നത്. അവിടെ അമ്മ ഇരിക്കുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തെയും ഹനുമാൻ സ്വാമി നശിപ്പിച്ചു. കാരണം രാവണൻ തൻ്റെ സൗകര്യത്തിന് വേണ്ടി, തൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പണിതിട്ടുള്ളതാണത്. അപ്പൊ അത് നശിപ്പിക്കാന്ന് പറഞ്ഞാൽ രാവണന്റെ സുഖത്തിനെ ഇല്ലാതെയാക്കി, രാവണന്റെ സന്തോഷത്തെ കെടുത്തി. ഇപ്പോൾ രാമൻ വരും, തന്നെ വധിക്കുമെന്ന ഓർമ്മപ്പെടുത്തലായിട്ട്, ഒരു മുദ്രയായിട്ട് അതിനെ മാറ്റി. അതുകൊണ്ട് അശോകവന വിധ്വംസകാരിനെ, നമ്മളെല്ലാം ശോകം അനുഭവിക്കുന്ന സ്ഥലം എവിടെയാണ് അവിടെയെല്ലാം ആ ശോകത്തിനുള്ള കാരണത്തെ ഇല്ലാതെയാക്കുന്നവനാണെന്ന് സൂചിപ്പിക്കാൻ. കാരണം അശോകം എന്ന് പറഞ്ഞാൽ ശോകമില്ലാത്ത അവസ്ഥയാണ്. പക്ഷെ ആ അശോകവനികയിൽ ഇരുന്നു കൊണ്ടാണ് സീത ദുഃഖിച്ചിരുന്നത്. അപ്പൊ അശോകവനം എന്നുള്ളത് കൊണ്ട് സീത ദുഃഖം അനുഭവിച്ച സ്ഥലം എന്ന അർത്ഥമെടുത്താൽ നമ്മൾ ഓരോരുത്തരും ദുഃഖം അനുഭവിക്കുന്ന സ്ഥലത്തെ വന്ന് അതിനെ ഇല്ലാതെയാക്കുന്നവൻ, നമുക്ക് ദുഃഖ കാരണങ്ങളായി എന്തെല്ലാം ഉണ്ടോ അതിനെ എല്ലാം ഇല്ലാതെയാക്കുന്നവൻ എന്നർത്ഥം ഇവിടെ വന്നു. ജയദായിനെ, ജയത്തെ നൽകുന്നവനാണ് ജയദായി.
അപ്പോൾ രാമന് യുദ്ധത്തിൽ ജയത്തെ നൽകി, അതുപോലെ ഭക്തർക്ക് ജീവിതത്തിലും ജയത്തിനെ നൽകും. അങ്ങനെയുള്ള ഭഗവാന് നമോ നമ, വീണ്ടും വീണ്ടും നമസ്കാരം. മേഘനാഥ മഖധ്വംസകാരണായ നമോ നമ, അശോകവന വിധ്വംസകാരിണേ ജയദായിനേ. ഇതായിരുന്നു 28ാമത്തെ മന്ത്രം. അടുത്തത് 29ാമത്തെ മന്ത്രമാണ്. വായുപുത്രായ വീരായ ആകാശോദരഗാമിനെ വനപാല ശിരശ്ഛേത്രേ ലങ്കാ പ്രാസാദ ഭഞ്ജിനെ. വായുപുത്രായ, വായുവിന്റെ മകനായിക്കൊണ്ടിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. വീരായ, വീരനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ആകാശോദരഗാമിനെ, ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നവനായ അങ്ങയ്ക്ക് നമസ്കാരം. വനപാല ശിരശ്ഛേത്രേ, അശോകവനികയിൽ ഉണ്ടായിരുന്ന ആ വനത്തെ പാലിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ മുഴുവൻ അങ്ങ് വധിച്ചു. അതുകൊണ്ട് അവരുടെ ശിരസിനെ അങ്ങ് ഛേദിച്ചു. അപ്പൊ വനപാല ശിരശ്ഛേത്രേ, തൻ്റെ ഭക്തർക്ക് ദുഃഖമുണ്ടാക്കുന്ന ആൾക്കാരായിട്ടും ഇവിടെ വനപാല ശബ്ദത്തെ കൊടുക്കാം. അങ്ങനെ ദുഃഖമുണ്ടാക്കുന്നവരുടെ ശിരസിനെ ഛേദിക്കുന്നവൻ, തൻ്റെ ഭക്തരുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നവൻ, അതിൻ്റെ കാരണത്തെ ഇല്ലാതെയാക്കുന്നവൻ. വനപാല ശിരക്ഷേത്രേ ലങ്കാ പ്രാസാദ ഭഞ്ജിനെ, ലങ്കയിലുള്ള കൊട്ടാരങ്ങളെ മുഴുവൻ നശിപ്പിച്ചവനാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. വായുപുത്രായ വീരായ ആകാശോദരഗാമിനെ വനപാല ശിരശ്ഛേത്രേ ലങ്കാ പ്രാസാദ ഭഞ്ജിനെ. ഇവിടെ നമശബ്ദം തൊട്ടടുത്ത ശ്ലോകത്തിലാണ് വരുന്നത്. അപ്പൊ അതിവിടെ അന്വയിച്ചുകൊണ്ട് ചേർത്തിട്ട് നമസ്കാരം അർപ്പിച്ചു എന്ന് മനസ്സിലാക്കണം. ഇതാണ് 29ാമത്തെ മന്ത്രം. അടുത്തത് 30ാമത്തെ മന്ത്രം. ജ്വലത് കാഞ്ചന വർണ്ണായ ദീർഘലാംഗൂലധാരിനെ സൗമിത്രി ജയദാത്രേ ച രാമദൂതായ തേ നമഃ. ജ്വലത് കാഞ്ചന വർണ്ണായ, കാഞ്ചനം എന്നാൽ സ്വർണം, ജ്വലത്ത് എന്ന് പറഞ്ഞാൽ ജ്വലിക്കുക. അപ്പൊ നല്ല ഉരുക്കിയ സ്വർണത്തിന്റെ നിറത്തോടു കൂടിയവൻ. രുദ്രനെ വർണ്ണിക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു വർണ്ണനയാണ് ഉരുക്കിയ സ്വർണത്തിന്റെ നിറം. മഹാദേവന്റെ നിറമാണ് ആ നിറം. മഹാദേവന്റെ അംശം തന്നെയാണ് ഹനുമാൻ സ്വാമി, മഹാദേവൻ തന്നെയാണ് ഹനുമാൻ സ്വാമി. അപ്പൊ ആ രുദ്രത്വം കാണിക്കാനായിട്ട് ജ്വലത് കാഞ്ചന വർണ്ണായ, അദ്ദേഹത്തിന്റെ വർണ്ണവും അതുപോലെ തന്നെയാണ്. രുദ്രന്റെ സമാനമായ ദേഹകാന്തിയാണ് അദ്ദേഹത്തിനുള്ളത്. ദീർഘലാംഗൂല ധാരിണി, ലാംഗൂലം എന്നാൽ വാല്, ദീർഘം എന്നാൽ വലുത്, വളരെ വലിയ വാല് ധരിച്ചവൻ. അദ്ദേഹത്തിന് തന്റെ വാലിന്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനുമുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് ദീർഘലാംഗൂല ധാരിണി, ഹനുമാൻ സ്വാമിയുടെ വാലിനെ ധ്യാനിക്കുന്നത് തന്നെ വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ധ്യാനമാണ്. കാരണം സംരക്ഷണം നൽകുന്ന ഒന്നാണ് വാല്, ഹനുമാൻ സ്വാമിയുടെ വാല്. സൗമിത്രി ജയദാത്രേ ച, സൗമിത്രിക്ക് ജയത്തെ നൽകിയവൻ. സൗമിത്രി ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനോട് യുദ്ധം ചെയ്യുമ്പോൾ സഹായിക്കാനുണ്ടായിരുന്നത് ഹനുമാൻ സ്വാമിയാണ്. അതുകൊണ്ട് സൗമിത്രിക്ക് ജയത്തെ നൽകിയവൻ. രാമദൂതായ തേ നമ, അങ്ങനെയുള്ള രാമന്റെ ദൂതനായിരിക്കുന്ന അങ്ങയ്ക്ക് നമസ്കാരം. ജ്വലത് കാഞ്ചന വർണ്ണായ ദീർഘലാംഗൂലധാരിണേ സൗമിത്രി ജയദാത്രേ ച രാമദൂതായ തേ നമ. അടുത്തത് 31ാമത്തെ മന്ത്രമാണ്. അക്ഷസ്യ വധകർത്രേ ച ബ്രഹ്മശസ്ത്ര നിവാരിണേ ലക്ഷ്മണാംഗ മഹാശക്തി ജാതക്ഷത വിനാശിനേ. ഇവിടെയും നമശബ്ദമില്ല, തൊട്ടടുത്ത മന്ത്രത്തിലാണ് ഇതുള്ളത്. അതിവിടെ ചേർത്തിട്ട് നമ്മൾ നമസ്കാരം അർപ്പിക്കണം. അക്ഷസ്യ വധകർത്രേ, അക്ഷന്റെ വധത്തെ ചെയ്തവൻ. അക്ഷൻ നേരത്തെ പറഞ്ഞു രാവണന്റെ മകനായിരുന്നു. അദ്ദേഹത്തെ യുദ്ധത്തിൽ ഹനുമാൻ സ്വാമി വധിച്ചു. അതുകൊണ്ട് അക്ഷന്റെ വധത്തെ ചെയ്തവൻ. അക്ഷസ്യ വധകർത്തൃ, സീതയെ കാണാൻ വന്ന സമയത്താണ് അക്ഷകുമാരൻ യുദ്ധത്തിന് വരുന്നത്. അവിടെ അദ്ദേഹത്തെ വധിച്ചു. ബ്രഹ്മശസ്ത്ര നിവാരിണി, ആ സമയത്ത് ഇദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് ഇന്ദ്രജിത്ത് വന്നു. പല അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും പ്രയോഗിച്ചു നോക്കി. ഹനുമാൻ സ്വാമിയെ ഒന്നും ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് നേർക്ക് ബ്രഹ്മാസ്ത്രത്തെ അയച്ചു. എന്നാൽ ഹനുമാൻ സ്വാമിക്ക് ബ്രഹ്മാസ്ത്രവും ഏൽക്കില്ല, അത്രയും ശക്തിശാലിയാണ്. എന്നാൽ ബ്രഹ്മാസ്ത്രത്തിനൊരു മാനം കൊടുക്കണമെന്ന് കരുതി അദ്ദേഹം സ്വയം ബന്ധിതനായ പോലെ നിന്നു. എന്നാൽ ബ്രഹ്മാസ്ത്രം അദ്ദേഹത്തെ സ്പർശിച്ചില്ല. പിന്നീട് അസുരന്മാരൊക്കെ വന്ന് അദ്ദേഹത്തിനെ കയറുകൊണ്ടൊക്കെ കെട്ടാൻ നോക്കിയപ്പോൾ ബ്രഹ്മാസ്ത്രം തനിയെ മാറിപ്പോയി, ബ്രഹ്മാസ്ത്ര ബന്ധനം പോയി. അതുകൊണ്ട് ബ്രഹ്മശസ്ത്ര നിവാരിണി, ബ്രഹ്മത്തിന്റെ ആ ആയുധത്തെ ഇല്ലാതെയാക്കിയവൻ, അതിനെ പിന്തിരിപ്പിച്ചവൻ എന്നർത്ഥത്തിൽ ബ്രഹ്മശസ്ത്ര നിവാരിണെ. ലക്ഷ്മണാംഗ മഹാശക്തി ജാതക്ഷത വിനാശിനെ, ലക്ഷ്മണന്റെ ദേഹത്തേക്ക് രാവണൻ ഒരു ശക്തിയെ, വേലിനെ അയച്ചു. ആ വേല് കൊണ്ടുണ്ടായ ക്ഷതത്തെ ഇല്ലാതെയാക്കിയവൻ. ഹനുമാൻ സ്വാമി ചെന്ന് ആ വേലിനെ എടുത്തു മാറ്റി അവിടെ
ഹിമാലയത്തിൽ ചെന്ന് അവിടെ നിന്ന് മല കൊണ്ടുവന്ന് അതിൽ നിന്നുമുള്ള ഔഷധം തേച്ച് ലക്ഷ്മണനെ പുനർജീവിപ്പിച്ചു. ലക്ഷ്മണന് ജീവിതം തിരിച്ചു കൊടുത്തു. അതുകൊണ്ട് ലക്ഷ്മണാംഗ മഹാശക്തി ജാതക്ഷത വിനാശിനെ, അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിക്ക് നമസ്കാരം. അക്ഷസ്യ വധകർത്രേ ച ബ്രഹ്മശസ്ത്ര നിവാരിണേ ലക്ഷ്മണാംഗ മഹാശക്തി ജാതക്ഷത വിനാശിനെ. അടുത്തത് 32ാമത്തെ മന്ത്രമാണ്. രക്ഷോഘ്നായ രിപുഘ്നായ ഭൂതഘ്നായ നമോ നമഃ ഋക്ഷവാനര വീരൗഘ പ്രാസാദായ നമോ നമഃ. രക്ഷോഘ്നായ, രക്ഷസുകളെ ഇല്ലാതെയാക്കുന്നവൻ. രിപുഘ്നായ, ശത്രുക്കളെ ഇല്ലാതെയാക്കുന്നവൻ. ഭൂതഘ്നായ, ഭൂതങ്ങളെ ഇല്ലാതെയാക്കുന്നവൻ. നമോ നമഃ, അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം, വീണ്ടും വീണ്ടും നമസ്കാരം. ഋക്ഷവാനര വീരൗഘ പ്രാസാദായ നമോ നമഃ. ഋക്ഷൻ എന്നാൽ കരടി, വാനരൻ എന്നാൽ വാനരന്മാര്, കുരങ്ങന്മാര്, വീരന്മാര്, ഇവരുടെ ഓഘം, ഓഘം എന്നാൽ കൂട്ടം. അപ്പൊ ഋക്ഷന്മാരുടെയും വാനരന്മാരുടെയും വീരന്മാരുടെയും കൂട്ടത്തിന് പ്രാസാദം, അതായത് അവർക്ക് പ്രസാദത്തെ നൽകുന്നവൻ, അങ്ങനെ ഇരിക്കുന്ന അങ്ങയ്ക്ക് നമോ നമഃ, വീണ്ടും വീണ്ടും നമസ്കാരം. അതല്ലെങ്കിൽ വീരന്മാരായിട്ടുള്ള ഋക്ഷന്മാരുടെയും വാനരന്മാരുടെയും പ്രാസാദമായിരിക്കുന്നവൻ, അവരുടെ കൊട്ടാരത്തിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ്. അപ്പൊ അവർക്ക് മകുടമായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഋക്ഷവാനര വീരൗഘ പ്രാസാദായ നമോ നമഃ. അപ്പോൾ രക്ഷോഘ്നായ രിപുഘ്നായ ഭൂതഘ്നായ നമോ നമഃ ഋക്ഷവാനര വീരൗഘ പ്രാസാദായ നമോ നമഃ. 32ാമത്തെ മന്ത്രം. അടുത്തത് 33ാമത്തെ മന്ത്രമാണ്. പരസൈന്യ ബലഘ്നായ ശസ്ത്രാസ്ത്രഘ്നായ തേ നമഃ വിഷഘ്നായ ദ്വിഷഘ്നായ ഭയഘ്നായ നമോ നമഃ. പരസൈന്യ ബലഘ്നായ, പരസൈന്യത്തെ, ശത്രു സൈന്യത്തിന്റെ ബലത്തെ ഇല്ലാതെയാക്കുന്നവൻ. ശസ്ത്രാസ്ത്രഘ്നായ, ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും ഇല്ലാതെയാക്കുന്നവൻ. അതായത് നമുക്കെതിരെ ആര് നിന്നാലും അവരുടെ ബലത്തെ ഇല്ലാതെയാക്കും. അവർ നമ്മളെ മുറിവേൽപ്പിക്കാൻ അയക്കുന്ന ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും ഇല്ലാതെയാക്കും. അങ്ങനെയുള്ള അങ്ങയ്ക്ക് തേ നമഃ, നമസ്കാരം. വിഷഘ്നായ, വിഷത്തെ ഇല്ലാതെയാക്കുന്നവൻ. ദ്വിഷഘ്നായ, ദ്വിഷം എന്നാൽ ശത്രു, ശത്രുവിനെ ഇല്ലാതെയാക്കുന്നവൻ. ഭയഘ്നായ, ഭയത്തെ ഇല്ലാതെയാക്കുന്നവൻ. നമോ നമഃ, അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. ഇവിടെ സാധാരണഗതിയിലുള്ള വിഷത്തിൽ നിന്നും, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ജന്തുവിന്റെ കടിയേറ്റിട്ടോ ഉണ്ടാകുന്ന വിഷത്തിൽ നിന്നുമുള്ള രക്ഷയുമുണ്ട്. അതുപോലെ സൂക്ഷ്മമായി നമ്മുടെ മനസ്സിലുള്ള വിഷങ്ങളിൽ നിന്നുള്ള രക്ഷയുമുണ്ട്. ഭയത്തിൽ നിന്നും രക്ഷയുണ്ടാകും. ശത്രുവിനെയും ഇവിടെ ഇല്ലാതെയാക്കും. ശത്രുവിനെ ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ശത്രുതയെ ഇല്ലാതെയാക്കുമെന്നും നമ്മുടെ വ്യവഹാരത്തെ വളരെ നന്നാക്കിക്കൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമ്മളോടുള്ള ശത്രുതയും ഇല്ലാതെയാക്കും. ആ അർത്ഥത്തിലും ശത്രുവിനെ ഇല്ലാതെയാക്കും. പിന്നെ ഉപദ്രവിക്കാൻ വരുന്നവരെ ഇല്ലാതെയാക്കും എന്ന അർത്ഥവും എടുക്കാം. അപ്പൊ പരസൈന്യ ബലഘ്നായ ശസ്ത്രാസ്ത്രഘ്നായ തേ നമഃ വിഷഘ്നായ ദ്വിഷഘ്നായ ഭയഘ്നായ നമോ നമഃ. 33ാമത്തെ മന്ത്രമായിരുന്നു അത്. അടുത്തത് 34ാമത്തെ മന്ത്രമാണ്. മഹാരിപു ഭയഘ്നായ ഭക്തത്രാണൈകകാരിണേ പരപ്രേരിത മന്ത്രാനാം സ്തംഭകാരിണേ. മഹാരിപു ഭയഘ്നായ, ഏറ്റവും ശക്തിശാലിയായ റിപുവിൽ നിന്നുമുള്ള ഭയത്തെ ഇല്ലാതെയാക്കുന്നവൻ. ശത്രു എത്ര ശക്തിശാലിയാണെങ്കിലും അയാളിൽ നിന്നും നമുക്കൊരു ഭയവും നേരിടേണ്ടി വരില്ല, ഹനുമാൻ സ്വാമിയുടെ രക്ഷ നമുക്കുണ്ടെങ്കിൽ. അപ്പൊ ഹനുമാൻ സ്വാമിയുടെ രക്ഷയുണ്ടെങ്കിൽ എത്ര വലിയ ഭയമാണെങ്കിലും, എത്ര വലിയ ശത്രുവിൽ നിന്നുള്ള ഭയമാണെങ്കിലും അത് ഹനുമാൻ സ്വാമി ഇല്ലാതെയാക്കിയിരിക്കും, അതുറപ്പാണ്. ഭക്തത്രാണൈകകാരിണി, എന്തുകൊണ്ട് അത് ഇത്രയും ഉറപ്പുള്ളത്? ഭക്തത്രാണനത്തിൽ ഒരേ ഒരു കാരണമായിരിക്കുന്നവൻ. ത്രാണനം, രക്ഷ, ഭക്തരെ രക്ഷിക്കുന്നതിന്റെ ഒരേ ഒരു കാരണം അങ്ങാണ്. അങ്ങല്ലാതെ മറ്റൊരു രക്ഷ ഭക്തർക്കില്ല. അതുകൊണ്ട് ഏകരക്ഷകനായിരിക്കുന്നവനാണ് അങ്ങ്. അതുകൊണ്ട് എല്ലാ ശത്രുക്കളിൽ നിന്നുമുള്ള എത്ര വലിയ ഭയമാണെങ്കിലും അങ്ങില്ലാതെയാക്കും. പരപ്രേരിത മന്ത്രാനാം, പരന്മാര് അയക്കുന്ന മന്ത്രങ്ങളെ സ്തംഭകാരിനെ, അതിനെ സ്തംഭിപ്പിക്കുന്നവൻ. ആഭിചാരങ്ങൾ തുടങ്ങിയ ക്രിയകൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഉപദ്രവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പലരും പലതും ചെയ്യും. നമ്മൾ അറിയാതെ ആയിരിക്കും ഇതൊക്കെ ചെയ്യുക. പക്ഷെ ഈ ഒരു കവചത്തെ നമ്മൾ ജപിക്കുന്ന സമയത്ത് അത്തരം ഉപദ്രവങ്ങളെ ഹനുമാൻ സ്വാമി ഇല്ലാതെയാക്കി അവർക്ക് ദണ്ഡനം, തക്കതായ ദണ്ഡനം കൊടുക്കുമെന്ന ധ്വനി ഇവിടെ. അതുകൊണ്ടാണ് പരപ്രേരിത മന്ത്രാനാം സ്തംഭകാരിനെ, സാധാരണയുള്ള മന്ത്രങ്ങളെയും അദ്ദേഹം സ്തംഭിപ്പിക്കും. അതായത്
നമുക്ക് നേരെ എന്ത് തരം മന്ത്രങ്ങൾ അയച്ചാലും അതിനെ സ്തംഭിപ്പിക്കാനുള്ള ശേഷി അതുണ്ട്. അത് തന്നെ ശത്രുക്കൾ അയച്ചാൽ അത് വിശേഷാൽ സ്തംഭിപ്പിക്കാനുള്ള ശേഷിയുണ്ട് എന്നർത്ഥം ഇവിടെ വന്നു. ഇനി ചില പാഠങ്ങളിൽ ഈ രണ്ടാമത്തെ മന്ത്രാനാം എന്ന സ്ഥാനത്ത് യന്ത്രാനാം എന്നാണ് കാണുന്നത്. അതായത് പരപ്രേരിത മന്ത്രാനാം യന്ത്രാനാം സ്തംഭകാരിനെ. അപ്പൊ ശത്രുക്കൾ അയക്കുന്ന മന്ത്രങ്ങളെയും യന്ത്രങ്ങളെയും സ്തംഭിപ്പിക്കുന്നവൻ, അവരുടെ ഉപദ്രവങ്ങളെ തടയുന്നവൻ. ആഭിചാര ക്രിയകളൊക്കെ ആരെങ്കിലും നമുക്ക് നേരെ ചെയ്താൽ ആ ക്രിയകളിൽ നിന്നും നമുക്ക് രക്ഷയെ നൽകും, അത് ചെയ്തവരെ ശിക്ഷിക്കുകയും ചെയ്യും. ആ ശക്തിയുള്ള കവചമാണിത് എന്നിവിടെ നമുക്ക് മനസ്സിലാക്കാം. അതാണ് മഹാരിപു ഭയഘ്നായ ഭക്തത്രാണൈകാരിനെ പരപ്രേരിത മന്ത്രാനാം സ്തംഭകാരിനെ. അടുത്തത് 35-ാമത്തെ മന്ത്രമാണ്. പയഃ പാഷാണ തരണകാരണായ നമോ നമഃ ബാലാർക്ക മണ്ഡലഗ്രാസകാരിനെ ദുഃഖഹാരിനെ. പയസ് എന്ന് പറഞ്ഞാൽ ജലം, പാഷാണം എന്ന് പറഞ്ഞാൽ കല്ല്. അപ്പോൾ ജലത്തിൽ കല്ലിനെ, തരണകാരനായ ജലത്തിൽ കല്ലിനെ പൊന്തിക്കിടത്തി ആ കല്ലിനെ ഉപയോഗിച്ചുകൊണ്ട് ജലത്തെ മറികടക്കാൻ, അതായത് സേതുവിനെ പണിതു, അതിന് കാരണമായത് അങ്ങാണ്. അതുകൊണ്ട് പാഷാണ തരണകാരനായ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായത് കൊണ്ടാണ് ഇത്രയും ദുഷ്കരമായ പ്രവൃത്തി നടന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങ് ആ ഒരു മഹത്തായ കാര്യം ചെയ്തവനാണ്. അതുകൊണ്ട് അങ്ങേക്ക് നമസ്കാരം, നമസ്കാരം, വീണ്ടും വീണ്ടും നമസ്കാരത്തെ ഞാൻ സമർപ്പിക്കുന്നു. ബാലാർക്ക മണ്ഡല ഗ്രാസകാരിനെ, നേരത്തെ പറഞ്ഞതാണ്. ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ടപ്പോൾ പഴമാണെന്ന് കരുതി അതിൻ്റെ അടുത്തേക്ക് ചാടിയവൻ, അത് ഗ്രസിക്കാൻ വേണ്ടി, അത് പിടിക്കാൻ വേണ്ടി പോയവനായതുകൊണ്ട് ബാലാർക്ക മണ്ഡല ഗ്രാസകാരിനെ എന്ന് അദ്ദേഹത്തെ ഇവിടെ വിളിച്ചിരിക്കുന്നു. ദുഃഖഹാരിനെ, ദുഃഖത്തെ ഹരിക്കുന്നവനാണ്, ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നവനാണ്, പരിപൂർണമായി ദുഃഖത്തിൽ നിന്നും മോചനത്തെ നൽകുന്നവനാണ്. പയഃ പാഷാണ തരണകാരണായ നമോ നമഃ ബാലാർക്ക മണ്ഡലഗ്രാസകാരിനെ ദുഃഖഹാരിനെ. 35-ാമത്തെ മന്ത്രമായിരുന്നു. അടുത്തത് 36-ാമത്തെ മന്ത്രമാണ്. നഖായുധായ ഭീമായ ദന്തായുധധരായ ച വിഹംഗമായ ശർവായ വജ്രദേഹായ തേ നമഃ. നഖായുധായ, നഖത്തെ ആയുധമാക്കിയവൻ. ഭീമായ, ഭീമാകാരത്തോടു കൂടിയൊത്തവൻ. അദ്ദേഹത്തിന്റെ വലിപ്പം ആർക്കും കൽപ്പിക്കാൻ പോലും പറ്റില്ല, അത്രയും വലിപ്പമുള്ളവനാണ്. അതുകൊണ്ട് ഭീമായ. ദന്തായുധധരായ ച, ഇവിടെ ദന്തത്തെ ആയുധമാക്കിയവൻ എന്നൊരർത്ഥം എടുക്കാം. ദന്തം എന്നാൽ പല്ല്. അപ്പൊ നഖത്തെയും പല്ലിനെയും ഒക്കെ ആയുധമാക്കിയവനാണ്, തന്റെ ദേഹത്തെ തന്നെ ആയുധമാക്കിയവനാണ് എന്നർത്ഥം എടുക്കാം. ദന്ത ശബ്ദത്തിന് കൊടുമുടി എന്ന അർത്ഥമുണ്ട്. ഹനുമാൻ സ്വാമി പർവ്വതങ്ങളെ പൊക്കിക്കൊണ്ടവനാണ്. പർവ്വതങ്ങൾ തന്നെ ഹനുമാൻ സ്വാമിക്ക് ആയുധമാണ്. അപ്പോ പർവ്വതങ്ങളെ ആയുധമാക്കി ധരിച്ചവനായതുകൊണ്ട് ദന്തായുധധരായ ച എന്നർത്ഥം. വലിയ വലിയ കല്ലുകളും വൃക്ഷങ്ങളും ഒക്കെ എടുത്ത് ഭഗവാൻ എറിയുന്നത് രാമായണത്തിൽ നമുക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിലും ദന്തായുധധരായ ച. വിഹംഗമായ, ആകാശത്തിലൂടെ ഗമിക്കുന്നവനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആകാശത്തിലൂടെ ഗമിക്കാനുള്ള സിദ്ധിയുണ്ട്. അതുകൊണ്ടാണ് ഹിമാലയത്തിലൊക്കെ വളരെ പെട്ടെന്ന് മനസ്സ് സഞ്ചരിക്കുന്ന, മനോജവം എന്നാണ് പറയുക, ആ വേഗത്തിൽ ചെന്ന് പർവ്വതത്തെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. ശർവായ, ശർവൻ എന്നാൽ ശിവൻ, ശിവനായിരിക്കുന്നവനാണെന്ന്. ശർവശബ്ദത്തിന് ഹിംസിക്കുന്നവൻ എന്ന അർത്ഥമുണ്ട്. ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നവൻ അഥവാ പ്രപഞ്ചത്തെ മുഴുവൻ അവസാനം ലയിപ്പിക്കുന്നവനായതുകൊണ്ട് ശർവൻ. അങ്ങനെയുള്ള അങ്ങയ്ക്ക് വജ്രദേഹായ, വജ്രം ഇന്ദ്രന്റെ ആയുധമാണ്, ഏറ്റവും ശക്തിയുള്ള ആയുധമാണ്. ആ ശക്തിക്ക്, ആ ആയുധത്തിന് സമാനമായ ദേഹത്തോടു കൂടിയവൻ വജ്രദേഹായ. നേരത്തെ നഖായുധ, ദന്തായുധ എന്നൊക്കെ പറഞ്ഞു. ഭഗവാന്റെ ദേഹം തന്നെ വജ്ര സമാനമാണ്. അതുകൊണ്ട് ആ ദേഹം തന്നെ ആയുധമാണ്, അതിനെ എതിർക്കാൻ ഒന്നിനും സാധിക്കില്ല. അപ്പൊ വജ്രദേഹായ തേ നമഃ, അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഇതാണ് 36-ാമത്തെ മന്ത്രം. നഖായുധായ ഭീമായ ദന്തായുധധരായ ച വിഹംഗമായ ശർവായ വജ്രദേഹായ തേ നമഃ. അടുത്തത് 37-ാമത്തെ മന്ത്രമാണ്. പ്രതിഗ്രാമസ്ഥിതായാഥ ഭൂതപ്രേത വധാർത്തിനെ കരസ്ഥശൈലശസ്ത്രായ രാമശസ്ത്രായ തേ നമഃ. പ്രതിഗ്രാമസ്ഥിതായാഥ, ഗ്രാമം തോറും സ്ഥിതി ചെയ്യുന്നവൻ. ഭഗവാൻ എല്ലാ ഗ്രാമത്തിലും വസിക്കുന്നുണ്ട്. കാരണം എല്ലായിടത്തും ആൾക്കാർ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നുണ്ട്. ഏത് മൂർത്തിയെ ഉപാസിക്കുന്നവരാണെങ്കിലും ഗ്രാമത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഹനുമാൻ സ്വാമിയെ വിളിക്കുന്നത് പതിവാണ്. അതുകൊണ്ട് എല്ലാ ഗ്രാമത്തിലും അങ്ങുണ്ട്. സ്ഥൂലമായിട്ടുമുണ്ട്, സൂക്ഷ്മമായിട്ടുമുണ്ട്. ചിലപ്പോൾ മൂർത്തിയൊന്നും ഉണ്ടാവില്ല, ആൾക്കാരുടെ ഭക്തി കൊണ്ട് അവിടെ സാന്നിധ്യമുണ്ടാവും. അപ്പോൾ പ്രതിഗ്രാമസ്ഥിതായാഥ ഭൂതപ്രേത വധാർത്ഥിനെ. എന്തുകൊണ്ടാണ് ഗ്രാമങ്ങളിൽ അങ്ങയെ വെച്ച് ആരാധിക്കുന്നത്?
ഭൂതങ്ങളിൽ നിന്നും പ്രേതങ്ങളിൽ നിന്നുമുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഭൂതങ്ങളുടെയും പ്രേതങ്ങളുടെയും വധം നടത്താൻ വേണ്ടി അങ്ങയെ സദാ ആൾക്കാർ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അങ്ങ് എല്ലാ ഗ്രാമം തോറും ആരാധിക്കപ്പെടുന്നു, എല്ലാ ഗ്രാമത്തിലും അങ്ങ് വസിക്കുന്നു. അതൊന്നെങ്കിൽ ഭക്തരുടെ ഹൃദയത്തിൽ സൂക്ഷ്മഭാവത്തിലായിരിക്കാം ഓരോ ഗ്രാമത്തിലും വസിക്കുന്നത്, അല്ലെങ്കിൽ വിഗ്രഹ രൂപത്തിൽ തന്നെ അങ്ങ് ഓരോ ഗ്രാമത്തിലും വസിക്കുന്നുണ്ട്. അപ്പോൾ ഭൂതങ്ങളിൽ നിന്നും പ്രേതങ്ങളിൽ നിന്നുമുള്ള ഉപദ്രവങ്ങളും നമുക്കില്ലാതെയാകും. അതിൽ നിന്നുള്ള രക്ഷയും ഈ കവചം ഹനുമാൻ സ്വാമി നൽകും. കരസ്ഥ ശൈല ശസ്ത്രായ, തന്റെ കയ്യിൽ പിടിച്ചിട്ടുള്ള ശൈലത്തെ, ശൈലം എന്നാൽ പർവ്വതം, ആ പർവ്വതത്തെ തന്നെ ശസ്ത്രമാക്കിയവനാണ്. നേരത്തെ പറഞ്ഞ അതേ അർത്ഥമാണ്. അപ്പൊ ആ ഭാവത്തിൽ അത്രയും ശക്തിയുള്ളവനാണ് അദ്ദേഹം. കരസ്ഥ ശൈല ശസ്ത്രായ രാമശസ്ത്രായ തേ നമഃ. സാക്ഷാത് ശ്രീരാമന് ശസ്ത്രമായി വർത്തിച്ചവൻ, രാമന്റെ കാര്യം ചെയ്യാൻ രാമദൂതനായി രാമകിങ്കരനായി ഇരിക്കുന്നവനാണ്. ഹനുമാൻ സ്വാമിയാണ് ലങ്കയിൽ ഒരുപാട് പേരെ വധിച്ചത്. അപ്പോൾ രാമന്റെ ശത്രുക്കളെ മുഴുവൻ വധിക്കാൻ ഹനുമാൻ സ്വാമി ഒറ്റയ്ക്ക് പര്യാപ്തനായിരുന്നു. അതുകൊണ്ട് രാമൻ ഒരു ശസ്ത്രമായി തന്നെ ഹനുമാൻ സ്വാമി കൂടെ ഉണ്ടായിരുന്നു. സദാ ഹനുമാൻ സ്വാമി രാമന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാമശസ്ത്രായ തേ നമഃ. രാമൻ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നടത്തി കൊടുക്കുന്നവൻ, രാമന്റെ നേർക്ക് ആര് തിരിയുന്നോ അവരെ എല്ലാം വധിക്കുന്നവൻ. അതുകൊണ്ട് രാമശസ്ത്രം. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. പ്രതിഗ്രാമസ്ഥിതായാഥ ഭൂതപ്രേത വധാർത്ഥിനെ കരസ്ഥശൈലശസ്ത്രായ രാമശസ്ത്രായ തേ നമഃ. 37ാമത്തെ മന്ത്രമായിരുന്നു ഇത്. അടുത്തത് 38ാമത്തെ മന്ത്രമാണ്. കൗപീനവാസസേതുഭ്യം രാമഭക്തിരതായ ച ദക്ഷിണാശാഭാസ്കരായ സതാം ചന്ദ്രോദയാത്മനെ. കൗപീനവാസസേ, കൗപീനത്തെ, കോണകത്തെ ഉടുത്തവൻ, കൗപീനത്തെ ധരിച്ചവൻ, കൗപീനവാസസ്. രാമഭക്തിരതായ ച, രാമന്റെ ഭക്തിയിൽ സദാ രതിയുള്ളവൻ ആരോ അവൻ രാമഭക്തിരതൻ. രാമഭക്തിയിൽ അല്ലാതെ ഒന്നിലും ഹനുമാൻ സ്വാമിക്ക് രുചിയില്ല. ഹനുമാൻ ജീവിക്കുന്നത് രാമഭക്തിയുടെ ആനന്ദം നുകരാൻ, ആ മധുരം നുകരാനാണ്. അതുകൊണ്ട് രാമഭക്തിരതനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് രാമനോട് ഭക്തിയുമുണ്ട്. രാമനോട് ഭക്തി ആർക്കെല്ലാം ഉണ്ടോ അവരിലും ഹനുമാൻ സ്വാമി സന്തോഷിക്കുന്നു. ദക്ഷിണാശാ ഭാസ്കരായ, ആശ എന്നാൽ ദിക്ക്, ദക്ഷിണ ദിക്ക് അതായത് തെക്കു ഭാഗം, ആ തെക്കു ഭാഗത്തേക്ക് ഭാസ്കരനായി ഇരിക്കുന്നവൻ. ഭാസ്കരൻ എന്നാൽ സൂര്യൻ. തെക്കു ഭാഗത്തിന് ഭാസ്കരനായി, തെക്ക് ദിക്ക് എന്ന് പറയുന്നത് മൃത്യുവിന്റെ ദിക്കാണ്, യമന്റെ ദിക്കാണ്. അവിടെ ഒരു സൂര്യനെ പോലെ തപിക്കുന്നു എന്ന് പറഞ്ഞാൽ മൃത്യുവിന്റെ നേർക്ക് സൂര്യനെ പോലെ തപിക്കുന്നു, ഭക്തരെ രക്ഷിക്കുന്നു. ഭക്തർക്ക് രക്ഷ നൽകാൻ വേണ്ടി മൃത്യുവിനെ അടുക്കാതെ കാത്തു സൂക്ഷിക്കുന്നു എന്നൊരർത്ഥം. തെക്ക് ദിക്കിലേക്ക് പോകുന്നവരാരാ? മരണത്തിലേക്ക് പോകുന്നവരാണ്. അങ്ങനെ പോകുന്നവർക്ക് ഭാസ്കരനായിരിക്കുന്നവർ, അവർക്ക് വഴികാട്ടി ആയിരിക്കുന്നവർ, അവർക്ക് നല്ല ഗതി നൽകുന്നവൻ. കാരണം സൂര്യമണ്ഡലത്തിലൂടെയാണ് മോക്ഷം കിട്ടുക എന്ന് ഉപനിഷത്തുകളൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് ആ ഭാവത്തിൽ ഇരിക്കുന്നവൻ എന്ന് സൂചിപ്പിക്കാൻ ഭാസ്കരായ. അതുപോലെ സാധാരണ മർത്യർക്കൊക്കെ, സാധാരണ ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവരും മർത്യരാണ്, മരണത്തിലേക്ക് പോകുന്നവരാണ്. അവർക്കൊക്കെ ഭാസ്കരനായിരിക്കുന്നവനാണ്. സതാം ചന്ദ്രോദയാത്മനെ, നല്ല ആൾക്കാർക്ക്, സത്തുക്കൾക്ക് ചന്ദ്രോദയം പോലത്തെ ദേഹത്തോടൊത്തവനാണ്, ചന്ദ്രോദയത്തെ പോലത്തെ സ്വരൂപത്തോടൊത്തവനാണ്. ചന്ദ്രൻ ഉദിക്കുന്നത് മനസ്സിന് ആഹ്ലാദം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ സത്തുക്കൾക്ക് ആഹ്ലാദത്തെ ജനിപ്പിക്കുന്നവനാണ്. അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹത്തിന് നമസ്കാരം. കൗപീനവാസസേതുഭ്യം രാമഭക്തിരതായ ച ദക്ഷിണാശാ ഭാസ്കരായ സതാം ചന്ദ്രോദയാത്മനെ. ഇവിടെ ഒന്നും നമശബ്ദമില്ല, നമ്മളത് ആരോപിക്കണം. അടുത്തത് 39ാമത്തെ മന്ത്രമാണ്. കൃത്യാക്ഷത വ്യഥാഘ്നായ സർവക്ലേശഹരായ ച സ്വാമ്യാജ്ഞാപാർത്ഥ സംഗ്രാമ സഖ്യ സഞ്ജയകാരിണേ. കൃത്യാക്ഷത വ്യഥാഘ്നായ, കൃത്യ എന്നാൽ ദുർമൂർത്തികളാണ്. ആഭിചാരം ചെയ്യുന്ന സമയത്ത് ഒരുവനെ നശിപ്പിക്കാനായിട്ട് അയക്കുന്ന സൂക്ഷ്മ ശക്തികളാണ്, ദുഷ്ടശക്തികളാണ്. അതിനെയാണ് കൃത്യകൾ എന്ന് വിളിക്കുക. അങ്ങനത്തെ കൃത്യയിൽ നിന്നും ക്ഷതമേൽക്കുമ്പോൾ, അങ്ങനത്തെ കൃത്യകൾ നമ്മുടെ നേർക്ക് ആരെങ്കിലുമൊക്കെ ആഭിചാര ക്രിയ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ കൃത്യ നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അതിന്റെ ക്ഷതം നമുക്കുണ്ടാകുമ്പോൾ, അതിന്റെ ഉപദ്രവം നമുക്കുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വ്യഥ, ദുഃഖത്തിൽ നിന്നും ആ സങ്കടത്തിൽ നിന്നും ഹനുമാൻ സ്വാമി നമ്മളെ രക്ഷിക്കും. അതിനെ അഘ്നായ എന്ന് പറയുമ്പോൾ അതിനെ ഇല്ലാതെയാക്കും. അപ്പോൾ കൃത്യാക്ഷത വ്യഥാഘ്നായ എന്ന് പറഞ്ഞാൽ കൃത്യകളുടെ ഉപദ്രവത്തെ, ആഭിചാരത്തിന്റെ ഉപദ്രവത്തെ നശിപ്പിക്കുന്നവനാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. സർവക്ലേശഹരായ ച, എല്ലാ ക്ലേശങ്ങളെയും ഹരിക്കുന്നവനാണ്.
ഇങ്ങനെ സൂക്ഷ്മ രൂപത്തിൽ മറ്റുള്ളവരുടെ ഉപദ്രവത്തിൽ നിന്നും വരുന്ന ക്ലേശങ്ങളെയും ഇല്ലാതെയാക്കും. സ്വന്തം കർമ്മഫലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ക്ലേശങ്ങളെയും അങ്ങ് ഇല്ലാതെയാക്കും. 3 തരം ആദി ദൈവികം, ആദി ഭൗതികം, ആധ്യാത്മികം എങ്ങനെയുള്ള 3 ദുഃഖങ്ങളെയും അങ്ങ് ഇല്ലാതെയാക്കും. അതുകൊണ്ട് സർവക്ലേശഹരായ ച സ്വാമ്യാജ്ഞാപാർത്ഥ സംഗ്രാമ സഖ്യ സഞ്ജയകാരിണേ. സ്വാമിയുടെ ആജ്ഞയെ മനസ്സിലാക്കി സഖ്യത്തെ ചെയ്തുകൊണ്ട് യുദ്ധത്തിൽ ജയത്തെ പ്രദാനം ചെയ്തവനാണ് അങ്ങ്. ഇവിടെ 2 അർത്ഥം വരുന്നുണ്ട്. ഒന്ന്, സുഗ്രീവന് മന്ത്രിയായിട്ടാണ് ഹനുമാൻ സ്വാമി ഇരിക്കുന്നത്. അപ്പൊ സുഗ്രീവനെ സ്വാമിയായി കാണും. ആ സുഗ്രീവന് ക്ഷേമം ഉണ്ടാവണമെന്ന് കരുതി ശ്രീരാമസ്വാമിയോട് സഖ്യം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ സുഗ്രീവന് ബാലിയെ ജയിക്കാൻ സാധിച്ചു. തന്റെ രാജ്യം തിരിച്ചു കിട്ടി. അപ്പൊ സുഗ്രീവന് യുദ്ധത്തിൽ ജയമുണ്ടായി. ഇനി രണ്ടാമതായി നോക്കിയാൽ ശ്രീരാമസ്വാമിയാണ് ഹനുമാന്റെ ഏകസ്വാമി. ഹനുമാൻ രാമദൂതനാണ്, രാമഭക്തനാണ്. അപ്പൊ ശ്രീരാമസ്വാമിക്ക് രാവണനെ വധിച്ച് സീതയെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വാനര സൈന്യം ആവശ്യമാണെന്ന് മനസ്സിലാക്കി രാമനെ സുഗ്രീവനുമായി സഖ്യം നടത്തി ലങ്കയിൽ കൊണ്ടുപോയി യുദ്ധം നടത്തി രാവണനെ വധിച്ച് സീതയെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ യുദ്ധത്തിൽ ജയിപ്പിച്ചവൻ. അപ്പോൾ സ്വാമിയുടെ ആജ്ഞയെ അനുസരിച്ചുകൊണ്ട് യുദ്ധത്തിൽ സഖ്യം ചെയ്തുകൊണ്ട് ജയത്തിന് കാരണമായവൻ. ഇനി ഇവിടെ സ്വാമി ശബ്ദം കൊണ്ട് നമുക്ക് ശ്രീകൃഷ്ണനെ എടുത്താൽ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് കേട്ടിട്ട് അർജുനന്റെ രഥത്തിൽ അദ്ദേഹം വന്നിരുന്നു. അപ്പൊ അർജുനനോട് അദ്ദേഹത്തിന് ഒരു സഖ്യം ചെയ്തു. അങ്ങനെ അർജുനന്റെ രഥത്തിൽ കൊടിയടയാളമായി അദ്ദേഹം വന്നിരുന്നത് കൊണ്ടാണ് അർജുനൻ ആ യുദ്ധം ജയിക്കാൻ പറ്റിയത്. യുദ്ധഭൂമിയിൽ ഒരുപാട് അസ്ത്രശസ്ത്രങ്ങൾ ഏറ്റിട്ടുള്ള ആ രഥത്തിന് ഒരു നാശവും ഉണ്ടാവാതിരുന്നത് ഹനുമാൻ സ്വാമി ഉള്ളത് കൊണ്ടാണ്. യുദ്ധമെല്ലാം അവസാനിച്ച സമയത്ത് കൃഷ്ണൻ രഥത്തിൽ നിന്ന് ഇറങ്ങാതെ അർജുനനോട് ഇറങ്ങാൻ പറയുന്നുണ്ട്. അർജുനൻ ഒരു മടി, കാരണം യോദ്ധാവിനെ സാരഥിയാണ് പിടിച്ചിറക്കേണ്ടത്. അപ്പൊ സാരഥി ആദ്യം ഇറങ്ങണമെന്നുള്ള ചിട്ടയുള്ളതുകൊണ്ട് അർജുനൻ മടിച്ചു നിൽക്കുകയാണ്. പക്ഷെ കൃഷ്ണൻ പറയും നീ ഇറങ്ങിക്കോ എന്ന് പറയും. അങ്ങനെ നിവൃത്തിയില്ലാതെ അർജുനൻ ഇറങ്ങി നീങ്ങും. കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ കൃഷ്ണൻ ഇറങ്ങും. കൃഷ്ണൻ ഇറങ്ങി ആ രഥം വിട്ടതോടുകൂടി ആ രഥം പൊട്ടിത്തെറിച്ചു പോവുകയാണ്. അർജുനൻ ആകെ ആശ്ചര്യപ്പെട്ടു പോകും. ആ സമയത്ത് കൃഷ്ണൻ പറയുന്നുണ്ട്, ഹനുമാൻ സ്വാമി അതിന്റെ മുകളിൽ ഇരുന്നത് കൊണ്ടാണ് നിന്റെ രഥത്തിന് ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ പറ്റിയത്. കാരണം അത്രയും പവർഫുൾ ആയ അസ്ത്രങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. അതെല്ലാം തടഞ്ഞു നിർത്തിയിരിക്കുന്ന അദ്ദേഹം എന്തുകൊണ്ട് അവിടെ ഇരുന്നത്? ഞാൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ എന്ന് ഈ രഥത്തെ ഉപേക്ഷിക്കുന്നുവോ അന്ന് അദ്ദേഹവും ഉപേക്ഷിക്കും. അപ്പൊ ഞാൻ വിട്ടപ്പോൾ അദ്ദേഹം പോയി, അതുകൊണ്ട് അസ്ത്രങ്ങളെല്ലാം ഏറ്റു, അത് പൊടിഞ്ഞ് ഭസ്മമായി പോയി. അപ്പൊ അതുകൊണ്ട് അർജുനനെ സഖ്യം ചെയ്ത് തന്റെ സ്വാമിയുടെ ആജ്ഞ സ്വീകരിച്ചു. കാരണം രാമനും കൃഷ്ണനും ഒന്ന് തന്നെയാണ്, രണ്ടല്ല, ഒന്ന് തന്നെ. അപ്പൊ അതുകൊണ്ട് സ്വാമിയുടെ ആജ്ഞയെ സ്വീകരിച്ച് അർജുനനുമായി സഖ്യം ചെയ്ത് യുദ്ധത്തിൽ ജയത്തെ ഉണ്ടാക്കിയവർ. അപ്പോൾ സുഗ്രീവന് യുദ്ധജയം കൊടുത്തു, ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് യുദ്ധജയം കൊടുത്തു, അർജുനനും പാണ്ഡവർക്കും യുദ്ധജയം കൊടുത്തു. അതുകൊണ്ട് സ്വാമ്യാജ്ഞാപാർത്ഥ സംഗ്രാമ സഖ്യ സഞ്ജയകാരിണേ എന്ന് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു. കൃത്യാക്ഷത വ്യഥാഗ്നായ സർവക്ലേശഹരായ ച സ്വാമ്യാജ്ഞാപാർത്ഥ സംഗ്രാമ സഖ്യ സഞ്ജയകാരിണേ. 39ാമത്തെ മന്ത്രമായിരുന്നു. അടുത്തത് 40ാമത്തെ മന്ത്രമാണ്. ഭക്താനാം ദിവ്യവാദേഷു സംഗ്രാമേ ജയകാരിണേ കിൽകിലാരവകാരായ ഘോരശബ്ദകരായ ച. ഭക്താനാം ഭക്തർക്ക് ദിവ്യവാദേഷു സംഗ്രാമേ ജയകാരിണേ, ഭക്തർക്ക് ജയത്തെ പ്രദാനം ചെയ്യുന്നവനാണ്. ദിവ്യവാദങ്ങളിലും സംഗ്രാമങ്ങളിലും, സംഗ്രാമം എന്നാൽ യുദ്ധം, യുദ്ധത്തിൽ ഭക്തർക്ക് ജയത്തെ പ്രദാനം ചെയ്യുന്നു. നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇനി ദിവ്യവാദേഷു, വാദം എന്നാൽ തർക്കം. ദിവ്യമായ തർക്കം എന്ന് പറയുമ്പോൾ ആത്മീയമായ തർക്കം എന്നിവിടെ എടുക്കാം. അപ്പൊ ഈശ്വരനെ സംബന്ധിച്ച പൗരാണികമായ ആധ്യാത്മിക വിഷയത്തിലുള്ള തർക്കങ്ങളിലൊക്കെ ഭക്തന്മാർക്ക് ജയം നൽകുന്നു. ഇനി നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള എല്ലാ തർക്കവും ദിവ്യ തർക്കമാണ്. അപ്പൊ ജീവിതത്തിലുള്ള ഏതെല്ലാം തർക്കങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുന്നുവോ അവിടെയൊക്കെ നമുക്ക് ജയത്തെ അദ്ദേഹം പ്രദാനം ചെയ്യും എന്നുള്ള അർത്ഥവും ദിവ്യവാദേഷു ജയകാരിണേ എന്ന പദത്തിനുണ്ട്. കിൽകിലാരവകാരായ, കിൽകില ശബ്ദത്തെ പുറപ്പെടുവിക്കുന്നവനാണ് കിൽകിലാരവം. അത് കേൾക്കാൻ രസമുള്ള വാനരന്മാരുണ്ടാക്കുന്ന ശബ്ദമാണ്. അപ്പൊ ഭക്തരെ സന്തോഷിപ്പിക്കുന്നവനാണ് എന്നർത്ഥത്തിൽ കിൽകിലാരവകാരായ. കാരണം ഹനുമാൻ സ്വാമിയുടെ ആ ശബ്ദം കേൾക്കുമ്പോൾ ഭക്തർക്ക് സന്തോഷമാണ് കിൽകില ശബ്ദം കേൾക്കുമ്പോൾ. കാരണം വാനര സഹജമായ ഭാവം കാണിക്കാൻ. ഘോര ശബ്ദകരായ ച, എന്നാൽ ഘോരമായ ശബ്ദത്തെയും അദ്ദേഹം പുറപ്പെടുവിക്കുന്നുണ്ട്. യുദ്ധസമയത്തൊക്കെ ഹനുമാൻ സ്വാമി സിംഹനാദമാണ് പുറപ്പെടുവിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗർജനം കേട്ടാൽ ശത്രുക്കളൊക്കെ ഭയന്ന് ഓടും, അത്രയും ശക്തിയാണ്. അപ്പോൾ വളരെ സൗമ്യനായിരിക്കാനും ഭക്തർക്ക് ആനന്ദമുണ്ടാക്കാനും അദ്ദേഹം അറിയാം.
ദുഷ്ടരെ നിഗ്രഹിക്കാനുള്ള ഗർജനം ഉണ്ടാക്കാനും അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അതുകൊണ്ട് കിൽക്കിലാരവകാരായ ഘോരശബ്ദകരായ ച, അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിക്ക് നമസ്കാരം. ഭക്താനാം ദിവ്യവാദേഷു സംഗ്രാമേ ജയകാരിണേ കിൽക്കിലാരവകാരായ ഘോരശബ്ദകരായ ച. 40ാമത്തെ മന്ത്രമായിരുന്നു. അടുത്തത് 41ാമത്തെ മന്ത്രമാണ്. സർവാഗ്നിവ്യാധി സംസ്തംഭകാരിണേ ഭയഹാരിണേ സദാ വനഫലാഹാര സംതൃപ്തായ വിശേഷത. സർവ അഗ്നി വ്യാധി സംസ്തംഭകാരിണേ, എല്ലാ പ്രകാരത്തിലുള്ള അഗ്നിയെയും വ്യാധിയെയും സ്തംഭിപ്പിക്കുന്നവനാണ് അങ്ങ്. അഗ്നി എന്ന് പറഞ്ഞാൽ ഇവിടെ താപത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ താപങ്ങളെയും ഭഗവാൻ സ്തംഭിപ്പിക്കും, അതിനെ ഭഗവാൻ തടയും. ഇനി പ്രകൃതിയിലുള്ള അഗ്നി തന്നെ നമ്മുടെ നേർക്ക് വന്നാൽ അതിനെയും തടയും. വ്യാധികളെ, അസുഖങ്ങളെയും ഭഗവാൻ തടയും. ഇതിനെയെല്ലാം സ്തംഭിപ്പിക്കുന്നവനാണ്, ഇതിനെയെല്ലാം തടയുന്നവനാണ് അങ്ങ്. അപ്പൊ ദേഹത്തിന് വേണ്ട ആരോഗ്യം, രക്ഷ അങ്ങ് നൽകും. ഭയഹാരിനെ, ഇനി മനസ്സിന്റെ ആരോഗ്യമോ, മനസ്സിന്റെ ഏറ്റവും വലിയ രോഗമാണ് ഭയം. ആ ഭയത്തെ ഇല്ലാതെയാക്കും, ഭയത്തെ ഹരിക്കുന്നവനാണ് അങ്ങ്. സദാ വനഫലാഹാര സംതൃപ്തായ, വനത്തിൽ നിന്നും ലഭിക്കുന്നുള്ള ഫലങ്ങളെ ഭക്ഷിച്ച് സംതൃപ്തി അടയുന്നവൻ. ഭഗവാന് വലിയ വലിയ വസ്തുക്കളൊന്നും ആവശ്യമില്ല, പഴവർഗ്ഗങ്ങൾ മാത്രം മതി. വനത്തിൽ ലഭിക്കുന്ന, കൃഷി പോലും ചെയ്യേണ്ട ആവശ്യമില്ല, വനത്തിൽ സുലഭമായി ലഭിക്കുന്ന ഫലങ്ങൾ കഴിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന താപസമൂർത്തിയാണ് ആഞ്ജനേയൻ. അതുകൊണ്ട് സദാ വനഫലാഹാര സംതൃപ്തായ വിശേഷത, അങ്ങനെ വിശേഷിച്ചും ഇരിക്കുന്നവനാണ്, അതിൽ സംതൃപ്തനാണ്, അത് ലഭിച്ചാൽ അധികം സന്തോഷിക്കുന്നവനുമാണ്. അതായത് ഭഗവാന് നമ്മൾ നൽകേണ്ടതും ഈ വനത്തിലുള്ള ഫലാഹാരങ്ങളാണ്. ഈ വനത്തിലുള്ള ഫലാഹാരങ്ങൾ നൽകുക എന്ന് പറഞ്ഞാൽ ഉപാസനയിൽ അത് സമർപ്പിക്കുക എന്ന അർത്ഥവുമുണ്ട്. അത്തരം ഫലങ്ങളെ നമ്മൾ ഭക്ഷിച്ച് ലളിതമായ ജീവിതം നമ്മൾ സ്വീകരിച്ചാൽ അതിൽ ഭഗവാന് വിശേഷപ്പെട്ട സന്തോഷമുണ്ടാവും എന്ന ധ്വനിയുമുണ്ട്. അപ്പോൾ വ്രതപൂർണമായ നല്ല ചിട്ടയോടുകൂടിയുള്ള ലളിതമായ ജീവിതം ഭക്തർ സ്വീകരിക്കണം. അതിൽ ഹനുമാൻ സ്വാമിക്ക് സന്തോഷമുണ്ടെന്നും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. സർവാഗ്നി വ്യാധി സംസ്തംഭകാരിണേ ഭയഹാരിണേ സദാ വനഫലാഹാര സംതൃപ്തായ വിശേഷത. 41ാമത്തെ മന്ത്രമാണ്. അടുത്തത് 42ാമത്തെ മന്ത്രമാണ്. മഹാർണവ ശിലാബദ്ധ സേതുബന്ധായ തേ നമഃ ഇത്യേതത് കഥിതം വിപ്രഃ മാരുതേ കവചം ശിവം. മഹാർണവം, മഹത്തായ സാഗരം, ലങ്കയുടെയും ഭാരതത്തിന്റെയും ഇടയിൽ ഉണ്ടായിരുന്ന സാഗരം. ആ സാഗരത്തിൽ ശിലാബദ്ധം, ശില കൊണ്ട്, കല്ലുകൊണ്ട് ബന്ധിച്ചിട്ട് സേതുബന്ധായ, ഒരു സേതുവിനെ, ഒരു ബ്രിഡ്ജിനെ നിർമ്മിച്ചവനാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ, ആ ലക്ഷ്യം നേടാൻ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിലേക്കുള്ള വഴിയെ എളുപ്പമാക്കി തരും. ലക്ഷ്യത്തിലേക്കുള്ള തടസ്സമാണ് സാഗരം. ആ സാഗരത്തെ ലംഘിക്കാനുള്ള വഴി, സേതുവിനെ ഹനുമാൻ സ്വാമി നമുക്ക് പ്രദാനം ചെയ്യും. അപ്പൊ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മെ നയിക്കും, അത് നമുക്ക് നേടിത്തന്നിരിക്കും. അത് ഹനുമാൻ സ്വാമിയുടെ കൃപയാണ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. മഹാർണവ ശിലാബദ്ധ സേതുബന്ധായ തേ നമഃ ഇതി ഏതത് കഥിതം വിപ്ര മാരുതേ കവചം ശിവം. അല്ലയോ വിപ്ര, ഇത് സനത്കുമാരന് വിളിക്കുകയാണ്. ഇപ്രകാരം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള മാരുതിയുടെ കവചം ശിവം, അതിമംഗളകരമാണ്. ഇവിടെ കവചം അവസാനിക്കുകയാണ്. കാരണം ഈ കവചത്തെ നമ്മൾ ജപിച്ചാൽ നമുക്ക് എല്ലാ മംഗളങ്ങളും ലഭിക്കും. കാരണം ശിവസ്വരൂപനാണ് ഹനുമാൻ സ്വാമി, ശിവൻ തന്നെയാണ്. അപ്പൊ ഹനുമാൻ സ്വാമിയെ നമ്മൾ ഇങ്ങനെ ഉപാസിക്കുന്ന സമയത്ത് ഹനുമാൻ സ്വാമിയുടെ കൃപ നമ്മിൽ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാകും, അതുറപ്പാണ് എന്നിവിടെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു തന്നെ നമുക്ക് ഉറപ്പ് നൽകുന്നു. മഹാർണവ ശിലാബദ്ധ സേതുബന്ധായ തേ നമഃ ഇത്യേതത് കഥിതം വിപ്ര മാരുതേ കവചം ശിവം. അങ്ങനെ 42 ശ്ലോകങ്ങളുള്ള കവചം അവസാനിച്ചു. ഇനി ഏകദേശം ഒരു 3 ശ്ലോകത്തിൽ ഫലശ്രുതിയെ ഇവിടെ സൂചിപ്പിക്കുന്നു. ഇതും പുരാണത്തിൽ ഉള്ളത് തന്നെയാണ്. നമുക്ക് അതൊന്ന് ചൊല്ലി അതിന്റെ അർത്ഥവും ഒന്ന് നോക്കാം. യസ്മൈ കസ്മൈ ന ദാതവ്യം രക്ഷണീയം പ്രയത്നത. ഇത് എല്ലാവർക്കും കൊടുക്കാൻ പാടില്ല. യസ്മൈ കസ്മൈ ന ദാതവ്യം. കാരണം വരുന്ന ആൾക്ക് അത് ഉൾക്കൊള്ളാനുള്ള യോഗ്യതയുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഈ കവചം നൽകാൻ പാടുള്ളൂ. ഇപ്പൊ ഇവിടെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു സനത്കുമാരനിൽ ആ യോഗ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മാത്രമാണ് അത് നൽകിയത്.
സനത് കുമാരനിലൂടെ ഇനി അർഹതപ്പെട്ടവർക്കെല്ലാം ഇത് ലഭിക്കട്ടെ എന്നും അദ്ദേഹം ആഗ്രഹിച്ചു. ഇപ്പൊ ഇങ്ങനൊരു കവചമുണ്ടെന്ന് നമ്മൾ അറിയുന്നത് തന്നെ നമുക്ക് അതിനുള്ള യോഗ്യത ഉള്ളത് കൊണ്ടാണ്. ഭഗവാന്റെ കൃപയില്ലാതെ ഇങ്ങനെ ഒരു കവചം കേൾക്കാനോ ചിന്തിക്കാനോ നമുക്ക് സാധിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു കവചമുണ്ടെന്ന് അറിവുണ്ടെങ്കിൽ തന്നെ ഇത് ഉപാസിക്കാനുള്ള ഗുണം നമുക്കുണ്ട്, അതിനുള്ള സാധ്യതയായിരിക്കും ഒരു പക്ഷേ ഉണ്ടാവുക. ചിലപ്പോൾ ഗുണമായിട്ടില്ലെങ്കിലും അതിനുള്ള സാധ്യതയുണ്ടാവും. അപ്പൊ ആ ഗുണങ്ങളെ നമ്മൾ നേടണം. അത് നേടിക്കഴിഞ്ഞിട്ട് വേണം ഈ കവചത്തെ ജപിക്കാൻ. അപ്പൊ ആ ഗുണം നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് നല്ല ഭക്തി, നല്ല വിശ്വാസം, നല്ല ശ്രദ്ധ, ഇതൊക്കെയാണ് ആ ഗുണങ്ങൾ. ഇതുണ്ടോ, മനഃശുദ്ധി ഉണ്ടോ, ഇതെല്ലാം നോക്കി ആ ഭക്തിയുടെ ബലം കൊണ്ട് ഇതിനെ നമ്മൾ ഉപാസിക്കണം. അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാവർക്കും കൊടുക്കാൻ പാടില്ല, യോഗ്യരായവർക്ക് മാത്രമേ ഇത് നൽകാൻ പാടൂ. യസ്മൈ കസ്മൈന ദാതവ്യം രക്ഷണീയം പ്രയത്നത. എല്ലാ പ്രകാരത്തിലുമുള്ള പ്രയത്നം കൊണ്ട് ഇത് രക്ഷിക്കണം. ഇത് രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ദിവസവും ചൊല്ലി മനസ്സിലാക്കി ധരിക്കണം. ഇത് സാധാരണക്കാർക്ക് നൽകണമെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ ഇത് ഉണ്ടാവണം. അപ്പൊ ഈ കവചത്തെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ അർഹതപ്പെട്ട ആൾക്കാർക്ക് ഈ കവചം നൽകുകയും അർഹതയില്ലാത്തവരിൽ നിന്നും ഇതിനെ രക്ഷിക്കുകയും ചെയ്യണം. കാരണം വിശ്വാസമില്ലാത്ത ഒരാൾക്ക് ഇത് വെറും ശബ്ദ കോലാഹലമാണ്, ഇതുകൊണ്ട് അയാൾക്ക് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ വിശ്വാസമുള്ളവരാണെന്ന് ഉറപ്പുവരുത്തി അവർക്ക് കൊടുക്കുകയും അല്ലാത്തവരിൽ നിന്നും ഇതിനെ രക്ഷിക്കുകയും. അല്ലാത്തവരോട് തർക്കിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. വിശ്വാസമില്ലാത്തവർ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ശ്രവിക്കേണ്ട ആവശ്യം പോലുമില്ല, അവർക്കിത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് ഇത് എല്ലാ പ്രകാരത്തിലും രക്ഷിക്കണം. അത്രയും ദിവ്യമായ വസ്തുവാണെന്ന ഓർമ്മപ്പെടുത്തലും ഇവിടെയുണ്ട്. ഇപ്പൊ വളരെ അമൂല്യമായ വസ്തുക്കളെയാണല്ലോ നമ്മൾ എല്ലാ പ്രകാരത്തിലും രക്ഷിക്കാൻ നോക്കുക. അപ്പൊ ഏറ്റവും അമൂല്യമായ ഒരു നിധിയായിട്ട് ഈ സ്തോത്രത്തെ കാണണം എന്ന് രാമൻ ഇവിടെ നമ്മോട് പറയുന്നു. അഷ്ടഗന്ധൈർ വിലിഖ്യാത കവചം ധാരയേതു യഃ. അഷ്ടഗന്ധങ്ങളെ കൊണ്ട് ഇത് എഴുതിയിട്ട് ഈ കവചത്തെ ആര് ധരിക്കുന്നുവോ, ഇനി ഇത് എവിടെയാണ് ധരിക്കേണ്ടതെന്ന് തുടർന്നുള്ള ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. കണ്ഠേ വാ ദക്ഷിണേ ബാഹോ ജയസ്തസ്യ പദേ പദേ. അഷ്ടഗന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ 8 സാധനങ്ങൾ ചേർന്നിട്ടുള്ള കൂട്ടാണ്. അകില്, ചന്ദനം, ഗുൽഗുലു, മാഞ്ചി, കുങ്കുമം, കൊട്ടം, രാമച്ചം, ഇരുവേലി. ഈ 8 സാധനങ്ങൾ ചേർന്നിട്ടുള്ള കൂട്ടാണ് അഷ്ടഗന്ധം. ഈ അഷ്ടഗന്ധം കൊണ്ട് എഴുതിയിട്ടുള്ള ഈ കവചത്തെ ആര് ധരിക്കുന്നുവോ, എവിടെയാണ്? ഒന്നെങ്കിൽ കണ്ഠത്തിൽ, അല്ലെങ്കിൽ ദക്ഷിണേ ബാഹു, വലത് കൈയിൽ. ആരിതിനെ ധരിക്കുന്നുവോ ജയസ്തസ്യ പദേ പദേ, അവൻ ഓരോ പദത്തിലും ജയമാണ്. അവൻ എവിടേക്ക് എന്ത് പ്രവൃത്തി ചെയ്താലും അതിൽ അവന് ജയം സുനിശ്ചിതമാണ്. അവന്റെ ഓരോ പ്രവൃത്തിയും ജയത്തിൽ അവസാനിക്കും, അത് ഉറപ്പാണ്. അപ്പൊ ഇവിടെ ഒന്നെങ്കിൽ കണ്ഠത്തിൽ അല്ലെങ്കിൽ വലത്തെ കയ്യിൽ ധരിക്കാനാണ്. അഷ്ടഗന്ധൈർ വിലിഖ്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഷ്ടഗന്ധം കൊണ്ട് എഴുതി. എങ്ങനെയാണ് എഴുതേണ്ടതെന്നോ എന്താണ് അതിന്റെ ചിട്ട എന്നോ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അത് ഒരു പാഠത്തിലും അത് കാണാനില്ല. ഒരു പക്ഷേ അത് ഇലയിൽ എഴുതി, ഏതോ ഒരു ആചാര്യൻ എവിടെയോ എഴുതിയത് കണ്ടതൊരു ഇലയിൽ എഴുതി, ഭൂർജപത്രത്തിന്റെയോ മറ്റോ ഇലയിൽ എഴുതി അഷ്ടഗന്ധം കൊണ്ട് എഴുതി അത് തകിടാക്കി കെട്ടുന്നതായിരിക്കാം ഉദ്ദേശിച്ചതെന്ന് പറയുന്നു. എന്തായാലും ഏതെങ്കിലും ഒരു രീതിയിൽ അഷ്ടഗന്ധത്തിൽ എഴുതി ഇത് ധരിക്കുന്നത്, കണ്ഠത്തിലോ ദക്ഷിണ ബാഹുവിലോ ധരിക്കുന്നത് ജയത്തിന് കാരണമാകും. ഇനിയിപ്പോ ഇവിടെ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ തുടർന്ന് പറയുന്നു. കിം പുനർ ബഹുനോക്തേന സാധിതം ലക്ഷമാദരാത് പ്രജക്തമേതത് കവചം അസാധ്യം ചാപി സാധയേ. ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇത്ര മാത്രം മനസ്സിലാക്കൂ എന്നാണ് രാമസ്വാമി പറയുന്നത്. എന്താ മനസ്സിലാക്കേണ്ടേ? ലക്ഷം ആദരാത് സാധിതം. 1,00,000 തവണ ആദരത്തോടുകൂടി, വളരെ ശ്രദ്ധയോടെ ബഹുമാനത്തോടു കൂടി ഈ സ്തോത്രത്തെ ജപിച്ച് സിദ്ധി വരുത്തിയാൽ, സാധിതം എന്ന് പറഞ്ഞാൽ സിദ്ധി വരുത്തുക എന്നാണ്. മന്ത്രം ജപിച്ചുകൊണ്ടാണ് സിദ്ധമാക്കുന്നത്. അത് നമുക്ക് വശപ്പെടണം, അതാണ് മന്ത്രത്തിന്റെ സിദ്ധി. അപ്പോഴേ അതിന്റെ ഫലം നമുക്ക് പൂർണ്ണമായി ലഭിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അത് എഴുതി കവചമായി ധരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അത് പറ്റിയില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് 1,00,000 തവണ ഇത് ജപിക്കുകയാണ്, ശ്രദ്ധയോടുകൂടി ജപിക്കുകയാണ്. അങ്ങനെ ജപിച്ച് നമ്മൾ ആ മന്ത്രത്തിനെ സിദ്ധി വരുത്തിയാൽ, ഈ ഹനുമത് കവചത്തിനെ സിദ്ധമാക്കിയാൽ, പ്രജപ്തമേതത് കവചം അസാധ്യം ചാപി സാധയേ. അങ്ങനെ ജപിച്ചുകൊണ്ട് ഈ കവചത്തെ സിദ്ധമാക്കിയാൽ അസാധ്യമായത് പോലും നമുക്ക് സാധിക്കും. പിന്നെ നമുക്ക് അസാധ്യമായിട്ടൊന്നും ഉണ്ടാവുകയില്ല.
മനസ്സിൽ എന്തെങ്കിലും ഒരു സങ്കല്പം ഉദിച്ചാൽ ആ സങ്കല്പത്തെ വ്യക്തമായി മനസ്സിലാക്കാനും അതിനെന്തെല്ലാം ആവശ്യമാണെന്ന് ഗ്രഹിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ആ പ്രവൃത്തിയിൽ ജയിക്കാനും നമുക്ക് സാധിക്കും. ഹനുമാന്റെ കൃപ നമുക്ക് ലഭിക്കും, ഹനുമാന്റെ ശേഷിയും നമുക്ക് ലഭിക്കും. കാരണം ഹനുമാന്റെ കൃപയുണ്ടായാൽ ഹനുമാൻ തന്റെ ശേഷിയെ നമുക്ക് നൽകും. അപ്പൊ ഹനുമാന്റെ ആ അനുഗ്രഹം കൊണ്ട് നമുക്ക് അസാധ്യമായ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ലങ്കയിലേക്ക് ചാടണം എന്ന് പറയുന്ന സമയത്ത് എല്ലാ വാനരന്മാരും പകച്ചു നിൽക്കുമ്പോൾ ജാംബവാൻ പറയുന്നുണ്ട്, മാരുതി നീ മറന്നോ, നീ ആരാണ്, നിനക്ക് അസാധ്യമായ ഒന്നും തന്നെയില്ല. ഹനുമാൻ സ്വാമി ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചവനാണ്. അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. ലങ്കയിലേക്ക് എടുത്തു ചാടി അസുര സൈന്യത്തോട് ഒറ്റയ്ക്ക്, രാക്ഷസന്മാരെ ഒറ്റയ്ക്ക് പൊരുതി തോൽപ്പിച്ചു. അഗ്നിയുടെ ബാധ ഏറ്റിട്ടും അദ്ദേഹത്തിന് ഒന്നും പറ്റിയില്ല. അദ്ദേഹം ഒരു രാജധാനിയെ മുഴുവൻ കത്തിച്ചു. വലിയ പർവ്വതത്തെ പൊക്കിക്കൊണ്ടുവന്നു. മനസ്സിന്റെ വേഗത്തിൽ സഞ്ചരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഒന്നിലധികം തവണ കൊണ്ടുവന്നു. അങ്ങനെയെല്ലാം ഉള്ള അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന എല്ലാം സാധിപ്പിച്ച അദ്ദേഹത്തിന്റെ കരുണ ഈ കവചം സിദ്ധിച്ചാൽ നമുക്കും ലഭിക്കും. എങ്ങനെയാണ് ഇത് സിദ്ധിക്കേണ്ടത്? 1,00,000 തവണ ആദരത്തോടു കൂടി ഇത് ജപിക്കണം. അങ്ങനെ ജപിച്ച് ഇത് സിദ്ധി വരുത്തിയാൽ നമുക്ക് അസാധ്യത്തെയും സാധിക്കാൻ പറ്റും. പിന്നെ അസാധ്യം എന്ന് പറയാൻ ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവില്ല. നമ്മൾ എത്ര ഉയർന്ന ലക്ഷ്യത്തെ മനസ്സിൽ വെച്ചാലും ആ ലക്ഷ്യം നേടിയിരിക്കും. അതിനുള്ള ഉറപ്പ് ഈ കവചം നമുക്ക് നൽകുന്നു. അപ്പൊ അതാണ് നമുക്ക് ഈ 3 ശ്ലോകങ്ങൾ ഒന്നുകൂടി ഒന്ന് ചൊല്ലാം. യസ്മൈ കസ്മൈ ന ദാതവ്യം രക്ഷണീയം പ്രയത്നത അഷ്ടദന്ധൈർവിലിഖ്യാഥ കവചം ധാരയേതു യഃ കണ്ഠേ വാ ദക്ഷിണേ ബാഹൗ ജയസ്തസ്യ പദേ പദേ കിം പുനർബഹുനോക്തേന സാധിതം ലക്ഷമാദരാത് പ്രജപ്തമേതത് കവചം അസാധ്യം ചാപി സാധയേത്. इति श्री बृहन्नारदीय पुराणे पूर्वभागे बृहदुपाख्याने तृतीय पादे हनुमत् कवच निरूपणं नाम 870तमोऽध्यायः. അങ്ങനെ ഈ ശ്രീ ഹനുമത് കവച സ്തോത്രം സമ്പൂർണമാകുന്നു. ഇത് നൽകിയിട്ടുള്ളത് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആണെന്നും ഓർക്കണം. ഇതാദ്യമായി നൽകപ്പെട്ടിട്ടുള്ളത് സനത് കുമാരനാണെന്നും ഓർക്കണം. അതായത് ദാതാവും ശ്രോതാവും അത്രയും ശ്രേഷ്ഠരാണ്. അപ്പൊ അത്രയും ശ്രേഷ്ഠരായവർ തമ്മിൽ നടന്ന സംവാദ രൂപേണ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ കവചം അത്രയും ശ്രേഷ്ഠം തന്നെയാണ്. ഇത് ഉപാസിക്കുന്നതാകട്ടെ സാക്ഷാത് ഹനുമാൻ സ്വാമിയെയാണ്, ശിവനെ തന്നെയാണ് ഇത് ഉപാസിക്കുന്നത്. അപ്പൊ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉറപ്പായും ലഭിക്കും. നമുക്ക് ജീവിതത്തിൽ ആത്മീയമായ സാധനയോ ഭൗതികമായ സാധനയോ എന്ത് തന്നെയാണെങ്കിലും അത് ജയിക്കണമെങ്കിൽ നമുക്ക് രക്ഷയുണ്ടാവണം. എല്ലാ തടസ്സങ്ങളും നീങ്ങണം, ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതെല്ലാം നൽകുന്നതാണ് കവചം. അപ്പൊ ആത്മീയ സാധനയിൽ മാത്രമല്ല കവചം ഉപകരിക്കുന്നത്. ആത്മീയ സാധനയിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും കവചം ഇല്ലാതെയാക്കും, നമുക്ക് പൂർണ്ണ സംരക്ഷണം നൽകും, അത് ഉറപ്പാണ്. പക്ഷെ ഭൗതിക തലത്തിലും ഈ കവചം നമുക്ക് രക്ഷയെ നൽകും. നിത്യജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളും, ഇവൻ ദുർമന്ത്രവാദങ്ങളെ പോലും ഇത് തടയുന്നു, രക്ഷിക്കുന്നു, അതിനെ ഇല്ലാതെയാക്കി, അതിൻ്റെ ദോഷങ്ങളെ ഇല്ലാതെയാക്കി ഭക്തനെ രക്ഷിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അത്രയും ശ്രേഷ്ഠമായ ഒരു കവചമാണ്. അപ്പൊ ഇതിന് അർഹിക്കുന്ന ബഹുമാനം കൊടുത്തുകൊണ്ട് വേണം ഇത് ജപിക്കാൻ. കാരണം യസ്മൈ കസ്മൈന ദാതവ്യം എന്ന് പറഞ്ഞു, രക്ഷണീയം പ്രയത്നത. അത് ശ്രീരാമൻ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഇത് ജപിക്കുന്നത് അവജ്ഞയോടെയോ ശ്രദ്ധക്കുറവ് കൊണ്ടോ ആവാൻ പാടില്ല. എന്തോ ഒന്ന് ജപിക്കാനുണ്ടെന്ന് ജപിക്കാം, ആ മട്ടിൽ നമ്മൾ ജപിക്കാൻ പാടില്ല. ഇത് സാക്ഷാത് ഹനുമാൻ സ്വാമി തന്നെയാണെന്ന ബോധത്തോടെ, ഞാൻ ജപിക്കുന്ന ഓരോ ശബ്ദവും മന്ത്രമാണെന്ന ബോധത്തോടെ, ഹനുമാന്റെ കൃപ എന്നിലേക്ക് ചൊരിയപ്പെടുന്നുവെന്ന അനുഭവത്തിലൂടെ വേണം ഇത് ജപിക്കാൻ. അങ്ങനെ ജപിക്കുന്ന സമയത്ത് ഈ മന്ത്രം തീർച്ചയായും നമുക്ക് സിദ്ധമാകും. അതിൻ്റെ എല്ലാ ഗുണങ്ങളും, ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ രക്ഷയും, ഇതിൽ പറയാത്തതായ രക്ഷകളും നമുക്ക് ലഭിക്കും. നമ്മൾ സങ്കല്പിക്കാത്ത പലതും ഹനുമാൻ സ്വാമിയുടെ കൃപ കൊണ്ട് നമുക്ക് ലഭിക്കും. കാരണം അസാധ്യം ചാപി സാധയേത് എന്നാണ് പറയുന്നത്. അസാധ്യമായത് പോലും നമുക്ക് സാധ്യമായി ഭവിക്കും. ഹനുമാൻ സ്വാമിയുടെ കൃപയുടെ ശക്തിയാണത്. അപ്പോൾ ഇത് മനസ്സിലാക്കി ഈ സ്തോത്രത്തെ ജപിക്കാൻ ശ്രമിക്കണം. ഉപാസന തുടങ്ങുന്നതിന് മുമ്പ് അതത് ദേവതയുടെ കവചം ചൊല്ലുന്ന രീതി പൊതുവെ ഭാരതത്തിലുണ്ട്. അപ്പൊ ഹനുമത് ഉപാസനയൊക്കെ നടത്തുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ശ്രീരാമന്റെ ഉപാസന നടത്തുന്നതിന് മുമ്പോ നമുക്ക് ഈ കവചം ചൊല്ലാം. അതല്ലെങ്കിൽ നിത്യം ചൊല്ലുന്ന ഒരു കവചമായിട്ടും ഇതിനെ നമുക്ക് സ്വീകരിക്കാം, നിത്യം രക്ഷ നൽകാം. അതല്ലെങ്കിൽ വിശേഷപ്പെട്ട അവസരങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഭയമോ ബുദ്ധിമുട്ടോ സങ്കടങ്ങളോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അഭിമുഖീകരിക്കാൻ നമുക്ക് കൂടുതൽ വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അതിൽ നിന്നും രക്ഷ നൽകാനും അത് തരണം ചെയ്യിക്കാനും ഒക്കെ ആയിക്കൊണ്ടും വിശേഷാൽ നമുക്ക് ഈ കവചത്തെ ജപിക്കാം. അപ്പൊ ഇങ്ങനെയെല്ലാം നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്ന ഈ കവചത്തിന്റെ അർത്ഥത്തെ
വളരെ ലളിതമായ രീതിയിലാണ്. ഇവിടെ വളരെ ആഴത്തിലുള്ള അർത്ഥവിചിന്തനമൊന്നും നടന്നിട്ടില്ല. കാരണം ഹനുമാന്റെ മഹിമയെ വർണ്ണിക്കാനൊന്നും മനുഷ്യന് സാധിക്കില്ല. അതും ഈ മന്ത്രങ്ങളൊക്കെ ദർശിച്ചിട്ടുള്ളതോ സാക്ഷാത് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ദർശനത്തിന്റെ ഉയരത്തിലേക്കൊന്നും എത്താൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ വളരെ ലളിതമായ, സാധാരണക്കാർക്ക് ഒരല്പമെങ്കിലും മനസ്സിലാവട്ടെ എന്ന തലത്തിലാണ് ഇവിടെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഈ എളിയ വ്യാഖ്യാനം ആ രാമഭക്തനായ, രാമചന്ദ്രന്റെ ദാസനായിരിക്കുന്ന, രാമഭക്തരെ മുഴുവൻ രക്ഷിക്കുന്ന മഹാപ്രഭുവായിരിക്കുന്ന ആ ശ്രീ ഹനുമാൻ സ്വാമിയെ, ആ പവനപുത്രന്റെ തൃപ്പാദങ്ങളിൽ ഈ വ്യാഖ്യാനം സമർപ്പിക്കുന്നു. ഇത് ചെല്ലാനുള്ള ഭാഗ്യം, ഇതിൻ്റെ രക്ഷ ലഭിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ. അതിനുള്ള യോഗ്യത ആ ഹനുമാൻ സ്വാമി തന്നെ ഗുരുരൂപേണ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ ഒന്നുകൂടി സ്മരിക്കുന്നു. ഓം ശ്രീ ഹനുമതേ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. ഹരി ഓം.